ഏറ്റവും നല്ലതാണ്. ಕರಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವಂತದ್ದು ಬಹಳ ಒಳ್ಳೆಯದಾಗಿದೆ. ഹല്ലേലൂയ, ಆಮೆನ್. ഹല്ലേലൂയ. കാരണം ആരോഗ്യത്തോടെ രണ്ട് കൈയും കർത്താവ് നമുക്ക് തന്നു. ಯಾಕಂದ್ರೆ ಆರೋಗ್ಯವುಳ್ಳಂತ ಎರಡು ಕೈಗಳನ್ನ ಕರ್ತನ ನಮಗೆ ಕೊಟ್ಟನು. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവം നമുക്ക് നല്ല ആരോഗ്യം നൽകി. ಕರ್ತನ ನಮಗೆ ಒಳ್ಳೆ ಆರೋಗ್ಯವನ್ನ ಕೊಟ್ಟನು. ഹല്ലേലൂയ. അത് വേറെ ഏതിനും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിന് വേണ്ടി നമുക്ക് ಆ ಆರೋಗ್ಯವನ್ನ ಬೇರೆ ಯಾವುದು ಕೊಡೋದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ನಾವು ಕರ್ತನಿಗಾಗಿ ಕೊಡಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിനെ കൊടുക്കുമ്പോൾ ಕರ್ತನಿಗೆ ಕೊಡುವಾಗ ആ വിടുതൽ ഇങ്ങോട്ട് നമ്മുടെ മേൽ ഇറങ്ങി ಆ ಬಿಡುಗಡೆ ನಮ್ಮ ಮೇಲೆ ಇಳಿದು ಬರುವಂತದ್ದಾಗಿರುತ್ತದೆ. ഹല്ലേലൂയ. വിടുതൽ പ്രാപിക്കുക, കൊടുത്ത് വിടുതൽ ಕೊಟ್ಟು ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು, കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുക, ಕೊಟ್ಟು ಆಶೀರ್ವಾದವನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. നമ്മെ കർത്താവിനെ കൊടുക്കുമ്പോൾ കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങും. ನಮ್ಮನ್ನ ಕರ್ತನಿಗೆ ಕೊಡುವಾಗ ಕರ್ತನ ಶಕ್ತಿ ನಮ್ಮ ಮೇಲೆ ಬರುತ್ತದೆ. പകൽ അവൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ಕರ್ತನಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ഹല്ലേലൂയ. കർത്താവിനെ വരാതിരിക്കാൻ പറ്റത്തില്ല. ಕರ್ತನಿಗೆ ಬರದೇ ಇರ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. യേശുവിന്റെ സഭയായി പോയില്ലേ? ಯಾಕಂದ್ರೆ ಇದು ಯೇಸುವಿನ ಸಭೆ ತಾನೇ. ഞാൻ നിങ്ങൾ യേശുവിന്റേതായി പോയില്ലേ? ನಾವು ನೀವು ಯೇಸುವಿನವರಲ್ವಾ? അതുകൊണ്ട് യേശുവിന് ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പോകാനാ? ಆಗಿರೋದಾದ್ರೆ ಯೇಸು ಇಲ್ಲಲ್ಲದೆ ಬೇರೆ ಎಲ್ಲಾಗಿದೆ ಹೋಗ್ಬೇಕಾಗಿರೋದು. ഹല്ലേലൂയ. കർത്താവ് തുടങ്ങാൻ പറഞ്ഞിട്ട് തുടങ്ങിയതാ. ಕರ್ತನು ಪ್ರಾರಂಭ ಮಾಡ್ರಿ ಎಂಬುದಾಗಿ ಹೇಳ್ಬಿಟ್ಟು ಪ್ರಾರಂಭ ಮಾಡಿದಾಗಿದೆ. ബൈബിൾ പറയുന്നു, ಬೈಬಲ್ ಹೇಳುತ್ತೆ, അവൻ പിന്നെ വഴിക്ക് വിട്ടിട്ട് പോകുന്ന പ്രശ്നമില്ല. ಆತನು ಮಧ್ಯದಾರಿಯಲ್ಲಿ ಬಿಟ್ಟು ಹೋಗುವಂತ ಕಾರಣವೇ ಇಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. അവൻ പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും. ഹല്ലേലൂയ. ಆತನು ಹೇಳಿದ್ರೆ ಹೇಳಿದಂತೆಯೇ ಆಗುತ್ತದೆ. ഹല്ലേലൂയ. വിട്ടുകൊടുത്തോണ്ടിരിക്കുക. ಇವತ್ತು ಸಮರ್ಪಣೆಯಿಂದಾಗಿರೋಣ. വയറിനകത്ത് പുകച്ചിലൂടെ ಹೊಟ್ಟೆ ಒಳಗಡೆ ಒಂದು ಉರಿಯಾದ ಅನುಭವ ಇರುವ, അസ്വസ്ഥപ്പെടുന്ന ആരും ഇന്ന് സൗഖ്യമാകും. ಬಹಳ ಅಸ್ವಸ್ಥಪಡುವಂತ ಯಾರೋ ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ಸೌಖ್ಯವಾಗ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಿದೆ. പ്രാർത്ഥന കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിടുതൽ നിങ്ങൾ അനുഭവിക്കും. ಬಹಳ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ನೀವು ಆಗಿರೋದಾದ್ರೆ ಬಿಡುಗಡೆಗಳನ್ನ ನೀವು ಕಂಡೇ ಕಾಣ್ತೀರಿ. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ തന്നെ ಈ ಸೇವೆ ಮುಗಿಯೋದ್ರೊಳಗೆ രോഗബന്ധനം അഴിഞ്ഞിരിക്കും. ರೋಗಬಂಧನ ಬಿಚ್ಚಲ್ಪಟ್ಟಿರುತ್ತದೆ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. ഹല്ലേലൂയ. വളരെ സന്തോഷമുണ്ട്. ಬಹಳ ಸಂತೋಷ ಇದೆ. ഹല്ലേലൂയ. എല്ലാ ദിവസത്തെക്കാൾ സന്തോഷമുണ്ട് കർത്താവിനോട് കൂടെ നിൽക്കുന്ന ഇന്ന്. ഹല്ലേലൂയ. ಎಲ್ಲಾ ದಿನಕ್ಕಿಂತಲೂ ಸಂತೋಷ ಇದೆ ಇವತ್ತು ಕರ್ತನ ಸಂಗಡ ಇರುವಾಗ. ഹല്ലേലൂയ. യേശു വരുമ്പോൾ മാത്രമേ ಯೇಸು ಬರುವಾಗ ಮಾತ್ರವೇ നിങ്ങൾക്കും എനിക്ക് ഒരുപോലെ സമാധാനിക്കാൻ പറ്റത്തുള്ളൂ. ನಿಮಗೂ ನಮಗೂ ಒಟ್ಟಾಗಿ ಸಮಾಧಾನ ಅನುಭವಿಸಕ್ಕಾಗುವುದು. ഈ ലോകത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന, ಈ ಲೋಕದಲ್ಲಿ ನಾವು ಇಷ್ಟಪಡುವ ഏത് നമ്മുടെ അടുക്കൽ വന്നാലും ಯಾವುದೇ ವಿಷಯ ನಮ್ಮ ಬಳಿಗೆ ಬಂದ್ರು വെറും താൽക്കാലിക ಅದು മാത്രമാണ്. ಕೇವಲ ತಾತ್ಕಾಲಿಕವಾದದ್ದು ಮಾತ್ರ. ഹല്ലേലൂയ. ಆಮೆನ್. എന്നാൽ ಆದರೆ യേശു വരുമ്പോൾ ಯೇಸು ಬರುವಾಗ ഹല്ലേലൂയ എല്ലാ ഉള്ളങ്ങളും ಎಲ್ಲಾ ಅಂತರಾಳಗಳು ആനന്ദിക്കുന്ന സമയം അന്നേരമാണ്. ಆನಂದ ಪಡುವಂತ ಸಮಯವಾಗಿರ್ತದೆ ಅದು. ഹല്ലേലൂയ. ಆಮೆನ್. എല്ലാരും വന്നതുപോലെയല്ല യേശു വരുന്നത്. ಎಲ್ಲರೂ ಬಂದ ಹಾಗಲ್ಲ ಯೇಸು ಬರೋದು. യേശു വന്നത് ಯೇಸು ಬಂದದ್ದು ഹല്ലേലൂയ അനുഭവിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ಅದನ್ನ ಅನುಭವಿಸಿದವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം ചെയ്യുന്നു. ಸ್ತೋತ್ರ ഒരു ಮಾಡ್ತೇನೆ. സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ ಒಂದು ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಒಳಗಡೆ ಹೋದ್ರೆ നിങ്ങൾ 10 കടയിൽ കയറേണ്ട ആവശ്യമില്ല. ನೀವು 10 ಅಂಗಡಿಗಳಿಗೆ ಹೋಗಬೇಕಾದ ಅವಶ್ಯಕತೆ ಬರಲ್ಲ. 10 കടയിലുള്ളതും സൂപ്പർ മാർക്കറ്റിലുണ്ടാവും. ಯಾಕಂದ್ರೆ 10 ಅಂಗಡಿಗಳಲ್ಲಿ ಸಿಗಬೇಕಾಗಿರುವಂತ ಎಲ್ಲವೂ ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಅಲ್ಲೇ ಸಿಗುತ್ತೆ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ಹಾಗಿರುವುದಾದ್ರೆ എവിടെ പോകുന്നതിനേക്കാൾ ಬೇರೆ ಎಲ್ಲಿ ಹೋಗೋದಕ್ಕಿಂತ യേശുവിന്റെ അടുക്കൽ വരുന്നത് ഏറ്റവും നല്ലത്. ಯೇಸುವಿನ ಬಳಿಗೆ ಬರುವಂತದ್ದು ಬಹಳ ಶ್ರೇಷ್ಠವಾದದ್ದಾಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. അവിടെ ഈ സൂപ്പർ മാർക്കറ്റ് ಅಲ್ಲಿ ಈ ಸೂಪರ್ ಮಾರ್ಕೆಟ್ ഇല്ലാത്ത ഒന്നും ഉണ്ടാകത്തില്ല. ಈ ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ಇಲ್ಲದೆ ಇರುವಂತದ್ದು ಏನೂ ಇರೋದಿಲ್ಲ. ഇതിനകത്തുള്ള സാധനങ്ങൾ ಇದರೊಳಗಡೆ ಇರುವಂತ ವಸ್ತುಗಳು സമാധാനമാണ്, ಸಮಾಧಾನವಾಗಿದೆ. സന്തോഷമാണ്, ಇಲ್ಲಿರುವಂತ ವಸ್ತುಗಳು ಸಂತೋಷವಾಗಿದೆ, വെളിച്ചമാണ്, ಬೆಳಕಾಗಿದೆ, അനുഗ്രഹമാണ്, ಆಶೀರ್ವಾದವಾಗಿದೆ, സൗഖ്യമാണ്, ಸೌಖ್ಯವಾಗಿದೆ. മരിച്ചവർ ഉയർക്കുന്നതുണ്ട് ഇതിനകത്ത്. ಸತ್ತವರು ಎಬ್ಬಿಸಲ್ಪಡುವಂತದ್ದು ಇಲ್ಲಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. അഭിഷേകമുണ്ട് ഇതിനകത്ത്. ಅಭಿಷೇಕ ಇದರೊಳಗಡೆ ಇದೆ. മനുഷ്യന് ലഭിക്കാത്തത്, ಮನುಷ್ಯನಿಂದ ಸಿಗದೆ ಇರೋದು, എവിടെ പോയാലും കിട്ടാത്തത് ಎಲ್ಲೋದ್ರೂ ಸಿಗದೆ ഈ ಇರುವಂತದ್ದು സൂപ്പർ മാർക്കറ്റിൽ ಈ കിട്ടിയിരിക്കും. ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ಲಭಿಸಿರುತ್ತದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. കമ്പിപ്പുരയിൽ ಕಂಬಿಪುರದಲ್ಲಿ യേശു ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നു. ಯೇಸು ಒಂದು ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಅನ್ನು ಆರಂಭ ಮಾಡಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഈ സൂപ്പർ മാർക്കറ്റ് വന്നാൽ ಈ ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಗೆ ಬಂದ್ರೆ 10 സ്ഥലത്ത് ഓടേണ്ടി ನೀವು വരത്തില്ല. 10 ಜಾಗಗಳಿಗೆ ಓಡಾಡಬೇಕಾದ ಅವಶ್ಯಕತೆ ಬರೋದಿಲ್ಲ. 100 സ്ഥലത്ത് ഓടേണ്ടി വരത്തില്ല. 106 ಜಾಗಗಳಿಗೆ ಓಡಾಡಬೇಕಾದ ಪರಿಸ್ಥಿತಿ ಬರೋದಿಲ್ಲ. സമാധാനം വേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം. ಸಮಾಧಾನ ಬೇಕಾದವರು ಇಲ್ಲಿಗೆ ಬರಬಹುದು. ഈ സൂപ്പർ മാർക്കറ്റ് ಈ ലഭിച്ചിരിക്കും. ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ಅದು ಲಭಿಸಿರುತ್ತದೆ. രോഗസൗഖ്യം വേണ്ടവർക്ക് ರೋಗ ಸೌಖ್ಯ ಬೇಕಾದವರಿಗೆ ഇങ്ങോട്ട് വരാം. ಇಲ್ಲಿಗೆ ಬರಬಹುದು. ഈ സൂപ്പർ മാർക്കറ്റ് ಈ ലഭിച്ചിരിക്കും. ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ಅದು ಲಭಿಸಿರುತ್ತದೆ. ആമേൻ. സന്തോഷം വേണ്ടവർക്ക് ಸಂತೋಷ ಬೇಕಾದವರಿಗೆ ഇങ്ങോട്ട് വരാം. ಇಲ್ಲಿ ಬರಬಹುದು. സൂപ്പർ മാർക്കറ്റ് ലഭിക്കും. ಈ ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ಇದು ಲಭಿಸುತ್ತದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വഴി തുറക്കാൻ ದಾರಿ ತೆರೆಯಲಿಕ್ಕೆ ആഗ്രഹിക്കുന്നവർക്ക് ಆಸೆ ಪಡುವವರಿಗೆ ഈ സൂപ്പർ മാർക്കറ്റ് ലഭിക്കും. ಈ ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ತೆರೆಯಲ್ಪಡುತ್ತದೆ. ഹല്ലേലൂയ. ಆಮೆನ್. പലതും തുറക്കാത്തത് ಅನೇಕ ಸ್ಥಳದಲ್ಲಿ ತೆರೆಯದೆ ಹೋಗಿದ್ದು യഥാർത്ഥ സൂപ്പർ മാർക്കറ്റിൽ വരാത്തത്. ನಿಜವಾದ ಸೂಪರ್ ಮಾರ್ಕೆಟ್ ಗೆ ನೀನು ಬರದೇ ಇರೋದ್ರಿಂದ ಆಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവസഭ ದೇವರ ಸಭೆ അതിനകത്ത് എല്ലാം ഉണ്ട്. ಅದರೊಳಗಡೆ ಎಲ್ಲವೂ ಇದೆ. അത് യേശുവിന്റെ ഇഷ്ടമാണ്. ಯಾಕಂದ್ರೆ ಅದು ಯೇಸುವಿನ ಇಷ್ಟವಾಗಿದೆ. നല്ല കുടുംബങ്ങൾ ಒಳ್ಳೆ ಕುಟುಂಬಗಳು നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ ನಮ್ಮನ್ನ ಗೆಸ್ಟ್ ಕರೆದ್ರೆ അവിടെ കട്ടിലുണ്ടാകും ഉറങ്ങാൻ, ಅಲ್ಲಿ ಮಲ್ಕೊಳ್ಳಕ್ಕೆ ಮಂಚ ಇರುತ್ತೆ, നല്ല വെള്ളമുണ്ടാകും കുടിക്കാൻ, ಒಳ್ಳೆ ನೀರಿರುತ್ತೆ ಕುಡಿಯಕ್ಕೆ, വേണ്ടത് മുഴുവൻ ಬೇಕಾದ ಎಲ್ಲವೂ അവിടെ ഉണ്ടാകും. ಅಲ್ಲಿ ಇರುತ್ತದೆ. ഒരു ഗസ്റ്റ് ആയിട്ട് നമ്മളെ വിളിച്ചു. ಒಬ್ಬ ಅತಿಥಿಯಾಗಿ ನಮ್ಮನ್ನ ಅಲ್ಲಿ ಕರೆದ್ರೆ യേശു ಆದ್ರೆ ಯೇಸು നമ്മളെ വിളിക്കുന്നു. ನಮ್ಮನ್ನ ಕರೀತಿದ್ದಾರೆ ഏറ്റവും നല്ലതിലേക്ക്, ಬಹಳ ಒಳ್ಳೆಯ ಸ್ಥಳಕ್ಕೆ, ഏറ്റവും നല്ലതിലേക്ക് യേശു വിളിക്കുന്നു. ಬಹಳ ಒಳ್ಳೆಯ ಸ್ಥಳಕ್ಕೆ യേശു വിളിച്ചാൽ, ಯೇಸು ಕರೆದ್ರೆ, യേശുവാ വിളിക്കുന്നുവെങ്കിൽ ಕರೀತಿರೋದು ಯೇಸುವಾಗಿದ್ರೆ ചുമ്മാതെ വിളിക്കത്തില്ല. ಸುಮ್ಮನೆ ಅಂತೂ ಕರೆಯುವುದಿಲ್ಲ.
ഹല്ലേലൂയ. ಆಮೆನ್. നമ്മളെയൊക്കെ കർത്താവ് വിളിച്ചിരിക്കുന്നു. ನಮ್ಮನ್ನೆಲ್ಲ ಕರ್ತನ ಕರೆದಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹalleluya. ഭയങ്കരമായ സന്തോഷമാണ്. ಭಯಂಕರವಾದ അത് ಸಂತೋಷವಾಗಿದೆ. അനുഭവിക്കുന്നുവെങ്കിൽ ಅದನ್ನ ಅನುಭವಿಸ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ, നീ യേശു വിളിച്ചിടത്തുണ്ട്. ನೀವು ಯೇಸು ಕರೆದ ಸ್ಥಳದಲ್ಲಿ ಇದ್ದೀರಾ? ഇല്ല എങ്കിൽ ಇಲ್ಲದೆ ಇದ್ರೆ ഹല്ലേലൂയ. ഇന്ന് വചനത്തോട് തന്നെ നമുക്ക് കിടക്കാം. ಇವತ್ತು ವಾಕ್ಯದಿಂದಲೇ ನಾವು ಮುಂದೆ ಹೋಗೋಣ. കർത്താവ് വലിയ കാര്യം ചെയ്യാൻ ಕರ್ತನ പോവുകയാണ്. ದೊಡ್ಡ ಕಾರ್ಯ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. ഞാന് ഹല്ലേലൂയ ഇവിടെ വന്നു പോകുന്നത് ನಾನಿಲ್ಲಿ ಬಂದು ಹೋಗೋದು ചുമ്മാ വന്നു പോകുന്നതല്ലെന്ന് ಸುಮ್ಮನೆ ನಾನು ಬಂದು ಹೋಗೋದಲ್ಲ ಎಂಬುದಾಗಿ കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ಕರ್ತನು ಪ್ರೂವ್ ಮಾಡ್ತಾ ಇರೋದಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. യേശുവിനെ മഹത്വം. ഹല്ലേലൂയ. ಯೇಸುವಿಗೆ ಮಹಿಮೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഇത് ഹല്ലേലൂയ നടത്തിക്കൊണ്ട് പോകുന്നത് ಇದನ್ನ ನಡೆಸ್ಕೊಂಡು ಹೋಗುವಂತದ್ದು മനുഷ്യനല്ല, ಮನುಷ್ಯನಲ್ಲ, ദൈവമാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ದೇವರಾಗಿದ್ದಾರೆ ಅನ್ನೋದನ್ನ ನಾವು ಮೊದಲು ತಿಳ್ಕೊಳ್ಬೇಕು. എന്നാലേ നമുക്ക് ഇതിന് ഉറപ്പ് കിട്ടത്തുള്ളൂ. ಆಗಿರೋದಾದ್ರೆ ಮಾತ್ರ ನಮಗೆ ಇದರ ನಿಶ್ಚಯ ಸಿಗುವಂತದ್ದು. ഹല്ലേലൂയ. ಹalleluya. നമുക്ക് ഹല്ലേലൂയ വായിക്കുന്നത് ചിന്തയ്ക്കായിട്ട് ನಾವು ಇವತ್ತಿನ ಧ್ಯಾನಕ್ಕಾಗಿ ಓದೋಣ സങ്കീർത്തന പുസ്തകത്തിൽ ಕೀರ್ತನೆಗಳು 27ാം സങ്കീർത്തനം. 27ನೇ ಕೀರ್ತನೆ. അതാണ് ഇന്ന് എന്നെ പ്രകാശിപ്പിച്ചത്. ಅದಾಗಿದೆ ಇವತ್ತು ದೇವರು ನನ್ನ ಹೃದಯದಲ್ಲಿ എന്നോട് ಪ್ರಕಾಶಪಡಿಸಿದ್ದು. പറഞ്ഞ ജോലി ഞാൻ ചെയ്യാം. ನನಗೆ ಕೊಟ್ಟ ಕೆಲಸ ನಾನು ಮಾಡ್ತೇನೆ. അത് തുടങ്ങാൻ പോകുകയാണ്. ಅದು ഹല്ലേലൂയ. ಅದು ಪ್ರಾರಂಭವಾಗ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ കർത്താവ് ಇದೆ. ഒരു ജോലി പറഞ്ഞു ಕರ್ತನ ನನಗೊಂದು ಕೆಲಸ ಹೇಳಿದ್ದಾರೆ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ನಿಮಗೋಸ್ಕರ. അത് ഇന്ന് ഇവിടെ ഹല്ലേലൂയ ഞാൻ ആ ജോലി തുടങ്ങാൻ ಆ പോകും. ಕೆಲಸ ಇಲ್ಲಿ ಆರಂಭ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇನೆ ನಾನು. ഹല്ലേലൂയ. എന്താ തുടങ്ങുന്നത് നോക്കി. ಏನಾಗಿದೆ ಆರಂಭವಾಗ್ಲಿಕ್ಕೆ ಹೋಗ್ತಿರೋದು ನೋಡಿ. സങ്കീർത്തനം 27ൽ തുടങ്ങാൻ പറഞ്ഞു. ഒന്നില് ഹല്ലേലൂയ. ಆ വായിച്ചാട്ടെ. ಕೀರ್ತನೆ 27ರಲ್ಲಿ ಆರಂಭ ಮಾಡ್ಲಿಕ್ಕೆ ಹೇಳಿದ್ರು. വായിക്കാം. ഹല്ലേലൂയ. ಒಂದಾಮത്തെ ವಚನ. ಒಂದಾಮത്തെ ವಚನ. ഒന്നാമത്തെ വാക്യം. ಒಂದನೇ ವಾಕ್ಯ. ആ. 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 അത് വേണ്ട, അത് നമുക്ക് പിന്നെ വായിക്കാം. ഹല്ലേലൂയ. ആ ಒಂದನೇ ವಾಕ್ಯ ಮಾತ್ರ ಸಾಕು. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ಆಮೆನ್. ഇവിടെ വായിക്കപ്പെടുകയാണ് ദാവീദിന്റെ സങ്കീർത്തനമാണ്. ಇಲ್ಲಿ ನಾವು ಓದಿದ್ದು ದಾವಿದನ ಕೀರ್ತನೆ ಆಗಿದೆ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത് പുതിയ നിയമമാണ്. ನಾನು ಬಹಳ ಹೆಚ್ಚು ಪ್ರಸಂಗ ಮಾಡೋದು ಹೊಸ ಒಡಂಬಡಿಕೆ ಆಗಿದೆ. പക്ഷെ പഴയ നിയമമായാലും പുതിയതായാലും ಓಕೆ. ಯೆಹೋವನು ನನಗೆ ಬೆಳಕು ರಕ್ಷಕನು ಆಗಿದ್ದಾನೆ, ನಾನು ಯಾರಿಗೆ ಭಯಪಟ್ಟೆನು? ಯೆಹೋವನು ನನ್ನ ಪ್ರಾಣದ ಆಧಾರವು, ನಾನು ಯಾರಿಗೆ ಹೆದರೇನು? ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം ചെയ്യുന്നു. ಆಮೆನ್. ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ഇവിടെ കർത്താവിനെ എങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്? ಇಲ್ಲಿ ಕರ್ತನನ್ನ ನಾವು ಹೇಗಾಗಿದೆ ಕಾಣ್ಲಿಕ್ಕೆ ಆಗೋದು? ദാവീദ് എഴുതിയതാ. ಈ ದಾವಿದನ್ ಬರೆದದಾಗಿದೆ. ദാവീദ് എഴുതുമ്പോൾ ದಾವಿದನ್ ಬರೆದಾಗ ഈ സംഭവം അവിടെ ഇല്ല. ಈ ಸಂಗತಿ ಅಲ್ಲಿ ಇಲ್ಲ. ഇതവിടെ വന്നിട്ടില്ല. ಇದು ಇನ್ನೂ ಅಲ್ಲಿ ಬಂದಿಲ್ಲ. ഇത് പുതിയതില്ല വന്നത്. ಇದು ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಆಗಿದೆ ಬಂದದ್ದು. ഹല്ലേലൂയ. ഒരു കന്യകയിൽ ജനിച്ചു. ಒಂದು ಕನ್ಯೆಯಲ್ಲಿ ಅವನು ಹುಟ್ಟಿದನು. അവൻ ഹല്ലേലൂയ 12 വയസ്സായി. ಅವನಿಗೆ 12 ವಯಸ್ಸಾಯ್ತು. 30ാമത്തെ വയസ്സിൽ 30ನೇ ವಯಸ್ಸಲ್ಲಿ ഈ പ്രവചനം യേശു നിവർത്തിച്ചു. ಈ ಪ್ರವಾದನೆಯನ್ನ ಯೇಸು ನೆರವೇರಿಸಿದನು. ഹല്ലേലൂയ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ಇಲ್ಲಿ ಬರೆದಿರುವಂತದ್ದು യഹോവ എന്റെ, ಯೆಹೋವನು ನನಗೆ, ആദ്യം പറയുന്നു വെളിച്ചമാകുന്നു. ಮೊದಲಲ್ಲಿ ಬರೆದಿದ್ದಾತನು ಬೆಳಕಾಗಿದ್ದಾನೆ. യഹോവ എന്റെ വെളിച്ചമാകുന്നു. ಯೆಹೋವನು ನನ್ನ ಬೆಳಕಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. എന്റെ വെളിച്ചം സൂര്യനോ ചന്ദ്രനല്ല, ನನ್ನ ಬೆಳಕು ಸೂರ್ಯನೋ ಚಂದ್ರನೋ ಅಲ್ಲ, യഹോവയാണ്. ಯೆಹೋವನಾಗಿದ್ದಾನೆ. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവന്റെ ದೇವರೊಂದಿಗೆ ಸಂಬಂಧ ಇಲ್ಲದವನ വെളിച്ചം സൂര്യനും ചന്ദ്രനുമാണ്. ಬೆಳಕು ಸೂರ್ಯ ಮತ್ತು ಚಂದ್ರವಾಗಿದೆ. ദൈവമായിട്ട് ബന്ധമുള്ളവന്റെ ಆದ್ರೆ വെളിച്ചം ದೇವರೊಂದಿಗೆ ಸಂಬಂಧ ಉಳ್ಳವನ ಬೆಳಕು യേശു ക്രിസ്തുവാണ്. ಯೇಸು ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഇവർ രണ്ടുപേരിൽ ഒരു വ്യത്യാസമുണ്ട്. ಇವರಿಬ್ಬರಲ್ಲೂ ಒಂದು ವ್ಯತ್ಯಾಸವಿದೆ. ഈ ദൈവം അറിയാത്തവൻ ದೇವರನ್ನ അറിಯದವನು അവൻ കാണുന്ന വെളിച്ചത്തിൽ ಅವನ್ ಕಾಣೋ ಬೆಳಕಲ್ಲಿ ഈ ലോകത്തെ കാണാൻ കഴിയും. ಈ ಲೋಕವನ್ನ ಅವನಿಗೆ ಕಾಣ್ಲಿಕ್ಕಾಗುತ್ತೆ. എന്നാൽ ಆದರೆ ഒരു ദൈവ പൈതൽ ಒಬ್ಬ ದೇವರ ಮಗನು ദൈവമായിട്ട് ബന്ധമുള്ളവൻ ದೇವರೊಂದಿಗೆ ಸಂಬಂಧ ಉಳ್ಳವನು ആ വെളിച്ചത്തിൽ കാണുന്നത് ಆ ಬೆಳಕಿನಲ್ಲಿ ಅವನ ಬೆಳಕಿನಲ್ಲಿ ಅವನು ಕಾಣೋದು നിത്യതയെ കുറിച്ചാണ്. ನಿತ್ಯ ಜೀವದ ಕುರಿತಾಗಿರುತ್ತದೆ. ഹല്ലേലൂയ. ಆಮೆನ್. സ്വർഗ്ഗത്തെ കുറിച്ചാണ്. ಪರಲೋಕದ ಕುರಿತಾಗಿರುತ್ತದೆ. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಕುರಿತಾಗಿರುತ್ತದೆ. യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಕುರಿತಾಗಿರುತ್ತದೆ. അവൻ കാണുന്നത്. ಅವನು ಕಾಣುವಂತದ್ದು. ഹല്ലേലൂയ. അങ്ങനെ രണ്ട് വിളക്കുണ്ട്. ಹೀಗೆ ಎರಡು ಬೆಳಕಿದೆ. ഇവിടെ ഭൂമിയിൽ ഒരു വിളക്കുണ്ട്. ಭೂಮಿಯಲ್ಲಿ ಒಂದು ಬೆಳಕಿದೆ. ഈ വിളക്കിൽ ಈ ಬೆಳಕಿನಲ್ಲಿ നടക്കുന്നവർക്കെല്ലാം ನಡೆಯುವವರಿಗೆಲ್ಲ പ്രശ്നങ്ങളാണ്. ಸಮಸ್ಯೆಗಳಾಗಿದೆ. പ്രശ്നങ്ങളാണ്. ಸಮಸ್ಯೆಗಳು. ഗ്യാരണ്ടി ഇല്ല. ಗ್ಯಾರಂಟಿ ಇಲ್ಲ. വെറും ഹല്ലേലൂയ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ಸ್ವಲ್ಪ ಸಮಯ ಮಾತ್ರ ಅವರಿಗಿರೋದು. പിന്നെ ഒരു രാത്രി വരാൻ പോകുന്നു. ನಂತರ ಒಂದು ರಾತ್ರಿ ಬರಕ್ ಹೋಗ್ತಿದೆ. പിന്നെ നേരം വെളുക്കാൻ അടുത്ത വെളിച്ചം കാണണമെങ്കിൽ ನಂತರ ಅಲ್ಲಿ ಮುಂಜಾನೆ ಆಗಬೇಕು ಮುಂದಿನ ಬೆಳಕನ್ನ ಕಾಣಬೇಕಂದ್ರೆ. ഈ വെളിച്ചം അങ്ങനെയല്ല. ಆದ್ರೆ ಈ ಬೆಳಕು ಹಾಗಲ್ಲ. രാത്രിയുമില്ല പകലുമില്ലാത്ത ഒരുപോലെ ഒരു ദൈവം ರಾತ್ರಿಯೂ ಇಲ್ಲ ಹಗಲೂ ಇಲ್ಲ ಅನ್ನುವಂತ ರೀತಿಯ ಒಂದೇ ರೀತಿಯಾದ ದೇವರ ಬೆಳಕು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹalleluya. ആമേൻ. ശ്രദ്ധിക്കുക. ಗಮನಿಸ್ರಿ. മറ്റേതിനെ കാത്തിരിക്കണം. ಬೇರೆ ಇನ್ನೊಂದು ಬೆಳಕು ಬರಬೇಕು ಕಾದಿರಬೇಕು. 6 മണിക്ക് സൂര്യൻ ഉദിക്കും. ನಾಳೆ 6 ಗಂಟೆಗೆ ಸೂರ್ಯನು ಉದಯಿಸ್ತಾನೆ. ഉദിച്ചാലും എന്തൊക്കെ ആവുമെന്ന് നമുക്കറിയാം. ಉದಯಿಸಿದ್ರೆ ಏನೆಲ್ಲ ಆಗುತ್ತೆ ಅನ್ನೋದು ನಮಗೆ ಗೊತ್ತು. കഴിഞ്ഞ ദിവസം ആയത് പോലെ ആകത്തുള്ളൂ. ಕಳೆದ ದಿನ ಇದ್ದಂತೆನೇ ಇರುತ್ತಷ್ಟೇ. എന്നാൽ ഈ സൂര്യൻ അങ്ങനല്ല. ಆದ್ರೆ ಈ ಸೂರ್ಯನ ಹಾಗಲ್ಲ. ഓരോ സമയത്തും ಒಂದೊಂದು ಸಮಯದಲ್ಲಿ ഓരോ ദിവസവും ಒಂದೊಂದು ದಿನವೂ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ನನಗಾಗಿ ನಿಮಗಾಗಿ എന്തൊക്കെ വേണമോ ಏನೆಲ್ಲ ആ ಬೇಕೋ രീതിയിലായിരിക്കും പ്രകാശം ಆ കൊണ്ടുവരുന്നത്. ರೀತಿಯಲ್ಲಿ ಆಗಿರುತ್ತೆ ಆ ಬೆಳಕು ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಾಶಿಸೋದು. ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. യഹോവ എന്റെ വെളിച്ചം. ಯೆಹೋವನು ನನಗೆ ಬೆಳಕು. എന്റെ വെളിച്ചം യഹോവ. ನನ್ನ ಬೆಳಕು ಯೆಹೋವನು. എന്റെ വെളിച്ചം യഹോവ. ನನ್ನ ಬೆಳಕು ಯೆಹೋವನು. അപ്പോൾ ഈ ലോകത്തിലെ സൂര്യൻ ഉള്ളതുകൊണ്ടാണ് ಆಗಿರೋದಾದ್ರೆ ಈ ಲೋಕದ ಸೂರ್ಯನ್ ಇರೋದ್ರಿಂದ ಆಗಿದೆ. ഈ ലോകത്തിലെ പലതും നമുക്ക് കാണാൻ കഴിയുന്നത്.
കഴിയുന്നത്. ಈ ಲೋಕದಲ್ಲಿರುವಂತ ಅನೇಕ ವಿಷಯಗಳನ್ನ ನಾವು ಕಾಣಲಿಕ್ಕೆ ಆಗುತ್ತಿರೋದು. അപ്പനെ കാണാൻ കഴിയും, ತಂದೆ ನೋಡ್ಬೋದು, സൂര്യന്റെ വെളിച്ചത്തിലേ കാണാൻ പറ്റും, ಸೂರ್ಯನ್ ಬೆಳಕಿದ್ರೆ ತಾನೇ ನೋಡಕ್ಕಾಗೋದು, അല്ലെങ്കിൽ വേറെ വിളക്ക് കത്തിക്കണ്ടേ, ಇಲ್ದೇ ಇದ್ರೆ ಬೇರೆ ಬೆಳಕು ಹತ್ತಿಸಬಾರ್ದ, അല്ലെങ്കിൽ എങ്ങനെ അപ്പനും അമ്മയും കാണുന്നത്, ಇಲ್ದೇ ಇದ್ರೆ ನಿಮ್ಮ ತಂದೆ ತಾಯಿಯನ್ನ ಕಾಣೋದು, അപ്പനും അമ്മയും മക്കളെ കാണുന്നത്, ನಮ್ಮ ತಂದೆ ತಾಯಿ ಮಕ್ಕಳನ್ನ ಕಾಣೋದು, നിങ്ങൾ ഓരോന്ന് കാണുന്നത് ನೀವು ಒಂದೊಂದು ವಿಷಯವನ್ನು ಕಾಣೋದು ഈ സൂര്യന്റെ പ്രകാശം കൊണ്ടല്ലേ. ಈ ಸೂರ್ಯನ ಎನರ್ಜಿಯಿಂದ ಅಲ್ವಾ? ഇതില്ലായിരുന്നെങ്കിലോ, ಇಲ್ದೇ ಇದ್ದಿದ್ರೆ തിരിച്ച് സൂര്യൻ അസ്തമിച്ചാലോ, ಬದಲಿಗೆ ಅಥವಾ ಸೂರ್ಯನ್ ಮುಳುಗೋದ್ರೆ കാണുന്നത് എന്തുകൊണ്ട്? ಕಾಣುವಂತದ್ದು ಯಾವ್ದ್ರಿಂದ? ആമേ കെമിക്കലിന്റെ വെളിച്ചം കൊണ്ടല്ലേ. ಕೆಮಿಕಲ್ ನ ಬೆಳಕಿನಿಂದ ಅಲ್ವಾ? ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഒറിജിനൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ಕೆಮಿಕಲ್ ಇರೋದನ್ನ ಕೆಮಿಕಲ್ ಹೇಳ್ತಿದ್ದೇನೆ, ಆದ್ರೆ ಒರಿಜಿನಲ್ ಬರ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಆಮೇ ഇതുകൊണ്ടല്ലേ ഇത് കാണുന്നത്. ಇದರಿಂದ ಅಲ್ವಾ ನಾವು ಕಾಣ್ತಿರೋ? പക്ഷേ ഈ വെളിച്ചത്തിൽ ಆದ್ರೆ ಈ ಬೆಳಕಲ್ಲಿ കാണാൻ കഴിയുന്നത് ಕಾಣ್ಲಿಕ್ಕೆ ಆಗುವಂತದ್ದು രോഗം പിടിച്ചവരെ, ರೋಗ ಹಿಡಿದವರನ್ನ, ശാപം പിടിച്ചവരെ, ಶಾಪ ಹಿಡಿದವರನ್ನ, വേദനപ്പെടുന്നവരെ, ವೇದನೆ ಪಡುವವರನ್ನ, ഭാരപ്പെടുന്നവരെ, ಭಾರಪಡುವವರನ್ನ, നഷ്ടപ്പെടുന്നവരെ, ಕಷ್ಟಪಡುವವರನ್ನ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ, ನಿರೀಕ್ಷೆ ನಷ್ಟವಾದವರನ್ನ, എന്ന യേശുവിന്റെ വെളിച്ചത്തിൽ നീ ಆದ್ರೆ കാണുന്നത് ಯೇಸುವಿನ ಬೆಳಕಲ್ಲಿ ನೀವು ಕಾಣೋದು ആമേ അത്ഭുതങ്ങളായിരിക്കും, ಅದ್ಭುತಗಳನ್ನು, ആമേ സമാധാനപരമായിരിക്കും, ಸಮಾಧಾನವನ್ನು, ആമേ അനുഗ്രഹങ്ങളായിരിക്കും, ಆಶೀರ್ವಾದಗಳನ್ನು ദൈവ ಆಗಿರುತ್ತದೆ, ಪ್ರವೃತ್ತಿಯಾയിരിക്കും. ದೇವರ ಕಾರ್ಯಗಳನ್ನು ಆಗಿರುತ್ತದೆ. നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. ವಿರುದ್ಧವಾಗಿದೆ ಈ ಬೆಳಕಲ್ಲಿ ನಾವು ಕಾಣಕ್ಕಾಗೋದು. ಜೀವಿತದಲ್ಲಿ പല കഷ്ടപ്പാടുകളും, ಅನೇಕ ಕಷ್ಟಗಳು, പല വേദനകളും, ಅನೇಕ ವೇದನೆಗಳು, പല പ്രയാസങ്ങളും, ಅನೇಕ ಪ್ರಯಾಸಗಳು, എല്ലാവരും നീ കാണുന്നുവെങ്കിൽ, ಎಲ್ಲವನ್ನೂ ನೀವು ಕಾಣ್ತಿದ್ರೆ, എല്ലാ നാളും കാണുന്നുവെങ്കിൽ, ಎಲ್ಲಾ ದಿನವೂ ನೀನ್ ಅದನ್ನ ಕಾಣ್ತಿದ್ರೆ, നീ ആയിരിക്കുന്ന പ്രകാശം ನೀನಿರುವಂತ ಬೆಳಕು ഈ ലോകത്തിലെ സൂര്യനില്ല. ಈ ಲೋಕದ ಸೂರ್ಯನಿಂದ ಆಗಿದೆ. അതിനൊരു മാറ്റം വരണ്ടേ? ಅದಕ್ಕಾದ್ರೆ ಅದಕ್ಕೊಂದು ಬದಲಾವಣೆ ಬರೋದು അതിനൊരു ಬೇಡವಾ? മാറ്റം വരണ്ടേ? ಆಗಿರೋದಾದ್ರೆ ಅದಕ್ಕೊಂದು ಬದಲಾವಣೆ ಬೇಡವಾ? യേശു എന്ന് നിന്റെ സൂര്യനായി മാറുമോ, ಯೇಸು ಯಾವತ್ತು ನಿನ್ನ ಸೂರ್ಯನಾಗುತ್ತಾನೋ അന്നാണ് നിന്റെ പ്രവൃത്തി ഇവിടെ ആരംഭം കുറിക്കുന്നത്. ಅವಾಗಾಗಿದೆ ದೇವರ ಕಾರ್ಯದ ಆರಂಭ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಉಂಟಾಗುವುದು. നിന്റെ മേലുള്ള വാഗ്ദത്തം പുറത്തു വരാൻ പോകുന്നത്. ಅವಾಗಾಗಿದೆ ನಿನ್ನ ಮೇಲಿರುವಂತ ವಾಗ್ದಾನ ಹೊರಗಡೆ ಬರಲಿಕ್ಕೆ ಆರಂಭವಾಗುವಂತದ್ದು. അന്നാണ് നീ പുതിയതൊന്ന് കാണാൻ പോകുന്നത്. ಅವಾಗಾಗಿದೆ ನೀನು ಹೊಸದನ್ನ ಕಾಣ್ಲಿಕ್ಕಾಗುವಂತದ್ದು. അന്നാണ് നീ കാണാത്തത് കാണാൻ പോകുന്നത്. ಅವಾಗಾಗಿದೆ ನೀನು ಕಾಣದ ಇರುವಂತದ್ದನ್ನು ಕೂಡ ಕಾಣುವಂತದ್ದು. നീ കാണാത്തത് പറഞ്ഞാൽ, ನೀನ್ ಕಾಣದ ಇರುವುದನ್ನ ಹೇಳಿದ್ರೆ, മറ്റുള്ളവർ കാണാത്തത് നീ കണ്ടു പറഞ്ഞാൽ, ಬೇರೆಯವರು ಕಾಣದ ಇರುವುದನ್ನ ನೀನ್ ಕಂಡು ಹೇಳಿದ್ರೆ, നിന്റെ അപ്പൻ വിശ്വസിക്കത്തില്ല, ನಿನ್ನ ಅಪ್ಪ ನಂಬೋದಿಲ್ಲ, അമ്മ വിശ്വസിക്കത്തില്ല, ತಾಯಿ ನಂಬೋದಿಲ್ಲ, പിന്നെയാണോ മറ്റുള്ളവർ വിശ്വസിക്കുന്നത്? ಆಗಿರೋದಾದ್ರೆ ಬೇರೆಯವರು ನಂಬ್ತಾರ? പക്ഷെ നീ കണ്ടതെന്ന് അവർ കണ്ടിട്ടില്ല. ಆದ್ರೆ ನೀವು ಕಂಡದನ್ನ ಅವನು ಕಂಡಿಲ್ಲ. ഇതാ ഒരു ദർശനമുള്ള ദൈവം. ಇವನಾಗಿದ್ದಾನೆ ದರ್ಶನ ಉಳ್ಳಂತ ದೇವರ ಮಗನು. ഹല്ലേലൂയ. ಆಮೆನ್. യഹോവ എന്റെ ಯೆಹೋವನು ನನ್ನ ആമേ വെളിച്ചമാകുന്നു. ಬೆಳಕಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ആമേൻ. ആ വെളിച്ചത്തിലാണ് ಆ ಬೆಳಕಿನಲ್ಲಾಗಿದೆ എന്റെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത്. ನನ್ನ ಭವಿಷ್ಯತ್ತು ആ ಸುರಕ್ಷಿತವಾಗಿರುವಂತದ್ದು. വെളിച്ചത്തിലാണ് ಆ ಬೆಳಕಲ್ಲಾಗಿದೆ. ഈ വെളിച്ചത്തെ കിട്ടാത്തതൊക്കെയും ಈ ಬೆಳಕಲ್ಲಿ ಸಿಗದೇ ಇರುವಂತದ್ದೆಲ್ಲವೂ ആ വെളിച്ചം വരുമ്പോൾ ಆ ಬೆಳಕು ಬರುವಾಗ എനിക്കിതൊക്കെ ഓപ്പൺ ആയിട്ട് ನನಗೆ പോകുന്നത്. ಇದೆಲ್ಲವೂ ತೆರೆದು ಬರುತ್ತದೆ. പലരുടെയും ജീവിതത്തിൽ ಅನೇಕರ ಜೀವಿತದಲ್ಲಿ വിടുതലില്ലാതെ കിടക്കുന്ന വിഷയം, ಬಿಡುಗಡೆ ಇಲ್ಲದೆ ಬಿದ್ದಿರುವ ವಿಷಯ, അവർ ആരാധിക്കാൻ വരുന്നു, ಅವರು ಆರಾಧನೆ ಮಾಡಕ್ ಬರ್ತಿದ್ದಾರೆ, പ്രാർത്ഥിക്കുന്നു, ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದ್ದಾರೆ, സാധാരണ വ്യക്തികളെ പോലെ ಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳ അവർ ಹಾಗೆ ചിന്തിക്കുന്നതും ಅವ್ರು ಚಿಂತೆ ಮಾಡ್ತಿದ್ದಾರೆ, അവർ അറിയുന്നതും ಅವ್ರು ತಿಳಿದಿರೋದು അവർ ಕೂಡ, പ്രാർത്ഥിക്കുന്നതും ಅವ್ರು ಪ್ರಾರ್ಥನೆ അവർ ಮಾಡೋದು ಕೂಡ, ജീവിക്കുന്നതും ಅವ್ರು ಇದರಲ್ಲಿ അവർ ಜೀವಿಸ್ತಿರೋದು ഈ ലോകം തന്നെ സൂര്യൻ. ಅದು ಈ ಲೋಕದ ಸೂರ್ಯನ ಬೆಳಕಲ್ಲಿ. എന്നാൽ ಆದ್ರೆ ചിലരെ നിങ്ങൾ നോക്കിക്കേ, ಕೆಲವರನ್ನ ನೀವು ನೋಡಿ, ഒരു വ്യത്യസ്ത ಒಂದು ಒಂದು ವಿಶೇಷತೆ. ആളെ പേര് പറയുന്നതിൽ വിഷമിക്കല്ലേ, നിങ്ങൾ എല്ലാരും നല്ലവരാ. ವ್ಯಕ್ತಿಯ ಹೆಸರು ಹೇಳೋದ್ರಲ್ಲಿ ಬೇಜಾರಾಗಬೇಡಿ, ಎಲ್ಲರೂ ಒಳ್ಳೆಯವರೇ. നമ്മുടെ സൈലസ് പറയുന്ന ശുശ്രൂഷ, ಇವತ್ತು ನಮ್ಮ ಸೈಲಸ್ ಬ್ರದರ್ ಇಲ್ಲಿ ಸೇವೆ ആ ಮಾಡಿದ್ರು. ഓരോ മുഖം നിങ്ങൾ കണ്ടായിരുന്നോ? ಒಂದೊಂದು ವಾಕ್ಯ ಹೇಳುವಾಗ ಅವ್ರ ಮುಖವನ್ನು ನೀವು ನೋಡಿದ್ರೆ, മുഖത്തിന്റെ ആ ചിരിയും ആ ആ പ്രകാശവും, ಮುಖದ ನಗು, ಆ ಪ್ರಕಾಶ, എന്ത് കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നതാ? ಏನ್ ನೋಡ್ಬಿಟ್ಟಾಗಿದೆ ಅವ್ರ ನಗ್ತಿರೋದು? ഇങ്ങനെ ചിരിക്കുന്നതാ ചോദിക്കും. ಏನ್ ನೋಡ್ಬಿಟ್ಟಾಗಿದೆ ನಗ್ತಿರೋದು? വേറൊന്നുമല്ല, ಏನು ಅಲ್ಲ, ಬೇರೆ ಏನು ಅಲ್ಲ, പ്രകാശത്തെ കണ്ടിട്ട് ಬೇರೊಂದು ಬೆಳಕನ್ನ ಕಂಡುಬಿಟ್ಟು ಆಗ್ತಿದೆ ನಗ್ತಿರುವಂತದ್ದು, യഹോവ എന്റെ ಆಗಿದೆ പ്രകാശം. ನಗ್ತಿರುವಂತದ್ದು. യഹോവ എന്റെ പ്രകാശം. ಯೆಹೋವನು ನನ್ನ ಬೆಳಕು. ഇവരെന്ത് കണ്ടിട്ടാ വിളിച്ചു പറയുന്നത്? ಇವ್ರು ಏನನ್ನ ഇത് ಕಂಡುಬಿಟ್ಟಾಗಿದೆ? ദൈവം തുടങ്ങിയതാണെന്നും ಇದು ದೇವರ ಆರಂಭ ഇത് ಮಾಡಿದ ദൈവം നടത്തുന്നതാണെന്നും ದೇವರು ನಡೆಸ್ತಿರೋದೆಂಬುದಾಗಿ ഇവിടുന്ന് പറയുമ്പോൾ സൗഖ്യമാന്നുള്ളത് ಇಲ್ಲಿಂದ ಹೇಳುವಾಗಲೇ ಅಲ್ಲಿ ಸೌಖ್ಯವಾಗ್ತಿದೆ എന്ത് കണ്ടിട്ടാ പറയുന്നത്? ಏನ್ ನೋಡ್ಬಿಟ್ಟಾಗಿದೆ ಹೇಳ್ತಿರೋದು? യഹോവന്റെ വെളിച്ചത്തിൽ ഞാൻ അത് കാണുന്നു. ಯೆಹೋವನ ಬೆಳಕಿನಲ್ಲಿ ನಾವು ಅದನ್ನು വയറ് ಕಾಣಿಸಿದ್ದೇವೆ. സംബന്ധമായ രോഗം ഞാൻ പറഞ്ഞല്ലോ, ಹೊಟ್ಟೆಗೆ ಸಂಬಂಧಪಟ್ಟ ರೋಗ ಹೇಳಿಲ್ವಾ? യഹോവയുടെ വെളിച്ചത്തിൽ ഞാൻ കാണുന്നത്. ಯೆಹೋವನ ಬೆಳಕಿನಲ್ಲಿ ಕಂಡದ್ದನ್ನಾಗಿದೆ ನಾನು ಹೇಳಿದ್ದು. ഹല്ലേലൂയ. ಆಮೆನ್. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമേ, ನಾನು ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳೇ, യഹോവയുടെ വെളിച്ചം കാണുന്നവൻ ಯೆಹೋವನ ಬೆಳಕನ್ನ ಕಾಣುವವರು മറ്റൊരു വ്യക്തിയിൽ നിന്ന് ಬೇರೊಬ್ಬ ವ್ಯಕ್ತಿಯಿಂದ ഇവൻ വ്യത്യസ്തനായിരിക്കും. ಇವನು ವ್ಯತ್ಯಸ್ತನಾಗಿರ್ತಾನೆ. പ്രാർത്ഥിക്കുന്ന വ്യത്യസ്തനായിരിക്കണം, ಪ್ರಾರ್ಥನೆ ಮಾಡುವವನು ವ್ಯತ್ಯಸ್ತನಾಗಿರ್ಬೇಕು, ആരാധിക്കുന്ന വ്യത്യസ്തനായിരിക്കണം. ಆರಾಧನೆ ಮಾಡುವವನು ವಿಶೇಷತೆ ಉಳ್ಳವನಾಗಿರ್ಬೇಕು. ചിലർ വ്യത്യസ്തനാകാൻ വേണ്ടി ವ್ಯತ್ಯಸ್ತನ നീ ಆಗೋದಕ್ಕಾಗಿ അഭിനയിച്ചാൽ നിൽക്കത്തില്ല. ನೀನ್ ನಾಟಕ ಮಾಡಿದ್ರೆ ಆಗೋದಿಲ್ಲ. ആ അഭിനയൊക്കെ ಆ ನಾಟಕ ಎಲ್ಲ ഒരു ദേഷ്യം വന്നാതെ പോകാനുള്ളതേ ഉള്ളൂ. ಒಂದ್ ಸಿಟ್ಟು ಬಂದ್ರೆ ಆ ನಾಟಕ ಎಲ್ಲ ಉದುರೋಗುತ್ತೆ. അഭിനയം നിൽക്കത്തില്ല. ಆ ನಾಟಕ ನಿಲ್ಲೋದಿಲ್ಲ. ഹല്ലേലൂയ. പലരും വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നത് ಅನೇಕರು ಪರಿಶುದ್ಧ ಜೀವಿತವನ್ನು ಬೇರ್ಪಡಿಸೋದು അഭിനയത്തിലൂടെയാണ്. ನಾಟಕದ ಮೂಲಕವಾಗಿದೆ. പലരും ആത്മീയ ജീവിതം കാണിക്കുന്നത് ಅನೇಕರು ಆತ್ಮಿಕ ಜೀವಿತ ತೋರಿಸೋದು അഭിനയത്തിലൂടെയാണ്. ನಾಟಕದ ಮೂಲಕವಾಗಿದೆ. എന്നാൽ ಆದ್ರೆ യഹോവയുടെ വെളിച്ചത്തിൽ നടക്കുന്നവൻ ಯೆಹೋವನ ಬೆಳಕಿನಲ್ಲಿ ನಡೆಯುವವರು അഭിനയമല്ല, അത് ഒറിജിനൽ ആയിരിക്കും. ಆ ನಾಟಕವಲ್ಲ, ಅದು ಯಥಾರ್ಥವಾದದ್ದಾಗಿರ್ತದೆ. ഒറിജിനലിന്റെ ആമേ വെളിച്ചം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. ಯಥಾರ್ಥತೆಯ ಬೆಳಕನ್ನು ಅವನು ಅನುಭವಿಸಲೇ ಇರ್ತಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഈ ലോകത്തിലെ വെളിച്ചത്തിൽ ಈ ಲೋಕದ ಬೆಳಕಲ್ಲಿ രാവിലെ ഒരു പ്രത്യേകത, ബെ- രാവിലെ ഒരു പ്രത്യേകത, ಬೆಳಗ್ಗೆ ಒಂದು ವಿಶೇಷತೆ, ഉച്ചയ്ക്ക് ഒരു പ്രത്യേകത, ಮಧ್ಯಾಹ್ನ ಒಂದು ವಿಶೇಷತೆ, വൈകിട്ട് ഒരു പ്രത്യേകത. ಸಂಜೆ ಒಂದು ವಿಶೇಷತೆ. അർത്ഥം ಅದರ ಅರ್ಥ രാവിലെ തണുപ്പ്, ಬೆಳಗ್ಗೆ ಚಳಿ, ഉച്ചയ്ക്ക് ചൂട്, ಮಧ್ಯಾಹ್ನ ಬಿಸಿ, വൈകുന്നേരം വീണ്ടും തണുപ്പ് വരുന്നു. ಸಂಜೆ ಆದಾಗ ಪುನಃ ഈ ലോകത്തിലെ ತಣ್ಣಗಾಗ. പ്രകാശം
ಈ ಲೋಕದ ಬೆಳಕಲ್ಲಿ. എന്നാൽ ಆದ್ರೆ ആ പ്രകാശമോ ಆ ಬೆಳಕು രാവിലെയും വൈകിട്ടും ಬೆಳಿಗ್ಗೆಯೂ ಸಂಜೆ ഉച്ചയ്ക്കോ ಮಧ್ಯಾಹ್ನ ഒരേപോലെ ಒಂದೇ ರೀತಿ, കൂടുതലുമല്ല കുറയലുമല്ല, ಹೆಚ್ಚು ಅಲ್ಲ ಕಡಿಮೆಯೂ ಅಲ್ಲ, എപ്പോഴും ഒരേപോലെ വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ಯಾವಾಗ್ಲೂ ಒಂದೇ ರೀತಿ ಬಿಡುಗಡೆ ಮಾಡುವ ದೈವ ಸಾನ್ನಿಧ್ಯ, ഒരുപോലെ പ്രകാശിക്കുന്ന ദൈവ സാന്നിധ്യം ಒಂದೇ ರೀತಿ ಪ್ರಕಾಶಿಸುವ ದೈವ ಸಾನ್ನಿಧ್ಯ അവിടെ ഉണ്ട്. ಅಲ್ಲಿದೆ. ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್. ചിലര് ഹല്ലേലൂയ ഈ രക്ഷിക്കപ്പെടാത്തവർ ರಕ್ಷಣೆ ಹೊಂದದೇ ಇರೋರು കാര്യങ്ങൾ അറിയാൻ വേണ്ടി ವಿಷಯಗಳನ್ನು ತಿಳ್ಕೊಳಕ್ಕಾಗಿ രാശി വെച്ച് നോക്കാറുണ്ടല്ലേ? ಅವ್ರ ರಾಶಿಗಳನ್ನ ನೋಡ್ತಾರಲ್ಲ, അത് നോക്കിയിട്ട് പറയും ഓരോ കാര്യങ്ങൾ. ನೋಡ್ಬಿಟ್ಟು ಒಂದೊಂದು ವಿಷಯಗಳನ್ನ ഓ, ഇത് ಹೇಳ್ತಾರೆ. നിന്റെ കഷ്ടകാലമാണ്, ಓ, ಇದು ನಿನ್ ಕಷ್ಟದ ಕಾಲ, ഇന്ന ദിവസം ഇന്ന ജോലി ചെയ്യണം, ಇಂಥ ದಿನ ಇಂಥ ಕೆಲಸ ಮಾಡಬೇಕು, കല്യാണം വരുമ്പോൾ ಮದುವೆ ಬರುವಾಗ ആമേ നാളെ നോക്കണം, ದಿನ ನೋಡ್ಬೇಕು. അത് അവരെ രാശി തെളിയുന്നത്. ಅದು ಅವರ ರಾಶಿ ಮೂಲಕವಾಗಿ ഈ ತಿಳಿಸೋದು. ലോക സൂര്യന്റെ കീഴിലുള്ള കാര്യങ്ങളാണ്. ಅದು ಈ ಲೋಕದ ಸೂರ್ಯನ ಕೆಳಗಿರೋ ವಿಷಯಗಳು. എന്നാൽ ಆದ್ರೆ യഹോവയെ സൂര്യനിലേക്ക് ಯೆಹೋವನೆಂಬ ಸೂರ್ಯನ ಕೆಳಗಡೆ ನೀನು ಬರೋದಾದ್ರೆ ദിവസങ്ങൾക്ക് പ്രാധാന്യമില്ല. ನಿನಗೆ ದಿನಗಳಿಗೆ ಪ್ರಾಧಾನ್ಯತೆ ಇಲ್ಲ. യെശയ്യാവ് പറയുന്നു, യെശയ്യാവ് പറയുന്നു, ಯೆಶಾಯನು ಹೇಳ್ತಾನೆ, യഹോവയ ദൈവം ಯೆಹೋವ ದೇವರು എന്നും ಎಂದೆಂದಿಗೂ എപ്പോഴും ಯಾವಾಗಲೂ നിനക്ക് നിത്യപ്രകാശമായി ನಿನಗೆ ನಿತ್ಯ ಪ್ರಕಾಶವಾಗಿರುತ್ತಾನೆ. ಆಮೆನ್, ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್. ഈ യേശുവിന്റെ പ്രകാശത്തിലേക്ക് ಯೇಸುವಿನ ಬೆಳಕಿಗೆ ജീവിതം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ಜೀವಿತವನ್ನು ಬಿಟ್ಕೊಡೋದಾದ್ರೆ ചിലത് കാണാൻ ನೀನ್ പോയി, ಕೆಲವನ್ನ ಕಾಣ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಿ, ചിലത് കാണാൻ പോയി. ನೀನ್ ಕೆಲವನ್ನ ಕಾಣ್ಲಿಕ್ಕೆ ഈ ಹೋಗ್ತಿದ್ದಿ. ലോകത്തിലെ പ്രകാശത്തിൽ ಈ ಲೋಕದ ಬೆಳಕಲ್ಲಿ ചിലത് കാണുന്നുവെങ്കിൽ ನೀನ್ ಕೆಲವನ್ನ ಕಾಣ್ತಿದ್ದೆ, കണ്ടാലേ നീ വിശ്വസിക്കും, ಅದನ್ನ ಕಂಡ್ರೇನೆ ನೀನ್ ನಂಬೋದು. കാണാതെ വിശ്വസിക്കാൻ ಕಾಣದೇ പറ്റുന്നില്ല. ಇರೋದನ್ನ ನಂಬಕ್ಕಾಗಲ್ಲ. എന്നാൽ ഇവിടെ കാണാത്തത് ಆದ್ರೆ ಇಲ್ಲಿ ಕಾಣದೇ ಇರುವಂತದ್ದು യേശുവിന്റെ വെളിച്ചം നമ്മൾ കാണും. ಯೇಸುವಿನ ಬೆಳಕಲ್ಲಿ ನಾವು ಕಾಣ್ತೇವೆ. ഇവിടെ നിന്റെ കുടുംബത്തിൽ കാണാത്തത്, ಇಲ್ಲಿ ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಕಾಣದೇ നിന്റെ ಇರೋದು, വേദന നിമിത്തം, ನಿನ್ನ ವೇದನೆ ನಿಮಿತ್ತ, കഷ്ടത നിമിത്തം, ಕಷ್ಟದ ನಿಮಿತ್ತ ഇവിടെ കാണാത്ത വിടുതൽ ಇಲ್ಲಿ ಕಾಣದೇ ಇರೋ ಬಿಡುಗಡೆ യഹോവയുടെ വെളിച്ചത്തെ നീ കാണും. ಯೆಹೋವನ ಬೆಳಕಿನಲ್ಲಿ ನೀನು ಕಾಣುತ್ತಿ. ദാവീദ് കാണുന്നു, ದಾವಿದನೆ ಕಾಣ್ತಿದ್ದ തന്റെ ജീവിതം ತನ್ನ ಜೀವಿತ ഒരു ഒറ്റപ്പെട്ട ജീവിതം. ಒಂದು ಒಂಟಿತನದ ಜೀವಿತ. ആർക്കും തന്റെ വേദന കാണാൻ പറ്റുന്നില്ല, ಯಾರಿಗೂ ತನ್ನ ವೇದನೆ ಕಾಣಕ್ಕಾಗ್ತಿಲ್ಲ, ആർക്കും തന്റെ കണ്ണീര് കാണാൻ ಯಾರಿಗೂ പറ്റുന്നില്ല. ತನ್ನ ಕಣ್ಣೀರ್ ಕಾಣಕ್ಕಾಗ್ತಿಲ್ಲ. അവൻ ചിന്തിക്കുകയാണ്, ಅವನು ಯೋಚನೆ ಮಾಡ್ತಾನೆ, എന്റെ അപ്പനും എന്നെ വേണ്ടേ, ನನ್ನ ತಂದೆಗೂ ನಾನು ಬೇಡವಾ, എന്റെ ചേട്ടന്മാരെയല്ല ನನ್ನ ಅಣ್ಣಂದಿರಲ್ಲ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ಒಳ್ಳೆ ಆಹಾರ ತಿನ್ನುತ್ತಾ മെയിൻ മിലിറ്ററികളായിട്ട് ಮುಖ್ಯ ಮಿಲಿಟರಿಗಳಾಗಿ പേരുള്ളവരായിട്ട് നിൽക്കുമ്പോൾ ಹೆಸರುಳ್ಳವರಾಗಿ ನಿಂತಿರುವಾಗ എന്നെ ആടിനെ മേയ്ക്കാൻ വിട്ടിട്ട് ನನ್ನನ್ನು ಕುರಿ ಮೇಯಿಸುವುದಕ್ಕಾಗಿ ಬಿಟ್ಟು മേയ്ക്കാൻ വിട്ടിട്ട് ಮೇಯಿಸುವುದಕ್ಕಾಗಿ എന്നെ ಬಿಟ್ಟು ഒരു നല്ല സ്ഥലത്തിൽ വിട്ടില്ലല്ലോ ನನ್ನನ್ನು ಒಂದು ಒಳ್ಳೆ ಸ್ಥಳಕ್ಕೆ ಬಿಟ್ಟಿಲ್ವಲ್ಲ എന്ന് ഇവൻ വേദനപ്പെടുകയാണ്, ಎಂಬುದಾಗಿ ಇವನು ವೇದನೆ എന്ന് ಪಡ್ತಿದ್ದಾನೆ, ഇവൻ വേദനപ്പെടുകയാണ്. ಎಂಬುದಾಗಿ ಇವನು ವೇದನೆ ആരോ ಪಡ್ತಿದ್ದಾನೆ. ഇതിനകത്ത് ಯಾರೋ ಇದರೊಳಗಡೆ സഹോദരങ്ങളുടെ മധ്യേ, ಸಹೋದರರ ಮಧ್ಯದಲ್ಲಿ, സഹോദരങ്ങളുടെ ഒരു കൂട്ടത്തിൽ ಸಹೋದರಿಯರ ಗುಂಪಿನ ಮಧ್ಯದಲ್ಲಿ സ്വന്തം വേദന പുറത്ത് പറയാതെ ಸ್ವಂತ ವೇದನೆಯನ್ನು ಹೊರಗಡೆ ಹೇಳಿಕ್ಕಾಗದೆ വേദനിക്കുന്ന ആരോ ഇതിനകത്തിരിക്കുന്നു. ವೇದನೆ ಪಡುವಂತ ಯಾರೋ ಇದರೊಳಗಡೆ ಇದ್ದೀರಿ. ഇന്ന് പകല് ಇವತ್ತು ಹಗಲು നിന്നോടാ തോന്നുക, ನಿನಗೆ ಆಗಿದೆ ಈ ನಿನ್ನೋಡ ದೈವೋಕ್ತಿ, ದೂರ. ನಿನಗಾಗಿದೆ ಈ അവര് ಆಲೋಚನೆ. ഈ സൂര്യന്റെ കീഴില, ಅವರೆಲ್ಲರೂ ಈ ಸೂರ್ಯನ ಕೆಳಗಾಗಿದೆ. പക്ഷെ ദൈവം ಆದ್ರೆ ದೇವರು നിന്നെ ദൈവത്തിന്റെ സൂര്യന്റെ കീഴിലാക്കാൻ പോവുകയാണ്, ನಿನ್ನನ್ನ ಯೇಸು ಎಂಬ ನೀತಿ ಸೂರ್ಯನ ಕೆಳಗಡೆಗೆ ಉಂಟು ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇನೆ, കീഴിലാക്കാൻ പോവുകയാണ്. ಅದ್ರ ಕೆಳಗಡೆ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾನೆ. ഞാനിത് ആളെ എനിക്കറിയാം, ഞാൻ പറയാൻ പോകുന്നില്ല, അവരത് അനുഭവിക്കുന്നുണ്ട്. ಯಾರ್ಯಾರು ಅನುಭವಿಸಿದ್ದೀರಿ ಎಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತು, ಆದ್ರೆ ವ್ಯಕ್ತಿಯ ಹೆಸರನ್ನು ನಾನು ಹೇಳೋದಿಲ್ಲ. ഞാൻ ഇവിടുത്തെ വചനത്തിൽ ಯಾಕಂದ್ರೆ ಇಲ್ಲಿಯ ವಾಕ್ಯ തലേ കൈവച്ച് പറഞ്ഞ കാര്യമില്ല. ತಲೆ ಕೈ ಇಟ್ಟು ಏನನ್ನು ಹೇಳ್ಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. എന്നെ കേൾക്കുന്നില്ലേ? ശ്രദ്ധിക്കണം. ನನ್ನ ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳಿಗೆ ಗಮನಿಸಿ. ദാവീദിന്റെ ജീവിതം ഇതേപോലെ ದಾವಿದನ ಜೀವಿತದಲ್ಲಿ ಇದೇ അവന് ರೀತಿ ഒറ്റയ്ക്ക് നാടുകളെ മേയ്ക്കും. ಅವನು ಒಂಟಿಯಾಗಿದ್ದು ಕುರಿಗಳನ್ನು ಮೇಯಿಸಿದ. ഈ സൂര്യന്റെ കീഴിൽ ಈ ಸೂರ್ಯನ ಕೆಳಗಡೆ ഇശായിയുടെ ചേട്ടന്മാരെല്ലാം ಇಷಯನ ಅಣ್ಣಂದಿರಲ್ಲ യോഗ്യമാരായിട്ട് നിൽക്കുന്നു. ದಾವಿದನ ಅಣ್ಣಂದಿರಲ್ಲ ಯೋಗ್ಯರಾಗಿ ನಿಂತಿದ್ದಾರೆ. ഏറ്റവും ഇളയവൻ ಬಹಳ ಚಿಕ್ಕವನು നാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. ಆ ಕಾಡಲ್ಲಿ ಹಾಲಲ್ಲಿ ಕುರಿಗಳನ್ನು ഈ ಮೇಯಿಸಿದ್ದಾನೆ. സമയത്ത് ಈ ಸಮಯದಲ್ಲಿ അവൻ വേറൊരു പ്രകാശം കണ്ടു. ಅವನು ಬೇರೊಂದು ಪ್ರಕಾಶವನ್ನು അവന്റെ ಕಂಡು ആരാധനയിൽ, ಅವನ അവന്റെ ಆರಾಧನೆಯಲ್ಲಿ, സ്തോത്രത്തിൽ, ಅವನ അവന്റെ ಸ್ತೋತ್ರದಲ್ಲಿ, സ്തുതിയിൽ, ಅವನ ಸ್ತುತಿಯಲ್ಲಿ, അവന്റെ കണ്ണുനീരിൽ, ಅವನ ಕಣ್ಣೀರಲ್ಲಿ, അവന്റെ പ്രാർത്ഥനയിൽ ಅವನ ആ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ പ്രകാശം ಆ കണ്ടപ്പോഴാണ് ಪ್ರಕಾಶವನ್ನ ಕಂಡಾಗ ദാവീദ് എഴുതിയത്, ದಾವಿದನು ಬರೆದಿದ್ದು, യഹോവ ಯೆಹೋವನು എന്റെ നിത്യപ്രകാശമാണ്. ನನಗೆ ನಿತ್ಯ ಬೆಳಕಾಗಿದ್ದಾನೆ. യഹോവയാണ് എന്റെ വെളിച്ചം. ಯೆಹೋವನೇ ನನ್ನ ಬೆಳಕು. അപ്പനിൽ കിട്ടാത്ത വെളിച്ചം ഇവിടെ എനിക്ക് കിട്ടുന്നു. ಅಪ್ಪನಿಂದ ಸಿಗದೇ ಇರೋ ಬೆಳಕು ನನಗೆ ಇಲ್ಲಿಂದ ಸಿಗ್ತಿದೆ. എന്റെ ചേട്ടന്മാരിൽ കിട്ടാത്ത പ്രകാശം വെളിച്ചം എനിക്ക് ഇവിടെ കിട്ടുന്നു. ನನ್ನ ಅಣ್ಣಂದಿರಿಂದ ಸಿಗದೇ ಇರುವಂತ ಬೆಳಕು ನನಗೆ ಇಲ್ಲಿ ಸಿಗುತ್ತಾ ಇದೆ. മിലിറ്ററിയിൽ കിട്ടാത്ത വെളിച്ചം കാട്ടിൽ എനിക്ക് ലഭിക്കുന്നു. ಸೈನ್ಯದಲ್ಲಿ ಸಿಗದೇ ಇರುವಂತ ಬೆಳಕು ಕಾಡಿನಲ್ಲಿ ನನಗೆ ಸಿಗುತ್ತಾ ಇದೆ. പേരുള്ളിടത്ത് കിട്ടാത്ത വെളിച്ചം എനിക്ക് വാമേ മരുഭൂമിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ಹೆಸರಿರುವ ಸ್ಥಳದಲ್ಲಿ ಸಿಗದೇ ಇರುವಂತ ಬೆಳಕು ನನಗೆ ಮರುಭೂಮಿಯಲ್ಲಿ ಸಿಗುತ್ತಾ ಇದೆ. ഒന്നുമില്ലാത്ത ಏನು ಇಲ್ಲದಿರುವ ഏതുമില്ലാത്ത സാഹചര്യത്തിൽ ಯಾವುದು ಇಲ್ಲದೆ ಇರುವ ಪರಿಸ್ಥಿತಿ ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ ಯಾರಾದ್ರೂ ಜೀವಿಸ್ತಾ ಇದ್ದಾರೆ, യേശു നിനക്ക് പ്രകാശമാകുകയാണെങ്കിൽ ಯೇಸು ನಿನಗೆ ಬೆಳಕಾಗೋದಾದ್ರೆ മറ്റാർക്കും കിട്ടാത്തത് ಬೇರೆ ಯಾರಿಗೂ ಸಿಗದೇ നീ ಇರುವಂತದ್ದು അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ನೀನು ಅನುಭವಿಸುತ್ತಲೇ ಇರುತ್ತಿ. ഹല്ലേലൂയ. ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್. എല്ലാവർക്കും എല്ലാം ഉള്ളപ്പോൾ, ಎಲ್ಲರಿಗೂ ಎಲ್ಲವೂ ಇರುವಾಗ, എല്ലാവർക്കും പേരുള്ളപ്പോൾ, ಎಲ್ಲರಿಗೂ ಹೆಸರಿರುವಾಗ, ഞങ്ങളെ പോലെയുള്ളവർ ನಿಮ್ಮ ಹಾಗಿರುವವರು ഈ ലോകത്തിനും വേണ്ട, ಈ ಲೋಕಕ್ಕೂ ಬೇಡ, വീടിനും കൊള്ളില്ല, ಮನೆಗೂ ಬೇಡ, നാട്ടിനും കൊള്ളത്തില്ല, ಊರಿಗೂ ಪ್ರಯೋಜನ ಇಲ್ಲ, ഒന്നിനും കൊള്ളത്തവരായിരുന്നു, ಯಾವುದಕ್ಕೂ ಪ್ರಯೋಜನ ಇಲ್ಲದವರಾಗಿರ್ಬೋದು, പഠിക്കാൻ കൊള്ളത്തില്ല, ವಿದ್ಯಾಭ್ಯಾಸಕ್ಕೆ ഒരു ಯೋಗ್ಯತೆ ಇಲ್ಲ, നല്ല കാര്യത്തിന് കൊള്ളത്തില്ല. ಯಾವ ಒಳ್ಳೆ ಕಾರ್ಯಕ್ಕೂ ಯೋಗ್ಯತೆ ಇಲ್ಲ. ಆದ್ರೆ ಯೇಸು എന്റെയും ನನ್ನ നമ്മുടെ പ്രകാശമായപ്പോൾ ನನ್ನ ಮತ್ತು ನಮ್ಮ ಪ್ರಕಾಶವಾದಾಗ എല്ലാവർക്കും കൊള്ളുന്നതിനായി മാറി. ಎಲ್ಲರಿಗೂ
ಯೋಗ್ಯರಾಗಿ ದೇವರು ನಮ್ಮನ್ನು ಮಾರ್ಪಡಿಸುವವರಾಗಿದ್ದಾರೆ. ആരൊക്കെ നിന്നെ കൊള്ളത്തില്ലെന്ന് പറയും, ಯಾರೆಲ್ಲ ನೀವು ನಿಮ್ಮನ್ನ ಪ್ರಯೋಜನ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರು, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ಯಾರೆಲ್ಲ ನಿನ್ನ ತಳ್ಳಿ ಬಿಟ್ಟರು, യഹോവ നിന്റെ പ്രകാശമാകുകയാണെങ്കിൽ ಯೆಹೋವನು ನಿನ್ನ ಬೆಳಕಾಗೋದಾದ್ರೆ അവരൊക്കെ ഈ നാളെ ಅವರೆಲ್ಲರೂ ನಾಳೆ നിന്നെ നല്ലത് പറയത്തക്കവണ്ണം ನೀನು ಒಳ್ಳೆಯವನೆಂಬುದಾಗಿ ಹೇಳತಕ್ಕ ദൈവം ರೀತಿಯಲ್ಲಿ ഈ പ്രകാശം നിന്റെ മേൽ ജ്വലിപ്പിക്കും. ದೇವರು ತನ್ನ ಬೆಳಕನ್ನ ನಿನ್ನ ಮೇಲೆ ಪ್ರಚುರಪಡಿಸ್ತಾನೆ. എല്ലാ സ്നേഹവും നഷ്ടപ്പെട്ടപ്പോൾ ಎಲ್ಲ ಪ್ರೀತಿಯು ನಷ್ಟವಾದಾಗ ദാവീദ് പറയുന്നു, ದಾವೀದನು ಹೇಳ್ತಾನೆ, എനിക്ക് നഷ്ടപ്പെടാത്ത ഒരു സ്നേഹമുണ്ട്, ನನಗೆ ನಷ್ಟವಾಗದೇ ಇರುವಂತ ಒಂದು ಪ್ರೀತಿ ಇದೆ, അതെന്റെ യേശുവിന്റെ വെളിച്ചമാണ്, ಅದು ನನ್ನ ಯೇಸುವಿನ ಬೆಳಕಿನಲ್ಲಾಗಿದೆ. യഹോവ എന്റെ വെളിച്ചം. ಯೆಹೋವ ನನ್ನ ಬೆಳಕು. ഹല്ലേലൂയ. അത് തെളിയിക്കണ്ടേ? ಅದು ആരാണ്? ಅದು ಪ್ರೂವ್ ಮಾಡೋದು ಬೇಡವಾ? ആരാണ് തെളിയിക്കണ്ടേ? ಯಾರು ಅಂತ ಪ್ರೂವ್ ಮಾಡೋದು ಬೇಡವಾ? യോഹന്നാൻ 8:12 തെളിയിക്കുന്നു. ಯೋಹಾನ ಬೆಳೆಸುವ ವಾರ್ತೆ 8:12 ವಾಕ್ಯದಲ್ಲಿ ಅದನ್ನ ಪ್ರೂವ್ ദാവീദ് ಮಾಡಲಾಗಿದೆ. ഇവിടെ പറഞ്ഞ പ്രവചനത്തെ ದಾವೀದನು ಇಲ್ಲಿ ಹೇಳಿದ ಪ್ರವಾದನೆಯನ್ನ യേശു ഇവിടെ വരുന്നതിന് മുമ്പ് ಯೇಸು ಇಲ್ಲಿ ಬರೋದಕ್ಕಿಂತ ಮುಂಚೆ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ಸರಿಸುಮಾರು 1500 ವರ್ಷಗಳ ಹಿಂದೆ ദാവീദ് ದಾವೀದನು ಪ್ರವಾದಿಸಿದ ಅನುಭವಿಸಿದ ഈ പ്രവചന, ഈ വെളിപ്പാട്, ಈ ಪ್ರಕಟಣೆ ಮತ್ತು ಈ ಪ್ರವಾದನೆ അതെന്തെന്ന് ಅದೇನೆಂಬುದಾಗಿ അപ്പോസ്തലനായ യോഹന്നാൻ, ಅಪೊಸ್ತಲನಾದ ಯೋಹಾನನು യോഹന്നാന്റെ സുവിശേഷം ಯೋಹಾನ ಬರೆಸುವ ವಾರ್ತೆಯಲ್ಲಿ 8:12 8:12 അത് ವಾಕ್ಯದಲ್ಲಿ പൂരിപ്പിക്കപ്പെടുന്നു. ಅದನ್ನ ಪೂರ್ತಿಗರಿಸಿದ್ದಾನೆ. എന്താ വായിച്ചാട്ടെ? ಏನಾಗಿದೆ ಓದ್ರಿ. ಯೇಸು ತಿರುಗಿ ಅವರ ಸಂಗಡ ಮಾತನಾಡಲಾರಂಭಿಸಿ, ನಾನೇ ಲೋಕಕ್ಕೆ ಬೆಳಕು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ വീണ്ടും പൂരിപ്പിക്കുന്നു. ಯೋಹಾನನ ಪುನಃ ಪೂರ್ತಿಗರಿಸಿದ್ದಾನೆ. യോഹന്നാൻ സുവിശേഷം ಯೋಹಾನ ಬರೆಸುವ ವಾರ್ತೆ 1:9 വാക്യത്തിൽ 1:9 ವಾಕ್ಯದಲ್ಲಿ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ಓದೋಣ. ആമേൻ. ನಿಜವಾದ ಬೆಳಕು ಆ. ಲೋಕಕ್ಕೆ ಬರುವುದಾಗಿತ್ತು. ಆ. ಆ ಬೆಳಕೆ ಪ್ರತಿ ಮನುಷ್ಯನಿಗೂ ಬೆಳಕನ್ನು ಕೊಡುವಂತದ್ದು. ಆ. ಆತನು ಲೋಕದಲ್ಲಿ ಇದ್ದನು ಆ. ಮತ್ತು ಲೋಕವು ಆತನ ಮೂಲಕವಾಗಿ ಉಂಟಾಯಿತು. അതെ, ഹല്ലേലൂയ. ആമേൻ. അത് യേശുവിനെ കുറിച്ചാണ്. ಅದು ಯೇಸುವಿನ ಕುರಿತಾಗಿದೆ. ഇത് 1500 വർഷങ്ങൾക്ക് ശേഷം. ಸುಮಾರು 1500 ವರ್ಷಗಳ ನಂತರ, എന്നാൽ 700 വർഷങ്ങൾക്ക് ശേഷം ಆದ್ರೆ 700 ವರ್ಷದ ನಂತರ യെശയ്യാവ് പ്രവചിച്ചു. ಅಲ್ಲೂಯ ದಾವೀದನು ಬರೆದಂತ 700 ವರ್ಷದ ನಂತರ ಯೆಶಾಯನು ಪ್ರವಾದಿಸಿದನು. യെശയ്യാ പുസ്തകം 60 അധ്യായത്തിൽ ಯೆಶಾಯನು ಬರೆದ ಪ್ರವಾದನೆಗಿಂತ 60 എഴുന്നേറ്റ് ಅಧ್ಯಾಯದಲ್ಲಿ പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. 7 ಪ್ರಕಾಶಿಸು ನಿನಗೆ ಬೆಳಕು ಬಂತು. ഇതാണ് ദാവീദ് ഇവിടെ കാണുന്നത്. ಇದನ್ನಾಗಿದೆ ದಾವೀದನಲ್ಲಿ ಕಾಣ್ತಿರೋದು. ദാവീദ് ഇന്ന് ഇവിടെ കാണുന്നത്. ದಾವೀದನು ಇವತ್ತಿಲ್ಲಿ ಕಾಣ್ತಿರೋದು. തന്റെ ജീവിതത്തിൽ ತನ್ನ ಜೀವಿತದಲ್ಲಿ എനിക്ക് അപ്പലിന് കിട്ടാത്ത, ನನಗೆ ತಂದೆಯಿಂದ ಸಿಗದಿರುವ, അമ്മയിന്ന് കിട്ടാത്ത, ತಾಯಿಯಿಂದ ಸಿಗದಿರುವ, കൂട്ടുകാരിൽ നിന്ന് കിട്ടാത്ത, ಜೊತೆಗಾರರಿಂದ ಸಿಗದಿರುವ, നാട്ടുകാരിൽ നിന്ന് കിട്ടാത്ത, ಊರಿನವರಿಂದ ಸಿಗದಿರುವ, ചേട്ടന്മാരിൽ കിട്ടാത്ത ಅಣ್ಣಂದಿರಿಂದ ಸಿಗದಿರುವ ആ ഒരു പ്രകാശം കാണുന്നു. ಆ ಒಂದು ಬೆಳಕನ್ನ ನಾನು ഈ ಕಾಣ್ತಿದ್ದೇನೆ. പ്രകാശം ಈ ಬೆಳಕು എന്റെ കൂടെ ഉണ്ടെങ്കിൽ ನನ್ನ ಜೊತೆ ಇದ್ರೆ അധികം നാൾ ഇവിടെ ഞാൻ വരാനത്ത് ഇരിക്കത്തില്ല. ಹೆಚ್ಚು ದಿನ ನಾನು ಈ ಕಾಡಿನಲ್ಲಿ ಇರೋದಿಲ್ಲ. എനിക്ക് വേറെ എവിടെയൊക്കെ പോകേണ്ടതുണ്ട്. ನನಗೆ ಬೇರೆ ಎಲ್ಲ ಹೋಗ್ಲಿಕ್ಕಿದೆ. ഈ പ്രകാശം എന്നെ കൊണ്ടുപോകും. ಈ ಬೆಳಕೆ ನನ್ನನ್ನು ഈ ಕರೆದೊಯ್ಯುತ್ತದೆ. പ്രകാശം എവിടെയൊക്കെ കൊണ്ടുപോകുമോ ಈ ಬೆಳಕು ನನ್ನನ್ನ ಎಲ್ಲೆಲ್ಲ ಕರೆದೊಯ್ಯುತ್ತದೆ. അവിടെയൊക്കെ എന്റെ വിഷയം സംസാരിക്കപ്പെടും. ಅಲ್ಲೆಲ್ಲ ನನ್ನ ವಿಷಯವನ್ನು ಅವರು ಮಾತನಾಡ್ತಾರೆ. എന്റെ നിങ്ങളുടെ വിഷയം സംസാരിക്കുന്നുവെങ്കിൽ ಇವತ್ತು ನಿನ್ನ ವಿಷಯ ಯಾರಾದ್ರೂ ಮಾತಾಡ್ತಾ ಇದ್ರೆ ഈ പ്രകാശം കൊണ്ടുപോകുന്നത് ಈ കൊണ്ടാ. ಬೆಳಕು ನಿನ್ನನ್ನು ಕರೆದೊಯ್ತಾ ಇರೋದ್ರಿಂದ ಆಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. എവിടെയാ ദാവീദിനെ സംസാരിച്ചത്? ಎಲ್ಲಾಗಿದೆ ದಾವೀದನ ಬಗ್ಗೆ ಮಾತಾಡಿದ್ದು. ആമേ, ദാവീദ് 10,000 കൊന്നു. ದಾವೀದನು 10,000 ಜನರನ್ನ ಕೊಂದನು. ഹല്ലേലൂയ. ಆಮೆನ್. കാട്ടിലുള്ളവൻ, ಕಾಡಿನಲ್ಲಿರುವವನು, യുദ്ധത്തിന് കൊള്ളത്തില്ലെന്ന് ಯುದ್ಧಕ್ಕೆ ಸಾಮರ್ಥ್ಯವಿಲ್ಲ ಎಂಬುದಾಗಿ തള്ളിക്കളഞ്ഞവൻ, ತಳ್ಳಲ್ಪಟ್ಟವನು, അപ്പൻ തള്ളിക്കളഞ്ഞവൻ, ತಂದೆ ತಳ್ಳಲ್ಪಟ್ಟವನು, സകലതും തള്ളിക്കളഞ്ഞവൻ, ಎಲ್ಲರಿಂದ ತಳ್ಳಲ್ಪಟ್ಟವನು ആമേ, യേശു ಯೇಸು അവന് പ്രകാശമായപ്പോൾ ಅವನು ಬೆಳಕಾದಾಗ ജനം ഇവിടെ പറയുന്നു, ಜನಗಳು ಇಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ, ദാവീദ് 10,000 ದಾವೀದನು 10,000 ಜನರನ್ನ ಕೊಂದನು. ശൗല് രാജാവാണ്, ಸೌಲನು ರಾಜನಾಗಿದ್ದಾನೆ, എല്ലാവരുടെയും വലിയവനാണ്. ಎಲ್ಲರಿಗಿಂತಲೂ ശൗലിനെ കുറിച്ച് ದೊಡ್ಡವನಾಗಿದ್ದಾನೆ. അവര് പാടി, ಅವರೆಲ್ಲರೂ ಸೇರಿ ಆಡಿದ್ರು. അവൻ 1000 കൊന്നു. ಸೌಲನು 1000 ಜನರನ್ನ ಕೊಂದನು. ഹല്ലേലൂയ. വെളിച്ചം നിന്റെ മേലെ വന്നാൽ ಬೆಳಕು ನಿನ್ನ ಮೇಲೆ ಬಂದ್ರೆ ഈ ലോകത്തിലെ ಈ ಲೋಕದ എല്ലാത്തിന്റെ മേൽ ಎಲ್ಲದರ ಮೇಲೆ ദൈവം നിന്നെ മാനിക്കപ്പെടും. ದೇವರು ನಿನ್ನನ್ನು ಮಾನಿಸುವವರಾಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. ആമേൻ. മക്കളെ ശ്രദ്ധിക്കുക. ನನ್ನ ಶಬ್ದ ಕೇಳುವ ದೇವರ ಮಕ್ಕಳು ಗಮನಿಸಿರಿ. തീർന്നിട്ടില്ല. ಮುಗಿದಿಲ್ಲ തീർന്നിട്ടില്ല. ಮುಗಿದಿಲ್ಲ. ഈ വെളിച്ചം അവസാനിക്കത്തില്ല. ಈ ಬೆಳಕು ಕೊನೆಯಾಗೋದಿಲ್ಲ ದಾವಿದನೆ. ഇനി കാണാത്ത കാണാൻ പോയി. ನೀನು ಇನ್ನು ಕಾಣದೇ ಇರುವಂತ ಕೆಲವನ್ನ ಕಾಣುತ್ತಿ. നിന്റെ മേൽ വരുന്ന അഭിഷേകം, ನಿನ್ ಮೇಲೆ ಬರುವ ಅಭಿಷೇಕ, നിന്റെ മേലുള്ള വെളിച്ചം, ನಿನ್ನ ಮೇಲಿರೋ ಬೆಳಕು നിന്നെ ഞാൻ സിംഹാസനത്തിലേക്ക് കയറ്റി. ನಿನ್ನನ್ನು ನಾನು ಸಿಂಹಾಸನಕ್ಕೆ നീ ತಲುಪಿಸ್ತೇನೆ. അറിയാത്ത സ്ഥാനമാനത്തിലേക്ക് നിനക്ക് ನೀ കയറ്റിയിരുന്നു. ತಿಳಿಯದ ಸ್ಥಾನಮಾನಗಳಿಗೆ ನಿನ್ನನ್ನು ಹತ್ತಿಸುತ್ತೇನೆ. വളരെ ശ്രദ്ധയോടിരിക്കുക. ಬಹಳ ಗಮನವಿಟ್ಟು ಕೇಳ್ರಿ. പറയുന്ന ഓരോ ദൂതും ಇಲ್ಲಿ ಹೇಳ್ತಾ ಇರುವಂತ ಒಂದೊಂದು ದೈವೋಕ್ತಿಯು അകത്ത് സ്പർശിക്കുന്നുവെങ്കിൽ ಒಳಗಡೆ ಸ್ಪರ್ಶಿಸ್ತಾ അത് ಇದ್ರೆ നിന്നോടുള്ള ദൂതാണ്. ಅದು ನಿನಗೆ ಇರುವಂತ അത് ಪ್ರವಾದನೆ, നിന്നോടുള്ള ദൂതാണ്. ಅದು ನಿನಗೆ ಇರುವಂತ ಪ್ರವಾದನೆ. ദാവീദേ, നീ അറിയാത്ത കസ്റ്റഡിയിൽ, ದಾವಿದನೆ, ನೀನು ಅರಿಯದ ಕುರ್ಚಿಯಲ್ಲಿ, അറിയാത്ത സിംഹാസനത്തിൽ, ಅರಿಯದೇ ಇರುವ ಕುರ್ಚಿಯಲ್ಲಿ, ಸಿಂಹಾಸನದಲ್ಲಿ, ഈ വെളിച്ചത്തിൽ നടക്കുന്നത് ಈ കൊണ്ട്, ಬೆಳಕಿನಲ್ಲೇ ನೀನು ನಡೀತಿರೋದ್ರಿಂದ, നിനക്കിത് വെളിപ്പെട്ടതുകൊണ്ട് ನಿನಗಿದು ಪ್ರಕಟವಾದದ್ರಿಂದ ഞാൻ നിന്നെ അവിടെ കൊണ്ടിരുന്നു. ನಾನು ನಿನ್ನನ್ನು ತಗೊಂಡಾಗ ಅಲ್ಲಿ ഞാൻ ಕೂರಿಸ್ತೇನೆ. നിന്നെ കൊണ്ടിരുന്നു. ನಾನು ನಿನ್ನ ತೆಗೆದುಕೊಂಡು ಹೋಗಿ ಕೂರಿಸ್ತೇನೆ. ആമേൻ. ശ്രദ്ധിക്കുക. ಗಮನವಿಟ್ಟು ಕೇಳ್ರಿ. യഹോവന്റെ വെളിച്ചം, ಯೆಹೋವನ ಬೆಳಕು, അത് യേശു ഇവിടെ ಅದು തെളിയിക്കുന്നു. ಯೇಸು ಇಲ್ಲಿ ಪ್ರೂವ್ ಮಾಡ್ತಿದ್ದಾನೆ. യേശು പറഞ്ഞു, ಯೇಸು ಹೇಳಿದ್ರು, ഞാൻ ലോകത്തിന്റെ ನಾನು വെളിച്ചമാകുന്നു. ಲೋಕಕ್ಕೆ ಬೆಳಕಾಗಿದ್ದೇನೆ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ನಾನು ಲೋಕಕ್ಕೆ ಬೆಳಕಾಗಿದ್ದೇನೆ, ഞാൻ ലോകത്തിന്റെ ನಾನು വെളിച്ചമാകുന്നു. ಲೋಕಕ್ಕೆ ಬೆಳಕಾಗಿದ್ದೇನೆ. അന്ന് ദാവീദിന്, ಅವತ್ತು ದಾವಿದನಿಗೆ, ഇന്ന് ಅವತ್ತು ದಾವಿದನಿಗೆ, ಇವತ್ತು 12 അപ്പോസ്തലന്മാർക്ക്, 12 ಅಪೊಸ್ತಲರಿಗೆ, ഇന്ന് ಇವತ್ತು സകല അഭിഷേകന്മാർക്ക്, ಎಲ್ಲ ಅಭಿಷಿಕ್ತರುಗಳಿಗೆ, സകല ദൈവമക്കൾക്കും ಎಲ್ಲ ದೇವರ ആ ಮಕ್ಕಳಿಗೂ വെളിച്ചം പ്രകാശിക്കാൻ ಆ ಬೆಳಕು ಪ್ರಕಾಶ ಪಡುತ್ತಲೇ അത് ಇರ್ತದೆ. തുടങ്ങി.
ಅದು ಪ್ರಾರಂಭ ಆಯ್ತು. രണ്ടാമത് പറഞ്ഞു ಎರಡನೇದಾಗಿ ಹೇಳಿದನು യഹോവ എന്റെ രക്ഷമാകുന്നു. ಯೆಹೋವ ನನಗೆ ರಕ್ಷಕನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. അത് യേശു തെളിയിച്ചു. ಅದನ್ನು ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದ್ರು. ആമേ യോഹന്നാൻ, ಯೋಹಾನನು, ആമേ ഹല്ലേലൂയ, സ്നാപ ഹല്ലേലൂയ, സകരിയാവ് ಜಕರಿಯನು പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಹೋದಾಗ ആമേ നിന്റെ ഭാര്യ ನಿನ್ನ ಹೆಂಡತಿ എലിസബത്ത് പ്രസവിക്കും. ನಿನ್ನ ಹೆಂಡತಿಯಾದ sorry. ಎಲಿಸಬೆತಳು മറിയ ഒരു മകനെ പ്രസവിക്കും. ಅವನೊಂದು മറിയ ഒരു മകനെ പ്രസവിക്കും. ಮರಿಯಳು ಒಂದು ಹಾಲೆಲೂಯ ಮಗನನ್ನ ಹೆರುತ್ತಾಳೆ. ഹല്ലേലൂയ. അവൾ പ്രസവിക്കും. ಅವಳು ಪ್ರಸವ ಪಡ್ತಾಳೆ. പരിശുദ്ധാത്മാവിലായിരിക്കും. ಅವಳು ಗರ್ಭ ಧರಿಸುವಂತದ್ದು ಪರಿಶುದ್ಧಾತ್ಮನಿಂದ അവന്റെ ಆಗಿರುತ್ತದೆ. പേരിങ്ങനെ ഇടണം. ಅವನ ಹೆಸರು ಈಗಿಡಬೇಕು. യേശു എന്ന പേരിടണം. ಯೇಸು ಎಂಬುದಾಗಿಡಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. യേശു എന്നിടണം. ಯೇಸು ಎಂಬುದಾಗಿಡಬೇಕು. 27 സങ്കീർത്തനത്തിൽ 27ನೇ ಕೀರ್ತನೆಯಲ್ಲಿ യഹോവന്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ ಯೆಹೋವನು ನನಗೆ ರಕ್ಷಕನು ಅಂತ ಹೇಳಿದ್ರೆ യേശു എന്ന വാക്കിന്റെ അർത്ഥം ಯೇಸು ಎಂಬ ಮಾತಿನ ಅರ್ಥ രക്ഷകൻ എന്നാണ്. ರಕ್ಷಕನು ಅಂತಾಗಿದೆ. രക്ഷകൻ എന്നാണ്. ರಕ್ಷಕನು ಅಂತಾಗಿದೆ. അല്ല, യഹോവന്റെ രക്ഷകൻ. ಯೆಹೋವ ನನ್ನ ರಕ್ಷಕನು. അത് യേശു തെളിയിച്ചു. ಅದು ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದ್ರು. ഞാനാകുന്നു ലോകത്തിന്റെ രക്ഷകൻ. ನಾನೇ ಲೋಕದ ರಕ್ಷಕನು. യേശു തെളിയിച്ചു. ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದ್ರು. യേശു എല്ലായിടത്തും തെളിയിച്ചു. ಯೇಸು ಎಲ್ಲಾ ಸ್ಥಳದಲ್ಲಿ ಪ್ರೂವ್ ಮಾಡಿದ್ರು. കുരുടന്റെ മുമ്പിൽ വന്നിട്ട് തെളിയിച്ചു. ಕುರುಡರ ಮುಂದೆ ಬಂದು ಪ್ರೂವ್ ಮಾಡಿದ್ರು. ഞാനാണ് നിന്റെ രക്ഷകൻ. ನಾನೇ ನಿನ್ನ ರಕ್ಷಕನು. പക്ഷപാതകളുടെ മുമ്പിൽ വന്ന് തെളിയിച്ചു. ಪಾರ್ಶ್ವವಾಯು ರೋಗಿಯ ಬಳಿಗೆ ಬಂದು ಹೇಳಿದ್ರು ഞാനാണ് നിന്റെ രക്ഷകൻ. ನಾನೇ ನಿನ್ನ ರಕ್ಷಕನು. മരിച്ചവനെ കൊണ്ട് തെളിയിച്ചു. ಸತ್ತವರ ಬಳಿಯಲ್ಲಿ ಹೋಗಿ ഞാനാണ് ಯೇಸು ಪ್ರೂವ್ നിന്റെ ಮಾಡಿದ್ರು രക്ഷകൻ. ನಾನೇ ನಿನ್ನ ರಕ್ಷಕನು. ലാസറേ, പുറത്തു വരിക. ಲಾಸರನೇ ಎದ್ದು ಹೊರಗಡೆ ಬಾ. ഒന്നുമില്ലാത്തടത്ത് ಏನು ಇಲ್ಲದ യേശു ಸ್ಥಳದಲ್ಲಿ വന്ന് തെളിയിച്ചു. ಯೇಸು ಬಂದು ಪ್ರೂವ್ ഞാൻ ಮಾಡಿದ್ರು നിന്റെ രക്ഷകൻ. ನಾನೇ ನಿನ್ನ ರಕ್ಷಕನು. ഒന്നുമില്ലാത്തടത്ത് ಏನು ಇಲ್ಲದ യേശു ಸ್ಥಳದಲ್ಲಿ തെളിയിച്ചു. ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದ್ರು ഞാൻ നിന്റെ രക്ഷകൻ. ನಾನೇ ನಿನ್ನ ರಕ್ಷಕನು. സമാധാനമില്ലാത്തടത്ത് ಸಮಾಧಾನವಿಲ್ಲದ ಸ್ಥಳದಲ್ಲಿ യേശു തെളിയിച്ചു. ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದ್ರು ഞാൻ നിന്റെ രക്ഷകൻ. ನಾನ್ ನಿನ್ನ ರಕ್ಷಕನು. സകല വീടുകളിലും ಎಲ್ಲಾ ಮನೆಗಳಲ್ಲೂ യേശു വന്ന് തെളിയിച്ചു. ಯೇಸು ಬಂದು ಪ್ರೂವ್ ಮಾಡಿದ್ರು ഞാനാണ് നിന്റെ രക്ഷകൻ. ನಾನೇ ನಿನ್ನ ರಕ್ಷಕನು. സകല മക്കൾക്കും ಎಲ್ಲಾ ಮಕ್ಕಳಿಗೂ യേശു തെളിയിച്ചു. ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದ್ರು ഞാനാണ് നിന്റെ രക്ഷകൻ. ನಾನೇ ನಿನ್ನ ರಕ್ಷಕನು. സകല മാതാപിതാക്കൾക്കും ಎಲ್ಲಾ ತಂದೆ ತಾಯಿಗಳಿಗೂ യേശു തെളിയിച്ചു. ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದ್ರು ഞാനാണ് നിന്റെ രക്ഷകൻ. ನಾನೇ ನಿಮ್ಮ ರಕ್ಷಕನು. ദാവീദ് പറയുകയാണ്, ದಾವೀದನು ಹೇಳ್ತಿದ್ದಾನೆ യഹോവന്റെ രക്ഷകൻ. ಯೆಹೋವ ನನ್ನ ರಕ್ಷಕನು. അത് സംഭവിച്ചത് ಅದು ಸಂಭವಿಸಿತು. 1500 വർഷങ്ങൾക്ക് ശേഷം ಅದು ನೆರವೇರಿದ್ದು 1500 ವರ್ಷಗಳ ನಂತರ യേശു ക്രിസ്തുവിലൂടെയാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕವಾಗಿದೆ. യേശു ക്രിസ്തുവിലൂടെയാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕವಾಗಿದೆ. റോമർക്ക് ലേഖനം ರೋಮಪತ್ರಿಕೆ 9-ാമത്തെ വായിക്കുന്നു. 9ನೇದಿನಲ್ಲಿ ಓದ್ತೇವೆ. അല്ല സോറി 10-ാമത്തെ വായിക്കുന്നു. 15ನೇದಿನಲ್ಲಿ ಓದ್ತೇವೆ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ಕರ್ತನ ನಾಮವನ್ನು ಕೂಗಿ ಹೇಳುವ ഏവനും ಎಲ್ಲರಿಗೂ രക്ഷിക്കപ്പെടും. ರಕ್ಷಣೆಯಾಗುವುದು. രക്ഷപ്പെടും. ರಕ್ಷಣೆಯಾಗುವುದು. രക്ഷപ്പെടും. ರಕ್ಷಣೆಯಾಗುವುದು. എന്നിലൂടെയല്ലാതെ ನನ್ನ ಮೂಲಕವಾಗಿ ಅಲ್ಲದೆ ആരും രക്ഷപ്പെടത്തില്ല. ಯಾರು ರಕ್ಷಿಸಲ್ಪಡುವುದಿಲ್ಲ. യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ನಾನೇ ಮಾರ್ಗವು ಸತ್ಯವೂ ಜೀವವಾಗಿದೆ. എന്നിലൂടെ അല്ലാതെ ನನ್ನ ಮುಖಾಂತರವಲ್ಲದೆ രക്ഷപ്പെടത്തില്ല. ಯಾರು ರಕ್ಷಿಸಲ್ಪಡೋದಿಲ್ಲ. ആരും രക്ഷപ്പെടത്തില്ല. ಯಾರು ರಕ್ಷಿಸಲ್ಪಡೋದಿಲ್ಲ. ഏത് ശൗലടിച്ചാലും ಯಾವ ಸೌಲನ ಎತ್ತರು അവൻ എന്റെ മുമ്പിൽ വന്നാൽ ಅವನ ನನ್ನ ಮುಂದೆ ಬಂದ್ರೆ അവൻ പൗലോസായി മാറും. ಅವನ್ ಪೌಲನಾಗುತ್ತಾನೆ. അവൻ അപ്പോസ്തലനായി മാറും. ಅವನ ಅಪೊಸ್ತಲನಾಗ್ತಾನೆ. കാരണം ಆಮೆನ್. ഞാനാകുന്നു ലോകത്തിന്റെ രക്ഷകൻ. ಯಾಕಂದ್ರೆ ಕಾರಣ ನಾನಾಗಿದ್ದೇನೆ ಲೋಕದ ರಕ್ಷಕನು. ഞാനാകുന്നു ലോകത്തിന്റെ രക്ഷകൻ. ನಾನಾಗಿದ್ದೇನೆ ಲೋಕದ ರಕ್ಷಕನು. യേശു തെളിയിക്കാൻ പോകുകയാ. ಯೇಸು ಅದನ್ನು ಪ್ರೂವ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. കമ്പിപ്പുരയെ തെളിയിക്കാൻ പോകുകയാ. ಕಂಬಿಪುರದಲ್ಲಿ ಪ್ರೂವ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. ಮೈಸೂರಿನಲ್ಲಿ ದೇವರು ಪ್ರೂವ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. പട്ടണങ്ങളിൽ ചില പട്ടണങ്ങൾ ಕೆಲವು ಪಟ್ಟಣಗಳಲ್ಲಿ ഈ ഉയർപ്പിന്റെ ധ്വനിയിലൂടെ ಈ ಪುನರುತ್ಥಾನದ ಧ್ವನಿ ಅನ್ನುವಂತ ಈ ಸೇವೆಯ ಮೂಲಕ യേശു തെളിയിക്കാൻ പോകുകയാ. ಯೇಸು ಅದನ್ನು ಪ್ರೂವ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾರೆ. യേശു തെളിയിക്കാൻ പോകുകയാ. ಯೇಸು ಅದನ್ನು ಪ್ರೂವ್ ಮಾಡ್ಲಿಕ್ಕೆ അത് ಹೋಗ್ತಿದ್ದಾರೆ. രോഗശാന്തിയിലൂടെ ಅದು തെളിയിക്കും. ರೋಗ ಸೌಖ್ಯದ ಮೂಲಕ ಪ್ರೂವ್ ಮಾಡ್ತಾನೆ. ആന്തരിക സൗഖ്യത്തിലൂടെ തെളിയിക്കും. ಆಂತರಿಕ ಸೌಖ್ಯಗಳ ಮೂಲಕ ಪ್ರೂವ್ ಮಾಡ್ತಾನೆ. ദൈവം തൊട്ട് തെളിയിക്കും. ನಿಮ್ಮನ್ನ ಮುಟ್ಟಿ ಪ್ರೂವ್ ಮಾಡ್ತಾನೆ. യേശു പറയാണ്, ಯೇಸು ಹೇಳ್ತಾರೆ ഞാനാകുന്ന രക്ഷകൻ. ನಾನೇ ರಕ್ಷಕನು. ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? ಯಾರಾದ್ರೂ ಭಾರಪಡ್ತಿದ್ದೀರಾ? എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് ನನಗೆ ಸಹಾಯ ಮಾಡಕ್ಕೆ ಯಾರು ಇಲ್ಲ ಎಂಬುದಾಗಿ ഒരു തെറ്റ് പറ്റി. ನಿಮ್ಗೊಂದು ತಪ್ಪಾಗೋಗಿದೆ. സഹായിക്കാൻ ഒരുവനുണ്ട്. ಸಹಾಯ ಮಾಡಕ್ಕೊಬ್ಬನಿದ್ದಾನೆ. എന്റെ സഹായൻ യേശുവാണ്. ನಿನ್ನ ಸಹಾಯ ಯೇಸುವಾಗಿದ್ದಾನೆ. കാരണം ഞാനാണ് നിന്റെ രക്ഷകൻ. ಯಾಕಂದ್ರೆ ನಾನಾಗಿದೆ ನಿನ್ನ ರಕ್ಷಕನು. ഹല്ലേലൂയ. ಆಮೆನ್. നിന്റെ രക്ഷകൻ നിന്റെ അടുക്കൽ എത്താത്തത കുഴപ്പം. ನೀನು ನಿನ್ನ ರಕ್ಷಕನ ಬಳಿಗೆ ತಲುಪದೇ ಇರೋದಾಗಿದೆ ನಿನ್ನ ತಪ್ಪು. അവൻ നിന്റെ രക്ഷകനായാൽ ಅವൻ ನಿನ್ನ ರಕ್ಷಕನಾದ್ರೆ അവനാണ് നിന്റെ സഹായകൻ. ಅವನಾಗಿದ್ದಾನೆ ನಿನ್ನ ಸಹಾಯಕನು. അവനാണ് സഹായകൻ. ಅವನಾಗಿದ್ದಾನೆ ಸಹಾಯಕನು. യേശു രക്ഷകനാകണമെങ്കിൽ ಯೇಸು ರಕ್ಷಕನಾಗಬೇಕಂದ್ರೆ ഒന്നിലധികം പ്രാവശ്യം നിന്നോട് ഇടപെടണം. ಒಂದಕ್ಕಿಂತ ಹೆಚ್ಚು ಬಾರಿ ನಿನ್ನೊಡನೆ ಒಡನಾಡಬೇಕು. അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ತಾಯಿಯ ಪ್ರೀತಿ ಸಿಕ್ಕಿಲ್ಲ ಅಂದ್ರೆ അവന്റെ സ്നേഹം നിന്റെ മേൽ വരുമ്പോൾ ಅವನ ಪ್ರೀತಿ ನಿನ್ನ ಮೇಲೆ ಬರುವಾಗ അമ്മയല്ല അവനാണ് നിന്റെ രക്ഷകൻ. ತಾಯಿಯಲ್ಲ ಅವನೇ ನಿನ್ನ യേശുവാണ് ರಕ್ಷಕನಾಗಿರ್ತಾನೆ. രക്ഷകൻ തെളിയിക്കാൻ. ಯೇಸುವೆ ನಿನ್ನ ರಕ್ಷಕನಾಗಿರ್ತಾನೆ. അപ്പന്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ತಂದೆ ಪ್ರೀತಿ ಸಿಕ್ಕಿಲ್ಲ ಅಂದ್ರೆ യേശുവാണ് രക്ഷകൻ തെളിയിക്കാൻ. ಯೇಸು ನಿನ್ನ ರಕ್ಷಕನು ಅನ್ನೋದನ್ನ ಪ್ರೂವ್ യേശു ಮಾಡ್ಲಿಕ್ಕೆ നിനക്ക് ഒരു അപ്പനായി മാറും. ಯೇಸು ನಿನಗೊಂದು ಆ ತಂದೆಯಾಗಿ ಮಾರ್ಪಡ್ತಾನೆ. ആംഗ്ലയുടെ സ്നേഹം കിട്ടാത്ത ಅಣ್ಣ ತಮ್ಮಂದಿರ ಪ್ರೀತಿ ಸಿಗದ ആരെങ്കിലും ഭാരപ്പെടുന്നു ಯಾರಾದ್ರೂ ಭಾರಪಡ್ತಿದ್ರೆ യേശു നിനക്ക് ಯೇಸು ನಿನಗೆ ഒരു നല്ല സഹോദരനായി മാറാൻ ಒಂದು പറ്റും. ಒಳ್ಳೆ ಸಹೋದರನಾಗಿ ಮಾರ್ಪಡ್ಲಿಕ್ಕೆ ഒരു ಹೋಗ್ತಿದ್ದಾನೆ. നല്ല സഹോദരനായി ಒಂದು മാറാൻ ಒಳ್ಳೆ പറ്റും. സഹോദರನಾಗಿ നീ ಮಾರ್ಪಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾನೆ. അനാഥ നമ്മുടെ സൈലൻസ് പ്രോഗ്രാമത്തിൽ നീ ഒരു അനാഥയല്ല. ಸೈಲಸ್ ಅವರು ಅಭಿನಯ ಮಾಡಿ ತೋರಿಸಿದ ಹಾಗೆ ನೀವು ಯಾರು നീ ಅನಾಥರಲ್ಲ. ഒരു ಅನಾഥയായിട്ട് ചിന്തിക്കണ്ട. ನೀನೊಂದು ಅನಾಥಳೆಂಬುದಾಗಿ ಚಿಂತೆ നീ ಮಾಡಬೇಡ. ഒരു ಅನಾഥയായിട്ട് ചിന്തിക്കണ്ട. ನೀನೊಂದು ಅನಾಥೆ ಎಂಬುದಾಗಿ ಯೋಚನೆ നിന്നെ ಮಾಡಬೇಡ. അറിയുന്ന ഒരു രക്ഷകനുണ്ട്. ನಿನ್ನ ತಿಳಿದಿರುವಂತ ಒಬ್ಬ നിന്നെ ರಕ್ಷಕನಿದ್ದಾನೆ. കാണുന്ന ഒരു ನಿನ್ನ രക്ഷകനുണ്ട്. ಕಾಣುವಂತ ಒಬ್ಬ ರಕ್ಷಕನಿದ್ದಾನೆ. നിന്റെ വിഷയത്തെ അറിയുന്ന ഒരു രക്ഷകനുണ്ട്. ನಿನ್ನ ವಿಷಯವನ್ನ ತಿಳಿದಿರುವ ಒಬ್ಬ നീ ರಕ್ಷಕನಿದ್ದಾನೆ. ചെയ്യുന്ന നല്ല കാര്യത്തെ കാണുന്ന ഒരു ನೀನು രക്ഷകനുണ്ട്. ಮಾಡುವ ಒಳ್ಳೆ ಕಾರ್ಯಗಳನ್ನ ಕಾಣುವಂತ ಒಬ್ಬ ರಕ್ಷಕನಿದ್ದಾನೆ. ഇന്ന് പകല് ಇವತ್ತಾಗಲು പരിശുദ്ധാത്മാവ് ಪರಿಶುದ್ಧಾತ್ಮನು എന്നോട് ഉറപ്പോടെ പറയുന്നു, ನನ್ನೊಡನೆ ದೃಢವಾಗಿ ಹೇಳ್ತಿದ್ದಾನೆ. നിനക്കൊരു രക്ഷകനുണ്ട്. ನಿನಗೊಬ್ಬ
ರಕ್ಷಕನಿದ್ದಾನೆ. നീ പേടിക്കേണ്ട ನೀನು കാര്യമില്ല. ಭಯಪಡಬೇಕಾದ നീ ಅವಶ್ಯಕತೆ ಇಲ್ಲ. സംശയിക്കണ്ട. ನೀನು ಸಂದೇಹ ಪಡಬೇಡ. അല്ല, നിനക്കൊരു രക്ഷകനുണ്ട്. ನಿನಗೊಬ್ಬ ആ ರಕ್ಷಕನಿದ್ದಾನೆ. രക്ഷകൻ യേശുവാ. ಆ ರಕ್ಷಕನ ഈ ಯೇಸುವಾಗಿದ್ದಾನೆ. ലോകത്തെ പലവരും ಈ ಲೋಕದ ಅನೇಕರು പരിമിതിക്കകത്തുള്ള രക്ഷകനാ. ಪರಿಮಿತಿಗಳ ಒಳಗಡೆ ಇರುವ ರಕ್ಷಕರಾಗಿದ್ದಾರೆ. യേശു ಆದ್ರೆ ಯೇಸು നിന്റെ ജനനം എന്ന് തുടങ്ങിയോ ನಿನ್ನ ಹುಟ್ಟುವಿಕೆ ಯಾವಾಗ ಆಯ್ತೋ അതിന്റെ അവസാനം വരെയും ಅದರ ಕೊನೆಯ ತನಕ നിന്റെ രക്ഷകനായിരിക്കും. ನಿನ್ನ ರಕ್ಷಕನಾಗಿರ್ತಾನೆ. ഹല്ലേലൂയ. അതുകൊണ്ടാ ಆದ ഒരു ಕಾರಣವೇ ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റില്ല. ಯಾವ ಶಕ್ತಿಗೂ ನಿನ್ನನ್ನು ಮುಟ್ಟಕ್ಕಾಗುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. യഹോവന്റെ രക്ഷകൻ. ಯೆಹೋವ ನನ್ನ ರಕ್ಷಕನು. അത് യേശു തെളിയിക്കുകയാണ്. ಅದು ಯೇಸು ಪ್ರೂವ್ ഞാൻ ಮಾಡ್ತಿದ್ದಾನೆ. നിന്റെ രക്ഷകനാ. ನಾನು ನಿನ್ನ ರಕ್ಷಕನಾಗಿದ್ದೇನೆ. ഞാൻ നിന്റെ രക്ഷകനാ. ನಾನು ನಿನ್ನ യേശു ರಕ್ಷಕನಾಗಿದ್ದೇನೆ. നമ്മുടെ രക്ഷകനാണ്. ಯೇಸು ನಮ್ಮ അവൻ ರಕ್ಷಕನಾಗಿದ್ದಾನೆ. രക്ഷകൻ എന്ന് പറഞ്ഞാൽ ರಕ್ಷಕನು ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ എല്ലാത്തും രക്ഷിക്കാൻ കഴിവുള്ളവനാകണം. ಎಲ್ಲದರಲ್ಲೂ ನಮ್ಮನ್ನು ರಕ್ಷಿಸಲಿಕ್ಕೆ ಯೋಗ್ಯನಾದವನಾಗಿರಬೇಕು. അല്ലാത്തവന്റെ പേര് രക്ഷകൻ ഇടരുത്. ಅಲ್ಲದೆ ಇರುವವನ ಹೆಸರು ರಕ್ಷಕನು ಅಂತ ಅಲ್ಲ. യേശു നമ്മളെ ഏത് രക്ഷിച്ചു? ಯೇಸು ನಮ್ಮನ್ನು ಯಾವುದರಿಂದ ರಕ್ಷಿಸಿದನು? പാപത്തിൽ നിന്ന് രക്ഷിച്ചു. ಪಾಪದಿಂದ ರಕ್ಷಿಸಿದನು. ആദാമിന്റെ പാപം. ಆದಾಮನ ಪಾಪ. യഹസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ಯೆಹೆಜ್ಕೇಲನು ಬರೆದ ಪ್ರವಾದನೆಗಳ ಬರುವಾಗ പാപത്തിന്റെ ശമ്പളം. ಪಾಪದ ಸಂಬಳ. പാപത്തിനൊരു ശമ്പളമുണ്ട്. ಪಾಪಕ್ಕೆ ಒಂದು ಸಂಬಳ ಇದೆ. പാപത്തിനൊരു ശമ്പളമുണ്ട്. ಪಾಪಕ್ಕೊಂದು ಸಂಬಳ ಇದೆ. ജോലിക്കൊരു ശമ്പളമുണ്ട്. ಕೆಲಸಕ್ಕೊಂದು ಸಂಬಳ ಇದೆ. ഇതേപോലെ പാപത്തിനൊരു ಇದೇ ശമ്പളമുണ്ട്. ರೀತಿಯಲ್ಲಿ ಪಾಪಕ್ಕೊಂದು ಸಂಬಳ ആ ಇದೆ. ശമ്പളത്തിന്റെ പേരാണ് ಆ ಸಂಬಳದ ಹೆಸರೇ മരണം. ಮರಣ. മരണം. ಮರಣ. സകല മനുഷ്യനോ ಎಲ್ಲಾ ಮನುಷ್ಯನು പാപ നിമിത്തം ಪಾಪದ ನಿಮಿತ್ತ മരിക്കണോ. ಸಾಯಬೇಕು. സകല മനുഷ്യന്റെ പാപം ಎಲ್ಲಾ ಮನುಷ್ಯನ ಪಾಪ യേശു സ്വന്തം ഏറ്റുവാങ്ങി. ಯೇಸು ಸ್ವಂತವಾಗಿ ಒತ್ತುಕೊಂಡನು. ಕಾರಣ ഒരു രക്ഷകൻ എന്ന് പറഞ്ഞാൽ ಒಬ್ಬ ರಕ್ಷಕನು ಅಂದ್ರೆ അവൻ എല്ലാത്തിലും ಅವನು രക്ഷകനായിരിക്കണം. ಎಲ್ಲದರಲ್ಲೂ ರಕ್ಷಿಸಲಿಕ್ಕೆ ಸಾಮರ್ಥ್ಯವುಳ್ಳವನಾಗಿರಬೇಕು. സകല വിഷയത്തെയും ಎಲ್ಲಾ ವಿಷಯದಲ್ಲೂ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ರಕ್ಷಿಸಲಿಕ್ಕೆ ಸಾಮರ್ಥ್ಯವುಳ್ಳವನಾಗಿದ್ದಾನೆ. രക്ഷകൻ എന്ന് പറയുന്നത്. ರಕ್ಷಕನು ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ യേശു നമ്മുടെ പാപത്തെ ಯೇಸು ನಮ್ಮ ಪಾಪವನ್ನ ഏറ്റെടുത്തു. ಒತ್ತುಕೊಂಡನು. നമുക്ക് വേണ്ടി ನಮಗೋಸ್ಕರ കാൽവരി മരിച്ചു. ಕಲ್ವಾರಿಯಲ್ಲಿ ആ ಸತ್ತನು. രക്ഷകൻ എന്നുള്ളത് ಆ ರಕ್ಷಕನು ಅನ್ನೋದು യേശു തെളിയിച്ചു. ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದನು. യേശു തെളിയിച്ചു. ಅವನೇ ರಕ್ಷಕನು ಅನ್ನೋದನ್ನ ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದನು. യേശുവാണ് രക്ഷകൻ. ಯೇಸುವೇ ರಕ್ಷಕನು. ശാപം ಶಾಪ മനുഷ്യനെ വിഴുങ്ങി ಮನುಷ್ಯನನ್ನು ನುಂಗಿತು. തകർച്ചകളുണ്ടായി. ನಾಶನ ಉಂಟಾಯಿತು. മാറുന്നില്ല. ಹೋಗುತ್ತಾ ಇಲ್ಲ. ആമേ രക്ഷകന് മാത്രമേ ರಕ್ಷಕನಿಗೆ ಮಾತ್ರವೇ ആമേ ശാപത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റൂ. ಶಾಪದಿಂದ ಬಿಡುಗಡೆ ಮಾಡ್ಲಿಕ್ಕೆ അവൻ ಆಗೋದು. ക്രൂശിൽ കയറിയിട്ട് ಅವನು ಶಿಲುಬೆಗೆ ಏರಿ ശാപം എടുത്തുകൊണ്ട് ಶಾಪವನ್ನು ಹೊತ್ಕೊಂಡು ക്രൂശിൽ നിന്നുകൊണ്ട് ಶಿಲುಬೆಯಲ್ಲಿ ನಿಂತ್ಕೊಂಡು പ്രഖ്യാപിച്ചു, ಘೋಷಿಸಿದನು, ഞാനാണ് രക്ഷകൻ. ನಾನೇ ರಕ್ಷಕನು, ഞാനാണ് ലോകത്തിന്റെ ನಾನೇ രക്ഷകൻ. ಲೋಕದ ರಕ್ಷಕನು. അവൻ പാപം എടുത്തുകൊണ്ട് ಪಾಪವನ್ನು ಹೊತ್ಕೊಂಡು കാൽവരി കയറിയിട്ട് തെളിയിച്ചു, ಕಲ್ವಾರಿ ಶಿಲುಬೆ ಮೇಲೆ ಹೋಗಿ ಘೋಷಿಸಿದನು, ഞാനാണ് പാപത്തിന്റെ രക്ഷകൻ. ನಾನೇ ನಿಮ್ಮ ಪಾಪದಿಂದಿರುವ ರಕ್ಷಕನು, ഞാനാണ് പാപത്തിന്റെ രക്ഷകൻ. ನಾನೇ ನಿಮ್ಮ ಪಾಪದಿಂದಿರುವ ರಕ್ಷಕನು. അവൻ ഉയർത്തെഴുന്നേറ്റു. ಅವನು ಪುನರುತ್ಥಾನನಾದನು. അവൻ തെളിയിച്ചു, ಅವನು ಪ್ರೂವ್ ಮಾಡಿದನು, ഞാൻ ഉയർപ്പിന്റെ രക്ഷകനാണ്. ನಾನು ಪುನರುತ್ಥಾನದ ರಕ್ಷಕನು, ഞാൻ ഉയർപ്പിന്റെ ನಾನು രക്ഷകനാണ്. ಪುನರುತ್ಥಾನದ ರಕ್ಷಕನು. ഇതിന്റെ പേര് തന്നെ ಈ ಸೇವೆಯ ಹೆಸರೇ ഉയർപ്പിന്റെ ധ്വനി. ಪುನರುತ್ಥಾನದ ಧ್ವನಿ ಎಂಬುದಾಗಿ. ജീവിതം രക്ഷയിലേക്ക് വരും. ನಿನ್ನ ಜೀವಿತ ರಕ್ಷಣೆಗೆ നിന്റെ ಬರುತ್ತದೆ. ജീവിതം ഒരു ഉയർപ്പിലേക്ക് ನಿನ್ನ വരും. ಜೀವಿತವೇ ಒಂದು ಪುನರುತ್ಥಾನಕ್ಕೆ ಬರುತ್ತದೆ. ചിലരുടെ ജീവിതം പരിശുദ്ധൻ പറയുന്നു, ಕೆಲವರ ಜೀವಿತದ ಬಗ್ಗೆ ಪರಿಶುದ್ಧಾತ್ಮ ನಡೆಸಿದ್ದಾನೆ. ഉയർത്തെഴുന്നേൽക്കുന്ന ജീവിതം വരാൻ പോകുന്നു. ಪುನರುತ್ಥಾನಗೊಳ್ಳುವ ಜೀವಿತ ಬರಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. ചിലർക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ജീവിതം വരാൻ പോകുന്നു. ಪುನರುತ್ಥಾನಗೊಳ್ಳುವಂತ ಜೀವಿತ ಬರಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. എല്ലാ പ്രതീക്ഷയും ಎಲ್ಲಾ ನಿರೀಕ್ಷೆಯು നഷ്ടപ്പെട്ടവർ ನಷ್ಟಪಟ್ಟವರು ഒരു ഉയർപ്പിന്റെ ജീവിതം അവരുടെ ಒಂದು ജീവിതത്തിൽ വരാൻ പോകുന്നു. ಪುನರುತ್ಥಾನದ ಜೀವಿತಕ್ಕೆ ಬರಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದೀರಿ. ഉയർപ്പിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ಪುನರುತ್ಥಾನದ ಜೀವಿತ ഒരു ಅಂದ್ರೆ പുതിയ ആരംഭം കുറിക്കുന്നു. ಒಂದು ಹೊಸ ಆರಂಭವನ್ನಾಗಿದೆ ಅದು ತೋರಿಸೋದು. ജീവിതം ഒരു പുതിയ ആരംഭം കുറിക്കുന്നു. ಜೀವಿತವನ್ನ ಒಂದು ಹೊಸ ಆರಂಭಕ್ಕೆ ದೇವರು ತರುತ್ತಾರೆ. ചുമ്മാ ഇട്ട പേരല്ല, ಇದು ಈ ಸೇವೆಗೆ ಇಟ್ಟಂತ ಹೆಸರು ಸುಮ್ಮನೆ ಇಟ್ಟಿದ್ದಲ್ಲ. ഉയർപ്പിന്റെ ധ്വനി. ಪುನರುತ್ಥಾನದ ಧ್ವನಿ, ഉയർപ്പിന്റെ ധ്വനി. ಪುನರುತ್ಥಾನದ ಧ್ವನಿ. ചിലർ ആന്തരിക സൗഖ്യത്തിലൂടെ ಕೆಲವರು ಆಂತರಿಕ ಸೌಖ್ಯದ ಮೂಲಕ ഒരു ഉയർപ്പിന്റെ ജീവിതം ആരംഭിക്കാൻ പോകുന്നു. ಅಲ್ಲೆಲೂಯ ಒಂದು ಪುನರುತ್ಥಾನದ ಜೀವಿತವನ್ನು ಆರಂಭ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೀರಿ. ഇതിനകത്ത് നടക്കുന്ന അഭിഷേക നിമിത്തം ಇದರ ಒಳಗಡೆ ವ್ಯಾಪರಿಸುವ ಅಭಿಷೇಕದ ನಿಮಿತ್ತ ചിലർ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോകുന്നു. ಕೆಲವರು ಹೊಸ ಜೀವಿತವನ್ನು ಆರಂಭ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೀರಿ. ചിലരെ കർത്താവ് തൊടുന്നുണ്ട്. ಕೆಲವರನ್ನ ಕರ್ತನ ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. ഞാനിത് പറയുമ്പോൾ ചിലരുടെ ദൈവാത്മ തൊടുന്നതിന് ನಾನು കാണാൻ ಇದನ್ನು പറ്റും. ಹೇಳ್ತಾ ಇರುವಾಗಲೇ ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഈ ലോകം ಈ ರೋಗ, നിനക്ക് അനുകൂലമല്ല. ಈ ಲೋಕ ನಿನಗೆ ಅನುಕೂಲ ಅಲ್ಲ. നിന്നെ എല്ലാരും എതിർത്തു. ನಿನ್ನನ್ನು ಎಲ್ಲರೂ ವಿರೋಧವಾಗಿ ನಿಂತರು. നിനക്ക് ദൈവം ನಿನಗೆ ದೇವರು ഒരു പുതിയ ജീവിതം തരുന്നു. ಒಂದು ಹೊಸ ಜೀವಿತ ഒരു ಕೊಡುತ್ತಿದ್ದಾನೆ. പുതിയ ജീവിതം തരുന്നു. ಒಂದು ಹೊಸ ಜೀವಿತ ಕೊಡುತ್ತಿದ್ದಾನೆ. ആരോട് കർത്താവിനകത്ത് സംസാരിക്കുന്നു. ಯಾರೊಂದಿಗೋ ಕರ್ತನು ಈ ಹಗಲು ವೇಳೆ ಮಾತನಾಡ್ತಿದ್ದಾರೆ. ഒരു ഉയർപ്പിന്റെ ജീവിതത്തിന്റെ മേലെ വരാൻ ಒಂದು പോകുന്നു. ಪುನರುತ್ಥಾನದ ಜೀವಿತ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಬರ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. ಕಾರಣ യേശുവാണ് രക്ഷകൻ. ಯೇಸುವಾಗಿದ್ದಾನೆ ರಕ್ಷಕನು. യേശുവാണ് രക്ഷകൻ. ಯೇಸುವಾಗಿದ್ದಾನೆ ರಕ್ಷಕನು. നിന്റെ രക്ഷകൻ യേശുവാണ്. ನಿನ್ನ ರಕ್ಷಕನ ಯೇಸುವಾಗಿದ್ದಾನೆ. യേശുവാണ് നിനക്ക് തരുന്നത്. ಯೇಸುವಾಗಿದ್ದಾನೆ ನಿನಗೆ ಕೊಡುವಂತದ್ದು. യേശു നിനക്ക് തരും. ಯೇಸು ನಿನಗೆ ಕೊಡುತ್ತಾನೆ. യേശു രക്ഷകനാണ്. ಯೇಸು ರಕ್ಷಕನಾಗಿದ್ದಾನೆ. യേശു രക്ഷകനായതുകൊണ്ടാണ് ಯೇಸು ರಕ್ಷಕನಾಗಿದ್ದರಿಂದ ಆಗಿದೆ ഇവിടെ നിൽക്കുന്നത്. ನಾವೆಲ್ಲ ಇಲ್ಲಿ ನಿಂತಿರುವುದು. നമ്മളിങ്ങനെ നിൽക്കുന്നത്. ನಾವು ಈ ರೀತಿ ನಿಂತಿರೋದು. രക്ഷകൻ എന്ന് പറഞ്ഞാൽ ರಕ್ಷಕನು ಅಂದ್ರೆ സകലത്തെ രക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ಎಲ್ಲದರಿಂದಲೂ ರಕ್ಷಿಸಲಿಕ್ಕೆ ಸಾಮರ್ಥ್ಯವುಳ್ಳವನಾಗಿರಬೇಕು. അത് യേശുക്രിസ്തു ಅದು മാത്രമാണ്. ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಮಾತ್ರ ಸಾಧ್ಯ. രക്ഷകൻ എന്ന് പറഞ്ഞാൽ
ರಕ್ಷಕನು ಅಂದ್ರೆ എവിടെയാണ് രക്ഷ നഷ്ടപ്പെട്ടത് ಎಲ್ಲಾಗಿದೆ ನಿನ್ ರಕ್ಷಣೆ ನಷ್ಟವಾಗಿದ್ದು തിരിച്ച് അവിടെ എത്തിക്കാൻ കഴിവുള്ളവനായിരിക്കും. ತಿರುಗಿ ಅಲ್ಲಿ ತಲುಪಿಸಲಿಕ್ಕೆ അത് ಶಕ್ತನಾದವನಾಗಿರ್ಬೇಕು. യേശുക്രിസ്തുവാണ്. ಅದು ಯೇಸು ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. എവിടെയാണ് നഷ്ടപ്പെട്ടത്? ಎಲ್ಲಾಗಿದೆ ನಷ್ಟವಾಗಿದ್ದು ഏദൻ തോട്ടത്തിൽ വെച്ച് ಏದೇನ್ ತೋಟದಲ್ಲಿ എവിടെ നിറവേറി? ಎಲ್ಲಿ ನೆರವೇರ್ತು? കാൽവരി ക്രൂശിലൂടെ. ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ. ആമേൻ. നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്ത രക്ഷ. ನಷ್ಟಪಟ್ಟದನ್ನ ತಿರುಗಿ ತರುವಂತ ರಕ್ಷಣೆ. ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. ദാവീദ് പറയുകയാണ്, ದಾವೀದನು ಹೇಳ್ತಾನೆ, യഹോവന്റെ രക്ഷകൻ. ಯೆಹೋವನನ್ನ അത് ರಕ್ಷಕನು. യേശു തെളിയിച്ചു. ಅದು ಯೇಸು ಪ್ರೂವ್ ಮಾಡಿದ್ರು. ആമേൻ. അവൻ വെളിച്ചം. ಅವನು അത് ಬೆಳಕಾಗಿದ್ದಾನೆ. തെളിയിച്ചു. ಅವನು ಪ್ರೂವ್ ಮಾಡಿದ್ರು. അടുത്തായിട്ട് ദാവീദ് എന്ന് പറയുകയാണ്, ಮುಂದಿನದಾಗಿ ದಾವೀದನು ಏನ್ ಹೇಳ್ತಿದ್ದಾನೆ? യഹോവന്റെ ജീവന്റെ ബലമാകുന്നു. ಯೆಹೋವ ನನಗೆ ಪ್ರಾಣದ ಆಧಾರವಾಗಿದ್ದಾನೆ. യഹോവന്റെ ജീവന്റെ ബലം. ಯೆಹೋವ ನನಗೆ ಪ್ರಾಣದ ಆಧಾರ. അത് യേശു തെളിയിക്കാൻ പോവുകയാണ്. ಅದು ಕೂಡ ಯೇಸು ಪ್ರೂವ್ ಮಾಡ್ಲಿಕ್ಕೆ അതും ഞാൻ ಹೋಗ್ತಿದ್ದಾನೆ. തന്നെയാണ്. ಅದು ನಾನೇ ಆಗಿದ್ದೇನೆ. അതും ഞാൻ തന്നെയാണ്. ಯೇಸು ಪ್ರೂವ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. ಅದು ಕೂಡ ನಾನೇ ಆಗಿದ್ದೇನೆ. യേശു ധൈര്യത്തിൽ യേശു ശക്തിയോടെ പ്രഖ്യാപിക്കുന്നു. ಯೇಸು ಶಕ್ತಿಯಿಂದ ಇದನ್ನ ಘೋಷಿಸಿದ್ದಾರೆ. ബൈബിളിന്റെ ആരംഭം മുതൽ ಬೈಬಲ್ ಆರಂಭದಿಂದ അവസാനം മുതലുള്ള ಕೊನೆಯ ತನಕ ಇರುವ രക്ഷകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ರಕ್ಷಕನು ಅಂತ ಹೇಳಿದ್ರೆ, വെളിച്ചമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ಬೆಳಕು ಅಂತ ಹೇಳಿದ್ರೆ, ജീവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ಜೀವ ಅಂತ ಹೇಳಿದ್ರೆ അത് യേശുവാണെന്ന് ಅದು ಯೇಸುವಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ വെളിപ്പാട് പുസ്തകം എത്തുമ്പോഴേക്ക് ಪ್ರಕಟಣೆ ಪುಸ್ತಕ ತಲುಪುವಾಗಲೇ മുഴുവൻ യേശു തെളിയിക്കാൻ പോകുകയാണ്. ಎಲ್ಲವನ್ನ ಯೇಸು ಪ್ರೂವ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം ಓದೋಣ ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 11ാം അധ്യായത്തിൽ 11ನೇ ಅಧ್ಯಾಯದಲ್ಲಿ യേശു അത് തെളിയിക്കുന്നു. ಯೇಸು ಅದನ್ನು ಪ್ರೂವ್ എന്താ ಮಾಡ್ತಿದ್ದಾರೆ. തെളിയിക്കുന്നത്? ಏನಾಗಿದೆ? ഞാനാകുന്നു ജീവൻ എന്നുള്ളത്. ನಾನೇ ಜೀವ ಅನ್ನೋದನ್ನ യോഹന്നാൻ 11ന്റെ ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 11ರ 41 വായിച്ചു. സോറി 25 വായിച്ചില്ല. 25ನೇ ವಾಕ್ಯವನ್ನು ಓದ್ರಿ. യോഹന്നാൻ 11:25 വായിച്ചാട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ. ഹല്ലേലൂയ. എന്താ ഇവിടെ വായിക്കപ്പെട്ടത്? ಅಲ್ಲಿ ಓದಿದೇನು? യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, യേശು അംഗീകരിക്കുന്നു, ಯೇಸು യേശു ಅಂಗೀಕರಿಸಿದ್ದಾರೆ, ഉറപ്പിച്ചു പറയുന്നു, ಯೇಸು ದೃಢವಾಗಿ ಹೇಳ್ತಿದ್ದಾರೆ, യേശു പരസ്യമായിട്ട് ಯೇಸು പ്രഖ്യാപിക്കുന്നു, ಬಹಿರಂಗವಾಗಿ ഞാൻ ಘೋಷಿಸಿದ್ದಾರೆ, തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. ನಾನೇ ಪುನರುತ್ಥಾನವು ഞാൻ ಜೀವವಾಗಿದ್ದಾನೆ. തന്നെ പുനരുത്ഥാനവും ജീവനും. ನಾನೇ ದಾವೀದ ಪುನರುತ್ಥಾನವು ಜೀವವು. ദാവീദ് പറയുന്നതിനെ ದಾವೀದನು ಹೇಳಿದ್ದಾನೆ, യേശു തെളിയിക്കുന്നു, ಯೇಸು ಪ್ರೂವ್ അത് ಮಾಡ್ತಿದ್ದಾನೆ, ഞാനാകുന്നു. ಆ ಜೀವ ನಾನೇ ഞാൻ ಆಗಿದ್ದೇನೆ. തന്നെ പുനരുത്ഥാനവും ജീവനും. ನಾನೇ ಪುನರುತ್ಥಾನವು ಜೀವವು. ഞാനാണ് ജീവനുള്ളവൻ. ನಾನೇ ಜೀವವುಳ್ಳವನು. യേശുവാണ് ജീവനുള്ളവൻ. ಯೇಸುವೇ ಜೀವವುಳ್ಳವನು. ജീവനുള്ളവന് മാത്രമേ ಜೀವವುಳ್ಳವನಿಗೆ ಮಾತ್ರವೇ മറ്റുള്ളവന് ജീവൻ കൊടുക്കാൻ പറ്റൂ. ಬೇರೆಯವರಿಗೆ ಜೀವ ಕೊಡ್ಲಿಕ್ಕೆ ಆಗುವುದು. യേശുവിനെ ജീവനുള്ളൂ. ಯೇಸು ಮಾತ್ರವೇ ಜೀವ ಇರುವುದು. യേശുവിനെ ജീവനുള്ളൂ. ಯೇಸುವಿಗೆ ಮಾತ್ರವೇ ಜೀವ ಇರುವುದು. അവനിൽ ജീവനുണ്ടായിരുന്നു. ಆತನಲ್ಲಿ ಜೀವವಿತ್ತು. അവൻ ദൈവത്തിന്റെ വെളിച്ചമായിരുന്നു. ಆತನ ದೇವರ ಬೆಳಕಾಗಿದ್ದನು. അവൻ ദൈവത്തിന്റെ വചനമായിരുന്നു. ಆತನ ದೇವರ ವಾಕ್ಯವಾಗಿದ್ದನು. അവനിൽ ജീവനുണ്ട്. ಅವನಲ್ಲಿ ಜೀವವಿತ್ತು. അവന് ജീവനുണ്ട്. ಅವನಲ್ಲಿ ಜೀವವಿದೆ. അവൻ പറയാൻ, എനിക്ക് ജീവൻ മാത്രമല്ല, ಆತನ ಹೇಳ್ತಿರೋದು ನನಗೆ ಜೀವ ಮಾತ್ರವಲ್ಲ, പുനരുത്ഥാനവും ജീവനും. ನಾನು ಪುನರುತ್ಥಾನವೂ ಜೀವವಾಗಿದ್ದೇನೆ. എന്റെ ജീവൻ ನನ್ನ ಜೀವ മരണം കൊണ്ട് ഒതുങ്ങത്തില്ല. ಮರಣದಲ್ಲಿ ಕೊನೆಯಾಗುವಂತದಲ್ಲ. സകല മനുഷ്യന്റെ മരണം കൊണ്ട് ഒതുങ്ങാത്ത, ಎಲ್ಲಾ ಮನುಷ್ಯರ ಮರಣದಲ್ಲಿ ಕೊನೆಯಾಗದೇ ಇರುವ, അതിനപ്പുറമുള്ള ഒരു ജീവിതം, ಅದರಿಂದ ಆಚೆಗಿರುವ ಒಂದು ಜೀವಿತ, ആ രക്ഷകൻ ഞാൻ തന്നെയാണ്. ಆ ರಕ್ಷಕನು ನಾನೇ ಆಗಿದ್ದೇನೆ. യേശു പ്രഖ്യാപിക്കുന്നു, ಯೇಸು ಘೋಷಿಸಿದ್ದಾರೆ, അത് ഞാൻ തന്നെയാണ്. ಅದು ನಾನೇ ಆಗಿದ್ದೇನೆ. മരണത്തിന് അപ്പുറമുള്ള ജീവൻ, ಮರಣದಿಂದ ಆಚೆಗಿರುವ ಜೀವ. യേശു പറയുന്നു, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, അത് ഞാൻ തന്നെയാണ്. ಅದು ನಾನೇ ಆಗಿದ್ದೇನೆ. എന്നിൽ വിശ്വസിക്കുന്നവൻ ನನ್ನ ನಂಬುವವನು ഈ ലോകത്തിൽ മരിച്ചാലും ಈ ಲೋಕದಲ್ಲಿ ಸತ್ತರು അവൻ നിത്യതയിൽ ജീവിക്കും. ಅವನು ನಿತ್ಯತೆಯಲ್ಲಿ ಜೀವಿಸ್ತಾನೆ. അവൻ നിത്യതയിൽ ജീവിക്കും. ಅವನು ನಿತ್ಯತೆಯಲ್ಲಿ ಜೀವಿಸ್ತಾನೆ. യേശുവിനെ മാത്രമേ അത് കഴിയത്തുള്ളൂ. ಯೇಸುವಿಗೆ ಮಾತ್ರ ಅದು ಸಾಧ್ಯ. ദാവീദ് എഴുതിയത് ದಾವೀದನು ಬರೆದಿದ್ದು, യേശുവിടെ പൂരിപ്പിക്കുന്നു, ಯೇಸು ಅದನ್ನ ಪೂರ್ತಿ ഞാൻ ಮಾಡ್ತಿದ್ದಾನೆ. തന്നെ പുനരുത്ഥാനവും ನಾನೇ ജീവനും. ಪುನರುತ್ಥಾನವು ಜೀವವಾಗಿದ್ದೇನೆ. പുനരുത്ഥാനവും ജീവനും. ಪುನರುತ್ಥಾನವು ಜೀವವಾಗಿದ್ದೇನೆ. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ಪುನರುತ್ಥಾನ ಅಂದ್ರೆ മരിച്ചിടത്തുനിന്ന് ಸತ್ತ ಸ್ಥಳದಿಂದ ഉയർത്തു വന്നിട്ടുള്ള ಎದ್ದು ಬರುವಂತ, ജീവിതമാണ്. ಎದ್ದು ಬಂದ ನಂತರದ ಜೀವಿತವಾಗಿದೆ. എല്ലാ മനുഷ്യനും ಎಲ್ಲಾ ಮನುಷ್ಯನು രക്ഷിക്കപ്പെടുന്ന ರಕ್ಷಣೆ ಹೊಂದುವ എല്ലാ മനുഷ്യനും ಎಲ್ಲಾ ഈ ಮನುಷ್ಯನು ബോഡിയിൽ അവർ മരിച്ചാൽ ಈ ಶರೀರದಲ್ಲಿ ಅವರು ಸತ್ತರೆ അവരെ അകത്തെ ആത്മാവ് ಅವರೊಳಗಿರುವ ಆತ್ಮ യേശു ക്രിസ്തുവിലൂടെ ಯೇಸು ഒരു ಕ್ರಿಸ್ತನಲ್ಲಿ പുനരുത്ഥാന ജീവിതമുണ്ട്. ಒಂದು ಪುನರುತ್ಥಾನದ ಜೀವಿತ ಇದೆ. ഒരു പുനരുത്ഥാന ജീവിതമുണ്ട്. ಒಂದು ಪುನರುತ್ಥಾನದ ಜೀವಿತ അതിനു ಇದೆ. വേണ്ടി ഒരുക്കിയ സ്ഥലം ಅದಕ್ಕಾಗಿ ಸಿದ್ಧ ಮಾಡದ ಸ್ಥಳ ഈ ലോകമല്ല, ಈ ಲೋಕವಲ್ಲ, അത് ദൈവരാജ്യമാണ്. ಅದು ದೇವರ ഈ ರಾಜ್ಯವಾಗಿದೆ. ബോഡിക്ക് ഇരിക്കാൻ ഒരുക്കിയ സ്ഥലം ಈ ಬಾಡಿಗೆ, ಈ ಶರೀರ ಇರಲಿಕ್ಕೆ ಸಿದ್ಧ ಮಾಡದ ಸ್ಥಳ ഈ ലോകം ಈ ಲೋಕವಾಗಿದೆ. ഇന്ത്യയിൽ, ಇಂಡಿಯಾದಲ್ಲಿ, കർണാടകയിൽ, ಕರ್ನಾಟಕದಲ್ಲಿ, കമ്പിപ്പുരയിൽ, ಕಂಬಿಪುರದಲ್ಲಿ, ശനിവാർ ചന്തയിൽ, ಶನಿವಾರ ಸಂತೆಯಲ್ಲಿ, ശനിവാർ ಸಂತೆയിൽ, ಅದೇ അതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ಈ ರೀತಿಯ ಸ್ಥಳಗಳಲ್ಲಿ, ഇങ്ങനെയുള്ള സ്ഥലം നമ്മൾ ജീവിക്കുന്നു. ಈ ರೀತಿಯ ಸ್ಥಳಗಳಲ್ಲಿ ನಾವು ಜೀವಿಸ್ತಿದ್ದೇವೆ. എന്നാൽ ಆದ್ರೆ പുനരുത്ഥാന ജീവിതം ಪುನರುತ್ಥಾನ ಜೀವಿತ കമ്പിപ്പുരയിലല്ല. ಕಂಬಿಪುರದಲ್ಲ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കുക, ഗമനിಸಿ. ഇന്ത്യയിലല്ല, ഇന്ത്യയിലുമല്ല, ಭಾರತದಲ್ಲ, പിന്നെ എവിടെയാണ്? ಮತ್ತೆಲ್ಲಿ 1000 ആണ്ട് 1000 ವರ್ಷ ദൈവരാജ്യത്തിലാണ്. ದೇವರ ರಾಜ್ಯದಲ್ಲಾಗಿದೆ. അതിനുശേഷം ಅದರ ನಂತರ സ്വർഗ്ഗത്തിലെ ಸ್ವರ್ಗದ പുതിയ യെരൂശലേം, ಹೊಸ ಯೆರೂಸಲೇಮ್, ഈ യെരൂശലേമല്ല, ಹೊಸ ಯೆರೂಸಲೇಮ್ ഒരു ಅಲ್ಲ, പുതിയ യെരൂശലേം, ಒಂದು ಹಳೆಯ ಯೆರೂಸಲೇಮ್ ಅಲ್ಲ, അവിടെ ಹೊಸ ಯೆರೂಸಲೇಮ್. അവിടെ ഒരു വീട് ഒരുക്കിയിട്ടുണ്ട്. ಅಲ್ಲೊಂದು ಮನೆ ಸಿದ್ಧವಾಗಿದೆ. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ಅಲ್ಲಾಗಿದೆ ನಾವು ನಿಲ್ಲೋದು. അതാണ് പുനരുത്ഥാന ജീവിതം. ಅದಾಗಿದೆ ಪುನರುತ್ಥಾನದ യേശു ಜೀವಿತ. പറയുന്നു, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, അവിടേക്ക് കൊണ്ടുപോകുന്ന ജീവിതം. ಅಲ್ಲಿಗೆ ಕರ್ಕೊಂಡು ಹೋಗುವ ಜೀವಿತ. യേശു പരസ്യമായിട്ട് പറഞ്ഞു, ಯೇಸು ಬಹಿರಂಗವಾಗಿ ಹೇಳಿದ್ರು, ഞാൻ തന്നെ പുനരുത്ഥാന ജീവനും. ನಾನೇ ಪುನರುತ್ಥಾನವು ಜೀವವಾಗಿದ್ದೇನೆ.
വേറെ ഒരു ദൈവങ്ങൾക്കും അത് പറയാൻ പറ്റിട്ടില്ല. ಬೇರೆ ಯಾವ ದೇವರಿಗೂ ಈ ಮಾತನ್ನ ಹೇಳಲಿಕ್ಕಾಗಿಲ್ಲ. ഞാൻ രക്ഷകനെന്ന് പറയാൻ ನಾನು പറ്റില്ല. ರಕ್ಷಕನು ಅಂತ ಹೇಳಲಿಕ್ಕೆ ಬೇರೆ ಯಾರಿಗೂ ಆಗಿಲ್ಲ. ഞാൻ വെളിച്ചമെന്ന് പറയാൻ ನಾನು പറ്റില്ല. ಬೆಳಕಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ಬೇರೆ ಯಾರಿಗೂ ಆಗಿಲ್ಲ. അപ്പുറമുള്ള ജീവിതമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ಮರಣದಿಂದ ಆಚೆಗೂ ನನಗೆ ಜೀವವಿದೆ ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ಯಾರಿಗೂ അത് ಆಗಿಲ್ಲ. യേശു മാത്രമേ ഉള്ളൂ. ಅದು ಯೇಸು യേശು ಮಾತ್ರವಾಗಿದ್ದಾರೆ. പറയുകയല്ല, ಯೇಸು ಹೇಳ್ತಿರೋದಲ್ಲ, അവൻ തെളിയിക്കുന്ന ദൈവമാണ്. ಆತನು ಪ್ರೂವ್ ಮಾಡುವವನಾಗಿದ್ದಾನೆ. യേശു പ്രസംഗിക്കുന്നവൻ ಯೇಸು മാത്രമല്ല, ಪ್ರಸಂಗ ಮಾಡುವವನು ಮಾತ್ರ ആ ಅಲ್ಲ, പ്രസംഗത്തിലൂടെ തെളിയിക്കുന്ന ಆ ദൈവമാണ്. ಪ್ರಸಂಗದ ಮೂಲಕ ಅದನ್ನು ಪ್ರಚುರಪಡಿಸುವವನು ಆಗಿದ್ದಾನೆ. അതുകൊണ്ട് ಆದ ಕಾರಣ അവൻ പ്രസംഗിച്ച പ്രസംഗത്തെ ಆತನು ಪ್ರಸಂಗ ಮಾಡಿದ ಪ್ರಸಂಗವನ್ನು ഉറപ്പിക്കുവാൻ അവൻ ದೃಢಪಡಿಸಲಿಕ್ಕೆ അത്ഭുതവും അടയാളവും ചെയ്തു. ಅವನ ಅದ್ಭುತ ಸೂಚಕ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿದನು. അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കാൻ ദൈവത്തെ ಅದಲ್ಲಿ സ്തുതിക്കുന്നു. ಸಂಭವಿಸುತ್ತಿರುವುದಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഞാൻ തന്നെ പുനരുത്ഥാനവും ನಾನೇ ജീവനുമാകുന്നു. ಪುನರುತ್ಥಾನವು ಜೀವವಾಗಿದ್ದೇನೆ. ഞാൻ തന്നെ പുനരുത്ഥാനവും ನಾನೇ ജീവനുമാകുന്നു. ಪುನರುತ್ಥಾನವು ಜೀವವಾಗಿದ್ದೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ എന്നെ ನಾಮದಲ್ಲಿ കേൾക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുക. ಆ ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳೇ ಗಮನಿಸಿರಿ. യേശു എല്ലാത്തിന്റെയും എല്ലാമാണ്. ಯೇಸು ಎಲ್ಲದರ ಎಲ್ಲವೂ ಆಗಿದ್ದಾನೆ. അവനെ പോലെ വേറെ ആരുമില്ല. ಆತನ ಹಾಗೆ ಬೇರೆ ಯಾರೂ ಇಲ್ಲ. അവനെ പോലെ ആർക്കും ആകാനും കഴിയത്തില്ല. ಆತನ ಹಾಗೆ ಆಗುವುದಕ್ಕೆ ಬೇರೆ ಯಾರಿಗೂ ಆಗುವುದೂ ಇಲ್ಲ. അവനെ പോലെ ഇനി ആരും ആകുകയുമില്ല. ಆತನ ಹಾಗೆ ಇನ್ಯಾರು ಆಗುವುದೂ ಇಲ್ಲ. അവനെ പോലെ ആരുമില്ല. ಆತನ ಹಾಗೆ ಯಾರೂ ಇಲ್ಲ. അവൻ ഒരുവൻ മാത്രം. ಆತನೊಬ್ಬನು ಮಾತ್ರ. മരണത്തിന് അപ്പുറവും ಮರಣದಿಂದ ಆಚೆಗೂ പാതാളത്തിൽ ഇറങ്ങിയാലും ಪಾತಾಳದಲ್ಲಿ ಇಳಿದ್ರು, ഉയർപ്പിച്ചാലും ಎದ್ದು ಬಂದ್ರು, നിത്യതയിലും ನಿತ್ಯತೆಯಲ್ಲೂ സ്വർഗത്തിലും ಸ್ವರ್ಗದಲ್ಲೂ ഭൂമിയിലും ಭೂಮಿಯಲ್ಲೂ അത്ഭുതവും ಅದ್ಭುತವು വെളിച്ചവും ಜಯಿಸಿದ್ದು, രക്ഷയും ರಕ್ಷಣೆಯು, ജീവനും ಬೆಳಕು, ರೋಗ ರಕ್ಷಣೆಯು, ಶಾಂತಿಯು, ಜೀವವು, ರೋಗ ಸೌಖ್ಯವು, വിടുതലും ಬಿಡುಗಡೆಯು, സമാധാനവും ಸಮಾಧಾನವು, സമാധാനവും ಸಮಾಧಾನವು, സന്തോഷവും ಸಂತೋಷವು യേശു മാത്രമാണ്. ಯೇಸು ಮಾತ್ರವಾಗಿದ್ದಾರೆ. യേശു മാത്രമാണ്. ಯೇಸು ಮಾತ್ರವೇ ಆಗಿದ್ದಾರೆ. യേശു മാത്രമാണ്. ಯೇಸು ಮಾತ್ರವೇ ಆಗಿದ್ದಾರೆ. യേശുവിനെ മാത്രമേ അതിനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ಯೇಸುವಿಗೆ ಮಾತ್ರವೇ ಅದನ್ನು ಒಪ್ಪಿಸಿರೋದು. ആരേൽപ്പിച്ചു? ಯಾರು ಒಪ್ಪಿಸಿದ್ರು? പിതാപുത്ര പരിശുദ്ധാത്മാവ്. ತಂದೆ, ಮಗ, ಪವಿತ್ರಾತ್ಮನು എന്നാൽ ത്രിയേകത്വമാണ്. ಎಂಬ ತ್ರೈಯಕತ್ವವೂ ಇದೆ. അവൻ മാത്രമാണ് ദൈവം. ಆತನ ಮಾತ್ರವೇ ದೇವರು. അവൻ മാത്രമാണ് ദൈവം. ಆತನ ಮಾತ್ರವೇ ದೇವರು. യേശു പറയുന്നു, ಯೇಸು ಹೇಳ್ತಾರೆ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ನಾನಾಗುವ ನಾನಾಗಿದ್ದೇನೆ. യോഹന്നാനേ, ಯೋಹಾನನೇ, നീ ഇപ്പോൾ പത്മോസിൽ നിന്ന് കാണുന്നത് ನೀನ್ ಇವಾಗ ಪತ್ಮೋಸಲ್ಲಿ നീ ಕಾಣ್ತಿರೋದು മുമ്പ് കണ്ടവനെയല്ല. ನೀನ್ ಮುಂಚೆ മുമ്പ് ಕಂಡವನಲ್ಲ. കണ്ടവന് ಮುಂಚೆ ಕಂಡವನು. എന്നെ അവർക്ക് ക്രൂശിക്കാമായിരുന്നു. ಆ ಮುಂಚೆ ಕಂಡ ಯೇಸುವನ್ನ ಶಿಲುಬೆಗೆ ಹಾಕ್ಬೋದಿತ್ತು. എന്നെ അവർക്ക് പിടികിട്ടിയില്ല. ಅಲ್ಲೆಲೂಯಾ. ಯೇಸು ಹೇಳ್ತಾರೆ, ನನಗೆ ನಾನು ಯಾರು ಅಂತ ಅವ್ರಿಗೆ ಅರ್ಥ ഇന്ന് ಆಗಲಿಲ್ಲ. നീ കാണുന്നത് ಆದ್ರೆ ನಿನಗೆ ഞാൻ ಕಾಣ್ತಿರೋದು പുനരുത്ഥാനമുള്ള ನಾನು യേശുവിനെയാണ്. ಪುನರುತ್ಥಾನವಾದ ಯೇಸುವಾಗಿ. ಆಮೆನ್. യേശു തെളിയിക്കുകയാണ്, ಯೇಸು ಪ್ರೂವ್ ಮಾಡ್ತಿದ್ದಾರೆ. ഞാൻ തന്നെ ജീവനുള്ളവനെന്ന്. ഹല്ലേലൂയ. ദാവീദ് എഴുതിയപ്പോൾ, ಅಲ್ಲೆಲೂಯಾ. ದಾವೀದನು ಇದನ್ನು ಬರೆದಾಗ, യഹോവ എന്റെ ജീവന്റെ ബലം എഴുതിയപ്പോൾ, ಯೆಹೋವನು ನನ್ನ ಪ್ರಾಣದ ಆಧಾರ ಅಥವಾ ಜೀವದ ಆಧಾರ ಅಂತ യേശു ಬರೆದಾಗ, പത്മോസിൽ യോഹന്നാൻ പോയി തെളിയിച്ചു, ಯೋಹಾನನು ಯೇಸು ಸ್ವಾಮಿ ಯೋಹಾನನ್ ಪತ್ಮೋಸಲ್ಲಿ ಇದ್ದಾಗ ಪ್ರೂವ್ ಮಾಡಿದ್ರು, ഞാൻ ജീവനുള്ളവനാകുന്നു. ನಾನು ಜೀವ ಉಳ್ಳವನಾಗಿದ್ದೇನೆ. എല്ലാവരും കാൽവരിയും മരിച്ചെന്ന് പറഞ്ഞിട്ടിട്ട് പോയി. ಎಲ್ಲರೂ ಕಲ್ವಾರಿಯಲ್ಲಿ ಇವನು ಸತ್ತನು ಎಂಬುದಾಗಿ ಬಿಟ್ಟು ಹೋದ್ರು. എല്ലാവരും അവിടെ തീർന്നു വിചാരിച്ചു. ಎಲ್ಲರೂ ಅಲ್ಲಿ ಇವನು ಮುಗಿದನು ಎಂಬುದಾಗಿ എന്നാൽ ಅಂದ್ಕೊಂಡ್ರು. യോഹന്നാനേ, ಆದ್ರೆ ಯೋಹಾನನೇ, നീ കാണുന്നത് ನೀನ್ ಕಾಣ್ತಿರೋದು 1500 വർഷങ്ങൾക്ക് മുമ്പ് 1500 ವರ್ಷಗಳ ಹಿಂದೆ ദാവീദ് ದಾವೀದನು 27 സംഗീതം എഴുതി, 27ನೇ ಕೀರ್ತನೆ ಬರೆದನು, യഹോവ ಯೆಹೋವನು എന്റെ ജീവന്റെ ബലമാകുന്നു. ನನ್ನ ಜೀವದ ಆಧಾರವಾಗಿದ್ದಾನೆ. എനിക്ക് കാൽവരിയിൽ ഒതുങ്ങാൻ കഴിയത്തില്ല. ನನಗೆ ಕಲ್ವಾರಿಯಲ್ಲಿ ಅಡಗಿಸಲ್ಪಡಕ್ಕಾಗಲ್ಲ. കല്ലറയിൽ ഒതുങ്ങാൻ കഴിയത്തില്ല. ಸಮಾಧಿಯಲ್ಲಿ ಅಡಗಿಸಲ್ಪಡಕ್ ನನಗಾಗಲ್ಲ. കാരണം അവിടെ എഴുതിപ്പോയി, ಯಾಕಂದ್ರೆ ಅಲ್ಲಿ ಬರ್ದಾಗಿದೆ, ഞാൻ കല്ലറകളെ ജയിച്ചു. ನಾನು ಸಮಾಧಿಗಳನ್ನು ಭೇದಿಸಿದನು. ഇപ്പോൾ എന്റെ വേഷം, ಇವಾಗ ನನ್ನ ವೇಷ. യോഹന്നാനേ, ಯೋಹಾನನೇ, നീ മുമ്പ് കണ്ടതുപോലെ അല്ല. ನೀನು ಮುಂಚೆ ಕಂಡ ಹಾಗಲ್ಲ. ഇപ്പോൾ എന്റെ വേഷം ഇതാണ്. ಇವಾಗಲೂ ನನ್ನ ವೇಷ ಇದಾಗಿದೆ. ഞാൻ ജീവന്റെ ബലമാണ്. ಅವನ ಜೀವದ ಆಧಾರವಾಗಿದ್ದಾನೆ. ഇപ്പോൾ ഞാൻ പുനരുത്ഥാനത്തിലാണ് ಇವಾಗ നിൽക്കുന്നത്. ನಾನು ಪುನರುತ್ಥಾನದಲ್ಲಾಗಿದೆ ನಿಂತಿರುವುದು. Hallelujah. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. മനസ്സിലാക്കാൻ ദൈവത്തെ ಅರ್ಥ സ്തുതിക്കുന്നു. ಆಗುತ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. പലരും കാണുന്നത് ಅನೇಕರು ഈ ಕಾಣುವಂತದ್ದು ലോകത്തിൽ ಈ ಲೋಕದಲ್ಲಿ 30 വയസ്സ് 33 വയസ്സുള്ള 33 ವರ್ಷವಿರುವ വേഷത്തിൽ മനുഷ്യനായ ವೇಷದಲ್ಲಿ ನರಾವತಾರವನ್ನು ಎತ್ತಿದಂತ ഒരു യേശുവിനെ കാണുന്നത് ಒಬ್ಬ ಯೇಸುವನ್ನಾಗಿದೆ ಕಾಣೋದು. എല്ലാവർക്കും കിട്ടുന്ന ഒരു അറിവാണ്. ಅದು ಎಲ್ಲರಿಗೂ ಸಿಗುವಂತ ತಿಳುವಳಿಕೆ. എന്നാൽ ಆದ್ರೆ പുനരുത്ഥാനത്തിലുള്ള യേശുവിനെ കാണുന്നത് ಪುನರುತ್ಥಾನದಲ್ಲಿರುವ ಯೇಸುವನ್ನ ಕಂಡಿತು ആത്മീയനെ മാത്രമേ അത് പിടികിട്ടത്തുള്ളൂ. ಆತ್ಮಿಕನಿಗೆ ಮಾತ್ರವೇ ಅದು ಅರ್ಥವಾಗುವುದು. അഭിഷേകമുള്ളവനെ പിടികിട്ടത്തുള്ളൂ. ಅಭಿಷೇಕ ಉಳ್ಳವನಿಗೆ ಮಾತ್ರವೇ ಅದು ಅರ್ಥವಾಗುವುದು. ദൈവമായിട്ട് ബന്ധമുള്ളവനെ പിടികിട്ടത്തുള്ളൂ. ದೇವರೊಂದಿಗೆ ಸಂಬಂಧ ಉಳ್ಳವನಿಗೆ ಮಾತ್ರವೇ ಅದು ಅರ್ಥವಾಗುವುದು. ഈ ഇവിടെ യേശുവിനെ ಇಲ್ಲಿ ಯೇಸುವನ್ನ 33 ವಯസ്സിൽ അറിയുന്ന യേശുവിനെ 33 ವರ್ಷದಲ್ಲಿ ಇವರು ತಿಳಿದ ಯೇಸುವನ್ನ അങ്ങനെയുള്ളവർക്ക് ಹಾಗಿರುವವರಿಗೆ ജയമെടുക്കാൻ കഴിയാത്ത പല വിഷയങ്ങളും ഉണ്ടാകും. ಜಯ ಹೊಂದ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗದೇ ಇರುವ ಅನೇಕ ವಿಷಯಗಳಿರಬಹುದು. ಕಾರಣ അന്ന് അവനെ ഉയർത്തിട്ടില്ല. ಅವತ್ತವನು ಇನ್ನೂ അവൻ ಪುನರುತ್ಥಾನನಾಗಿಲ್ಲ. മനുഷ്യനെ പോലെയാണ്. ಅವನು ಕೇವಲ ಮನುಷ್ಯನಂತೆ ಆಗಿದ್ದನು, രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ ಬಂದನು. എന്നാൽ ഇപ്പോൾ ಆದ್ರೆ ಈಗ അവൻ പുനരുത്ഥാനത്തിലാണ് ಅವನು നിൽക്കുന്നത്. ಪುನರುತ್ಥಾನದಲ್ಲಾಗಿದೆ ನಿಂತಿರುವುದು. ഉയർപ്പിലാണ് നിൽക്കുന്നത്. ಪುನರುತ್ಥಾನದಲ್ಲಾಗಿದೆ ನಿಂತಿರುವುದು. ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു. ಪುನರುತ್ಥಾನನಾಗಿ ನಿಂತಿದ್ದಾನೆ. അതെന്തിനെ തെളിയിക്കുന്നു? ಅದೇನನ್ನ ಸೂಚಿಸುತ್ತದೆ? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് തെളിയിക്കുന്നു. ದೇವರಿಗೆ ಅಸಾಧ್ಯವಾದದ್ದು ಒಂದು ಇಲ್ಲ ಎಂಬುದನ್ನಾಗಿದೆ ಅದು ಪ್ರೂವ್ ಮಾಡ್ತಾ ಇರುವಂತದ್ದು. ഹല്ലേലൂയ. കരം കൊടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ಕರಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ಕರಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഇന്ന് വായിച്ച സങ്കീർത്തനം ಇವತ್ತು ಓದಿದ ಕೀರ್ತನೆ 36ന്റെ 36ರ 9 വായിച്ചാട്ടെ. 9ನೇ ವಾಕ್ಯವನ್ನು ಓದ್ರಿ. ഹല്ലേലൂയ. 36ನೇ ಕೀರ್ತನೆ 9ನೇ ವಾಕ್ಯ.
ಆ, ನಿನ್ನ ಬಳಿಯಲ್ಲಿ ಜೀವದ ಬುಗ್ಗೆ ಉಂಟಲ್ಲ, ಆ. ನಿನ್ನ ತೇಜಸ್ಸು ನಮಗೆ ಬೆಳಕು ಕೊಡುತ್ತದೆ. ഹല്ലേലൂയ. ആമേ ശ്രദ്ധിക്കണമേ. ಗಮನಿಸ್ರಿ, ആമേ നിന്റെ അടുക്കൽ ನಿನ್ನ ಬಳಿಯಲ್ಲಿ എന്തുണ്ട്? ಏನಿದೆ? പ്രതീക്ഷ നഷ്ടപ്പെടുത്തത് ನಿರೀಕ್ಷೆ ನಷ್ಟಪಡಿಸಿದ ഒരു ಸ್ಥಳದಲ್ಲಿ ജീവന്റെ ഉറവയുണ്ടല്ലോ. ಅಲ್ಲಿ ಜೀವದ ಬುಗ್ಗೆ ಉಂಟಲ್ಲ. നിന്നിലല്ലോ നിത്യ ജീവ ഉറവ ജീവ വഴിയും നീ മാത്രമല്ലോ. നിന്നിൽ പക്കൽ നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ടല്ലോ. ನಿನ್ನ ಬಳಿಯಲ್ಲಿ ಜೀವದ ಬುಗ್ಗೆ ಉಂಟಲ್ಲ. നിന്റെ പക്കൽ ജീവൻ തന്നെയല്ല, ನಿನ್ನ ಬಳಿಯಲ್ಲಿ ಜೀವ ಮಾತ್ರವಲ್ಲ, ജീവന്റെ ഒരു ഉറവ ഞാൻ കാണുന്നു. ಜೀವದ ಬುಗ್ಗೆಯನ್ನೇ ನಾನು ಕಾಣ್ತಿದ್ದೇನೆ. മരിക്കാനുള്ള കുടുംബത്തിൽ ಸಾಯುವುದಕ್ಕಿರುವ ಕುಟುಂಬದಲ್ಲಿ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുത്ത്. ಎಲ್ಲ ನಿರೀಕ್ಷೆ ನಷ್ಟಪಟ್ಟ ಸ್ಥಳದಲ್ಲಿ എല്ലായിടത്തും പോയിട്ട് രക്ഷയില്ല. ಎಲ್ಲಿ ಹೋದ್ರೂ ಒಂದು ಅಲೆಯಲ್ಲಿ ರಕ್ಷಣೆ ಇಲ್ಲ. പക്ഷേ യേശുവിൽ ಆದ್ರೆ ಯೇಸುವಿನಲ್ಲಿ ഞാനൊരു ജീവന്റെ ഉറവ തന്നെ കാണുന്നു. ನಾನೊಂದು ಜೀವದ ಬುಗ್ಗೆಯನ್ನೇ ಕಾಣ್ತಿದ್ದೇನೆ. ജീവന്റെ ഉറവ കാണുന്നു. ಜೀವದ ಬುಗ್ಗೆ ಕಾಣ್ತಿದ್ದೇನೆ. ഉറവ എന്ന് പറയുന്നത് ಬುಗ್ಗೆ ಎಂಬುದಾಗಿ ಹೇಳೋದು ഭൂമിയിലുള്ളതിനെ വലിച്ച് ಭೂಮಿಯಲ್ಲಿರೋದನ್ನ ತೆಗೆದು ഭൂമിയിലേക്ക് താക്കുന്നതല്ല, ಭೂಮಿಗೆ ಬಿಡುವುದಲ್ಲ, തിരിച്ച് ಬದಲಿಗೆ ആമെ പുതിയതായിട്ട് തുറന്നു വരുന്നതിനെയാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാ വഴിയും അടങ്ങി, ಎಲ್ಲಾ ದಾರಿಯೂ ಮುಚ್ಚಿತು, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, ಎಲ್ಲಾ ನಿರೀಕ್ಷೆಯೂ ನಷ್ಟವಾಯಿತು. ഭൂമിയിലുള്ളത് ಭೂಮಿಯಲ್ಲಿರೋದು എല്ലാം വലിച്ചു താക്കുമ്പോൾ ಎಲ್ಲವೂ ಕೂಡ ಎಳೆದು ಕೆಳಗಾಕುವಾಗ തുറന്നു വരുന്ന മറ്റൊന്നാണ് ತೆರೆದು ಬರುವ ಮತ್ತೊಂದಾಗಿದೆ ഉറവ എന്ന് പറയുന്നത്. ಬುಗ್ಗೆ ಎಂಬುದಾಗಿ ಹೇಳೋದು. അങ്ങനെയാണെങ്കിൽ ಹಾಗಿರುವುದಾದ್ರೆ അത് ആരിലാണ്? ಅದು അത് ಯಾರಲ್ಲಾಗಿದೆ? യേശു ക്രിസ്തുവിലാണ്. ಅದು ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಾಗಿದೆ. നിന്നിലല്ലോ നിത്യ ജീവന്റെ ഉറവ. ನಿನ್ನ ಬಳಿಯಲ್ಲೇ ಜೀವದ ಬುಗ್ಗೆ ಉಂಟಲ್ಲ. നിന്നിലല്ലോ ജീവന്റെ ഉറപ്പ. ನಿನ್ನ ಬಳಿಯಲ್ಲೇ ಜೀವದ ಬುಗ್ಗೆ ಉಂಟಲ್ಲ. ഭൂമിയിൽ ಮರುಭೂಮಿಯಲ್ಲಿ അപ്പവും ರೊಟ್ಟಿಯು മീനും തീർന്നു, ಮೀನು ಮುಗಿದೋಯ್ತು, ഒന്നും കഴിക്കാനില്ല. ಏನು ತಿನ್ನುವುದಕ್ಕಿಲ್ಲ. വെറും ഒരു ബാലന്റെ കയ്യിലുള്ളതിനെ ಕೇವಲ ಒಬ್ಬ ಹುಡುಗನ ഒരു ಕೈಯಲ್ಲಿರೋದನ್ನ ജീവന്റെ ഉറവയാക്കി ദൈവം മാറ്റി. ಒಂದು ಜೀವದ ಬುಗ್ಗೆಯಾಗಿ ದೇವರು ಮಾಡಿದ್ರು. മരിക്കാനിരുന്ന ಸಾಯುವುದಕ್ಕಿದ್ದ സാറാപത്തിലെ വിധവേ ಚಾರಪ್ತ ಅನ್ನುವಂತ ಊರಿನ ವಿಧವೆಯನ್ನ എല്ലാം തീർന്നപ്പോൾ ಎಲ್ಲ ಮುಗಿದಾಗ മറ്റൊരു ഉറവ തുറന്നു. ಬೇರೊಂದು ಬುಗ್ಗೆ ತೆರೆಯಿತು. ജീവന്റെ ഉറവ, ಜೀವದ ಬುಗ್ಗೆ, ജീവന്റെ ഉറവ, ಜೀವದ ಬುಗ್ಗೆ, ജീവന്റെ ഉറവ. ಜೀವದ ಬುಗ್ಗೆ. ഇന്ന് പകലിന് കേൾക്കുന്ന ಈ ദൈവമല്ലേ, ಹಗಲು ನನ್ನ ಶಬ್ದ ಕೇಳೋ ದೇವ್ರ ಮಕ್ಕಳೇ, പ്രതീക്ഷയുണ്ട് കേട്ടോ, ನಿರೀಕ್ಷೆ ಇದೆ, രക്ഷയുണ്ട് കേട്ടോ, ರಕ್ಷಣೆ ಇದೆ, വിടുതലുണ്ട് കേട്ടോ. ಬಿಡುಗಡೆ ಇದೆ. ഒരു ജീവന്റെ ഉറവ ಒಂದು ಜೀವದ ಬುಗ್ಗೆ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ನಿನಗೋಸ್ಕರ ವೇಟ್ ಮಾಡ್ತಾ നിനക്ക് ಇದೆ, വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ನಿನಗೋಸ್ಕರ ಕಾಯ್ತಾ ಇದೆ. അല്ല, നീ പരാജയപ്പെട്ട കാര്യമില്ല, ನೀನ್ ಸೋಲ್ಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ, നീ പേടിക്കേണ്ട കാര്യമില്ല, ನೀನ್ ಭಯಪಡಬೇಕಾದ ಅವಶ್ಯಕತೆ നീ ಇಲ್ಲ, കരയേണ്ട കാര്യമില്ല, ನೀನ್ ಅಳಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ, ആരുമില്ലെന്ന് പറയേണ്ട കാര്യമില്ല. ಯಾರು ಇಲ್ಲ ಅಂತ ಹೇಳ್ಬೇಕಾಗಿಲ್ಲ. ഒരു ജീവന്റെ ഉറവ, ಅದು ಜೀವದ ಬುಗ್ಗೆ. കർത്താവിന്റെ പകല് ಕರ್ತನಿಯ ಹಗಲು ആരുടെയൊക്കെ ജീവിതത്തെ ಯಾರ್ದೋ ಜೀವಿತದಲ್ಲಿ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ಆಗ್ರಹಿಸ್ತಾ ಇದ್ರೆ, ദാഹിക്കുന്നുവെങ്കിൽ ದಾಹ ಇದ್ರೆ ദൈവം അത് തുറക്കാൻ ആഗ്രഹിക്കുന്നു, ದೇವರದನ್ನ ತೆರೆಯುವುದಕ್ಕಾಗಿ ಬಯಸಿದ್ದಾರೆ, ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ದೇವರದನ್ನ ತೆರೆದು ಕೊಡ್ಲಿಕ್ಕಾಗಿ ಬಯಸಿದ್ದಾರೆ. പാടിയതുപോലെ ಹಾಡದ ಹಾಗೆ നീ തുറന്നാൽ ആരും അടക്കത്തില്ല, ಆತನು ತೆರೆದರೆ ಯಾರು നീ ಮುಚ್ಚಕ್ಕಾಗುವುದಿಲ್ಲ, തുറന്നാൽ ആരും അടക്കത്തില്ല. ಆತನು ತೆರೆದರೆ ಯಾರು ಮುಚ್ಚೋದಿಲ್ಲ. പലതും എനിക്ക് അടച്ചു, ಅನೇಕ ಬಾಗಿಲು ನನಗಾಗಿ ಮುಚ್ಚಿತ್ತು, എന്റെ അപ്പൻ എനിക്ക് വേണ്ടി തുറന്നത്, ಆದ್ರೆ ನನ್ನ ಅಪ್ಪ ನನಗಾಗಿ ತೆರೆದಿದ್ದು പിശാച് അടച്ചു. ಸೈತಾನ ಮುಚ್ಚಿದನು. എന്റെ അമ്മ എനിക്ക് വേണ്ടി തുറന്നത്, ನನ್ನ ತಾಯಿ ನನಗಾಗಿ ತೆರೆದಿದ್ದು പിശാച് അടച്ചു കളഞ്ഞു. ಸೈತಾನ ಮುಚ್ಚಿದನು. ഈ ലോകത്തിൽ എനിക്ക് തുറന്നത് ಈ ಲೋಕದವರು ನನಗಾಗಿ ತೆರೆದಿದ್ದು പലർക്കും അടക്കാൻ കഴിഞ്ഞു. ಅನೇಕರಿಗೆ ಮುಚ್ಚಲಿಕ್ಕೆ ಸಾಧ್ಯ എന്നാൽ ಆಯ್ತು. യേശു ജീവന്റെ ഉറവ തുറന്നാൽ ಆದ್ರೆ ಯೇಸು ಜೀವದ ಬುಗ್ಗೆ ತೆರೆದ್ರೆ ആർക്കും അടക്കാൻ കഴിയത്തില്ല. ಯಾರಿಗೂ ಅದನ್ನು ಮುಚ್ಚಕ್ಕಾಗಲ್ಲ. സ്ഥലത്തായി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്, ಆ ಸ್ಥಳದಲ್ಲಾಗಿದೆ ನೀವು ಬಂದು ಕೂತಿರೋದು. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ನೀವಿಲ್ಲಿ ಬಂದು ಕೂತಿರೋದು എന്തിനാ വന്നിരിക്കുന്നത്? ಯಾಕೆ ಬಂದು ಕೂತಿದ್ದೀರಾ? എല്ലാം അടങ്ങെടുത്ത് ಎಲ್ಲ ಮುಚ್ಚಲ್ಪಡೋ ಸ್ಥಳದಲ್ಲಿ ജീവന്റെ ഉറവ ಒಂದು ಜೀವದ ಬುಗ್ಗೆ ചിലർക്ക് തുറക്കാൻ വേണ്ടി ಕೆಲವರಿಗೆ ತೆರೆಯುವುದಕ್ಕಾಗಿ എന്റെ ദൈവം ನನ್ನ ದೇವರು ഇതിനകത്തേക്ക് ಇದರ ಒಳಗಡೆಗೆ ഈ ടീമിലേക്ക് ಈ ಟೀಮ್ಗೆ ചിലതിനെ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ನನ್ನ ದೇವರು ತರುವುದಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. ചിലതിനെ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ದೇವರು ತರುವುದಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എവിടെ തുറക്കണമെന്ന് കർത്ത അറിയാം. ಎಲ್ಲಿ ತೆರಿಬೇಕೆಂಬುದು ಕರ್ತನಿಗೆ ಗೊತ್ತು. അവിടെ നിന്നെ കൊണ്ടുവന്ന് ദൈവം തുറക്കും. ಅಲ್ಲಿಗೆ ನಿನ್ನನ್ನು ಕರ್ಕೊಂಡು ಬಂದು ದೇವರು ತೆರೆಯುವವನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ. എനിക്ക് എവിടെ ദൈവം തുറക്കുന്നുണ്ട് ನನಗೆ ಎಲ್ಲಿ ದೇವರು ತೆರೀತಾರೆ എനിക്ക് അറിയത്തില്ല. ನನಗೆ ಗೊತ್ತಿಲ್ಲ. അത് തുറക്കാൻ വേണ്ടി ಅದು ತೆರೆಯುವುದಕ್ಕಾಗಿ സ്ഥലത്തന്നെ എടുത്തുകൊണ്ട് വേണ്ടി ಆ നിർത്തി തുറക്കും. ಸ್ಥಳದಲ್ಲಿ ದೇವರನ್ನ ತಕ್ಕೊಂಡೋಗಿ ನಿಲ್ಲಿಸಿ ನನಗಾಗಿ ತೆರೆಯಲಿಕ್ಕೆ ಅವನ ಶಕ್ತನಾದ ದೇವರಾಗಿದ್ದಾನೆ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കേണ്ട വ്യക്തിയല്ല. ನಾನು ಇವತ್ತು ಈ ರೀತಿ ನಿಲ್ಬೇಕಾದ ವ್ಯಕ್ತಿ ಅಲ್ಲ. അനേകരുടെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി, ಅನೇಕರ ಆಂತರಿಕ ಸೌಖ್ಯಕ್ಕಾಗಿ, അനേകരുടെ വിടുതലിന് വേണ്ടി, ಅನೇಕರ ಬಿಡುಗಡೆಗಾಗಿ, അനേകരുടെ ആത്മപകർച്ചയ്ക്ക് വേണ്ടി ಅನೇಕರ ಮೇಲೆ ಆತ್ಮನ എനിക്ക് ಸುರಿಸುವಿಕೆಗಾಗಿ വേറെ എവിടെ നിൽക്കാമായിരുന്നു. ನನಗೆ ಬೇರೆ ಎಲ್ಲಾದ್ರೂ ಹೋಗಿ പക്ഷേ ನಿಂತ್ಕೋಬಹುದಾಗಿತ್ತು. എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ಆದ್ರೆ ನನ್ನನ್ನ ಇಲ್ಲಿ ತಂದು ഇവിടെ ನಿಲ್ಸಿರೋದು, അത് ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നു. ಇಲ್ಲಿ ದೇವರದನ್ನ ತೆರೆಯುವುದಕ್ಕಾಗಿ ಬಯಸಿದ್ದಾರೆ. ഇവിടെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ಇಲ್ಲಿ ದೇವರದನ್ನ ತೆರೆಯುವುದಕ್ಕಾಗಿ ಬಯಸಿದ್ದಾರೆ. ഇവിടെ തുറക്കാൻ ആഗ്രഹിക്കുന്നു.
ഇവിടെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ಇಲ್ಲಿ ತೆರೆಯುವುದಕ್ಕಾಗಿ ചില ಬಯಸಿದ್ದಾನೆ. വീട്ടിൽ ഞാൻ പോകുമ്പോൾ, ಕೆಲವು ಮನೆಗಳಿಗೆ ನಾನು ചില ಹೋಗುವಾಗ, വീട്ടിൽ ഞങ്ങൾ ഉയർപ്പിന്റെ ധ്വനി പോകുമ്പോൾ, ಕೆಲವು ಮನೆಗಳಿಗೆ ನಾವು ಪುನರುತ್ಥಾನದ ಧ್ವನಿಯಾಗಿ അവിടെ ഒരു ಹೋಗುವಾಗ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ಅಲ್ಲಿ ಬದಲಾವಣೆ ಬರ್ತಾ ಇದ್ರೆ ദൈവം അവിടെ ഞങ്ങളിവിടെ തുറക്കാൻ പോകുന്നു. ದೇವರು ಅಲ್ಲಿ ನಮ್ಮ ಮೂಲಕ ತೆರೆಯುವುದಕ್ಕಾಗಿ ಬಯಸಿದ್ದಾರೆ. മൈസൂർ തുറന്നു കഴിഞ്ഞു, ಮೈಸೂರಿನಲ್ಲಿ ನಿನ್ನೆ ಓಪನ್ ಆಗಿದೆ. പലർക്കും തുറന്നു കഴിഞ്ഞു. ಅನೇಕ ಸ್ಥಳದಲ್ಲಿ ಅದು ತೆರೆಯಲ್ಪಟ್ಟಿದೆ. പലരും ചില ആന്തരിക സൗഖ്യങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു. ಅನೇಕರ ಆಂತರಿಕ ಸೌಖ್ಯಗಳನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ. ബാംഗ്ലൂർ തുറന്നു കഴിഞ്ഞു. ಕಳೆದ ಬಾರಿ ಬ್ಯಾಂಗ್ಳೂರಿನಲ್ಲಿ ಅದು ತೆರೆಯಲ್ಪಟ್ಟಿದೆ. ഓപ്പൺ മാത്രമാണ്. ಅದೊಂದು ಓಪನಿಂಗ್ ಮಾತ್ರವಾಗಿದೆ. തുറക്കൽ ആരംഭിക്കാൻ ಅದೇ പോകുന്നു. ನಿಜವಾಗಿಯೂ ತೆರೆಯುವಿಕೆ ಇನ್ನೇನು ಆರಂಭವಾಗ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. നിന്നിലല്ലോ നിത്യ ജീവന്റെ ഉറവ. ಜೀವದ ಬಳಿ ಅಲ್ಲಿ ಜೀವದ ಬುಗ್ಗೆ ನಿನ್ನಲ್ಲುಂಟಲ್ಲ. നിന്നിലല്ലോ നിത്യ ജീവന്റെ ഉറവ. ಜೀವದ ಬುಗ್ಗೆ ನಿನ್ನಲ್ಲುಂಟಲ್ಲ. യേശു അത് ചിലരെ ഏൽപ്പിക്കാൻ പോവുകയാ. ಯೇಸು ಅದನ್ನ ಕೆಲವರಿಗೆ ಒಪ್ಪಿಸಕ್ ಹೋಗ್ತಿದ್ದಾರೆ. ജീവന്റെ ഉറവ യേശുവില്ല. ಜೀವದ ಬುಗ್ಗೆ ಇರೋದು ಯೇಸುವಲ್ಲೇ. യേശു അത് ചിലരെ ഏൽപ്പിക്കാൻ ಆದ್ರೆ പോവുകയാ. ಯೇಸು ಅದನ್ನ ಕೆಲವರಿಗೆ ಒಪ್ಪಿಸಕ್ ಹೋಗ್ತಿದ್ದಾರೆ. ദൈവം ചിലരെ വിളിക്കുന്നത്. ಅದಕ್ಕಾಗಿದೆ ದೇವ್ರು ಕೆಲವರನ್ನ ಕರಿತಿರೋದು. ദൈവം ചിലരെ വിളിക്കുന്നത്. ಅದಕ್ಕಾಗಿದೆ ದೇವ್ರು ಕೆಲವರನ್ನ ಕರಿತಿರೋದು. ഹല്ലേലൂയ. ಆಮೆನ್. ജീവന്റെ ഉറവ ಜೀವದ ಬುಗ್ಗೆ നിനക്ക് എവിടെ തുറക്കണമോ ನಿನಗೆ ಎಲ್ಲಿ ತೆರಿಬೇಕೋ അവിടെ ദൈവം നിന്നെ കൊണ്ടുവരും. ಅಲ್ಲಿ ದೇವ್ರು ನಿನ್ನ ಕರ್ಕೊಂಡು ಬರ್ತಾರೆ. അതുകൊണ്ട് ಆದ ಕಾರಣ കല്യാണം കഴിക്കേണ്ട കുട്ടികൾ ಮದುವೆ ಆಗ್ಬೇಕಾದ ಮಕ್ಕಳು ഇങ്ങനെ പ്രാർത്ഥിക്കണം. ಈ ರೀತಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. കർത്താവിന്റെ ഹിതമുള്ളത് എനിക്ക് വരണം. ಕರ್ತನೆ ನಿನ್ ಚಿತ್ತ ಇರೋದು ನಾನು ആ ಬರಬೇಕು. വീട്ടിലായിരിക്കും, ആ വീട്ടിലെത്തുമ്പോഴായിരിക്കും ಆ ಮನೆಗೆ ತಲುಪೋಕಾಗಿರುತ್ತೆ. ഉറവ ദൈവം തുറക്കാൻ പോകുന്നത്. ನಿನಗೊಂದು ಹೊರತೆಯನ್ನು ದೇವ್ರು ತೆರೆಗೆ ഞാൻ ಹೋಗ್ತಿರೋದು. കല്യാണത്തിന്റെ വിഷയം മാത്രമല്ല ನಾನು ಮದುವೆ പറയുന്നത്. ವಿಷಯ ಮಾತ್ರ ಹೇಳ್ತಿಲ್ಲ. കർത്താവേ, നിന്റെ ഹിതപ്രകാരം ಕರ್ತನೆ ನಿನ್ ಚಿತ್ತ ಪ್ರಕಾರ എനിക്കൊരു വഴി തുറക്കണമെന്ന് ನನಗೊಂದು ದಾರಿ ತೆರಿಬೇಕೆಂಬುದಾಗಿ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಾದ್ರೆ നാമെ നിന്നെ ನಿನ್ನನ್ನ ദൈവം ചിലത്ത് കൊണ്ടുപോകും. ದೇವ್ರು ಕೆಲವು ಸ್ಥಳಗಳು ಕರ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ചോദ്യം ചെയ്യരുത്. ನೀನ್ ಪ್ರಶ್ನೆ ಮಾಡಬಾರ್ದು. അവിടെ വെച്ച് നിന്നെ അത് തുറക്കാൻ വേണ്ടിട്ടാ. ಆದ್ರೆ ದೇವ್ರು ನಿನ್ನನ್ನ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದು ಅಲ್ಲಿ ನಿನಗಾಗಿ ತೆರೆಯೋದಕ್ಕೋಸ್ಕರವಾಗಿದೆ. നിനക്ക് വേണ്ടി തുറക്കാൻ വേണ്ടിട്ടാ. ಅಲ್ಲಿ ನಿನಗೋಸ್ಕರ ತೆರೆಯುವುದಕ್ಕಾಗಿದೆ. അവിടെ നിനക്ക് വേണ്ടി തുറക്കാൻ വേണ്ടിട്ടാ. ಅಲ್ಲಿ ನಿನಗೋಸ್ಕರ ತೆರೆಯೋದಕ್ಕೋಸ್ಕರ ಆಗಿದೆ. ഹോശേയ 2-ാം അധ്യായം. ಹೋಶೇಯನು ಬರೆದ ಪ್ರವಾದನೆ ಗ್ರಂಥ 2ನೇ ಅಧ್ಯಾಯ. അതിലൊരു വാക്യമുണ്ട്. ಅದರಲ್ಲೂ ವಾಕ್ಯವಿದೆ. അവിടെ കൊണ്ടുപോയി ഞാൻ നിന്നെ തുറക്കാൻ വേണ്ടി തുറക്കും. ನಾನು ಅವಳನ್ನ ಅಲ್ಲಿ ಒಲಿಸಿ ಕರೆದೊಯ್ದು ಅವಳಿಗಾಗಿ ತೆರೆಯುತ್ತೇನೆ. വായിച്ചോട്ടെ. ಅದನ್ನ ತೆಗೆದು ಹೋಗ್ರಿ. ಹೋಶೇಯನು ಬರೆದ ಪ್ರವಾದನೆ ಗ್ರಂಥ 2ನೇ ಅಧ್ಯಾಯ. ಹೋಶೇಯನು ಬರೆದ ಪ್ರವಾದನೆ ಗ್ರಂಥ ಅದರ ആത്മാവിൽ വേഗം വന്നതുകൊണ്ട് എടുത്തതാ. ഹല്ലേലൂയ. 2ನೇ ಅಧ್ಯಾಯ ಅದರ 14ನೇ ವಾಕ್ಯ. ಆಹಾ, ನಾನು ಅವಳನ್ನು ಒಲಿಸಿ ಅಡವಿಗೆ ಕರ್ಕೊಂಡು ಹೋಗಿ ಅವಳೊಂದಿಗೆ ಹೃದಯಂಗಮವಾಗಿ ಮಾತಾಡುವೆನು. ಅವಳ ದ್ರಾಕ್ಷಿಯ ತೋಟಗಳನ್ನು ಅಲ್ಲಿರುವಾಗಲೇ ಅವಳಿಗೆ ಹಿಂದಕ್ಕೆ ಕೊಡುವೆನು. ಆ ಕೋರಿನ ತಗ್ಗನ್ನೇ ಅವಳ ಸುಖ ನಿರೀಕ್ಷೆಗೆ ದ್ವಾರವನ್ನಾಗಿ ಮಾಡುವೆನು. എന്നെ കേൾക്കുന്ന ദൈവമല്ലേ? ನನ್ನ ಶಬ್ದ ಕೇಳದೇವ್ರ ಮಕ್ಕಳೇ, എന്നെ കേൾക്കുന്ന ദൈവമല്ലേ? ನನ್ನ ಶಬ್ದ ಕೇಳದೇವ್ರ ಮಕ್ಕಳೇ, ദൈവം വശീകരിക്കുമ്പോൾ ದೇವರು ನಮ್ಮನ್ನು ಒಲಿಸುವಾಗ നീ പുറകോട്ട് പോകരുത്. ನೀವು ಹಿಂದೆ ಹೋಗಬಾರದು. പരിശുദ്ധാത്മാവ് നിന്നെ വശീകരിക്കുമ്പോൾ ಪರಿಶುದ್ಧಾತ್ಮನು ನಿನ್ನನ್ನು നീ ವಶೀಕರಿಸುವಾಗ പുറകോട്ട് പോകരുത്. ನೀನು ಹಿಂದೆ ಹೋಗಬಾರದು. എങ്ങനെ പരിശുദ്ധാത്മാവ് വശീകരിക്കുന്നത്? ಹೇಗಾಗಿದೆ ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನನ್ನು ಒಲಿಸಿಕೊಳ್ಳೋದು? സൈലസ് പറയുന്ന പോലെ ನಮ್ಮ ಸೈಲಸ್ ಬ್ರದರ್ ಹೇಳೋ ಹಾಗೆ വലിക്കുന്നുണ്ട്. ಎಳೀತಾನೆ. നിന്റെ പ്രാർത്ഥനയ്ക്ക് വലിക്കുന്നുണ്ട്. ನನ್ನ ಪ್ರಾರ್ಥನೆಗಾಗಿ ಎಳೀತಿದ್ದಾನೆ. നിന്നെ ആലയത്തിലേക്ക് വലിക്കുന്നുണ്ട്. ನಿನ್ನನ್ನು ಆಲಯಕವನು ಎಳೆಯುತ್ತಿದ್ದಾನೆ. വരാൻ വലിക്കുന്നുണ്ടെങ്കിൽ ಎಳೀತಾ ಇದ್ರೆ നീ വരുന്നതല്ല, ನೀನ್ ಬರ್ತಿರೋದಲ್ಲ, നിന്നെ വലിക്കുന്നുണ്ടെങ്കിൽ ನಿನ್ನನ್ನು ಎಳೀತಾ ಇದ್ರೆ പരിശുദ്ധാത്മാവ് നിന്നെ വശീകരിക്കാൻ തുടങ്ങി. ಪರಿಶುದ್ಧಾತ್ಮನು ನಿನ್ನನ್ನು ಒಲಿಸಿಕೊಳ್ಳಕ್ಕೆ ಆರಂಭ ಮಾಡಿದ್ದಾರೆ. ವಶೀಕರಿക്കാൻ ಓಹೋ, വശീകരിക്കാൻ തുടങ്ങി. ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನನ್ನು ಒಲಿಸಿಕೊಳ್ಳಕ್ಕೆ ಆರಂಭ ಮಾಡಿದ್ದಾರೆ. ഹല്ലേലൂയ. നിന്നെ പ്രാർത്ഥിക്കാൻ ನಿನ್ನನ್ನು ಪ್ರಾರ್ಥನೆ പ്രാർത്ഥന ಮಾಡ್ಲಿಕ್ಕೆ ഇരിക്കുന്നതല്ല, ನೀನ್ ಪ್ರಾರ್ಥನೆ ಕೂತ್ಕೋತಿರೋದಲ್ಲ, പ്രാർത്ഥിക്കാൻ വശീകരിക്കുന്നുണ്ടെങ്കിൽ, ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ನಿನ್ನನ್ನು ಎಳೀತಾ ಇದ್ರೆ, നിന്റെ അഹാദിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ, ನಿನ್ನನ್ನು ಆ ಪ್ರಾರ್ಥನೆಗೆ ಎಳೀತಾ ಇದ್ರೆ അതിന്റെ പേരാണ് വശീകരിക്കുക എന്ന് പറയുന്നത്. ಅದರ ಹೆಸರಾಗಿದೆ ಒಲಿಸಿಕೊಳ್ಳೋದು ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ. ആലയത്തിൽ എല്ലാരും പോകും, ಆಲಯಕ್ಕೆ ಎಲ್ಲರೂ ಹೋಗ್ತಾರೆ. അങ്ങനെയല്ല. ಹಾಗಲ್ಲ, പോകാൻ നിന്നെ അകത്ത് വലിക്കുന്നുണ്ടെങ്കിൽ, ಹೋಗುವುದಕ್ಕೆ ನಿನ್ನೊಳಗಡೆ ಒಂದು ಎಳತ ಬರ್ತಾ ಇದ್ರೆ ആത്മാവ് വശീകരിക്കുന്നതാണ്. ಅದು ಅದರ ಅರ್ಥ ಪರಿಶುದ್ಧಾತ್ಮನು ನಿನ್ನನ್ನು ವಶೀಕರಿಸಿರೋದಾಗಿದೆ. പരിശുദ്ധാത്മാവ് വശീകരിക്കുമ്പോൾ ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನನ್ನು ಒಲಿಸಿಕೊಳ್ಳುವಾಗ പല തടസ്സവും പിശാച് കൊണ്ടിടുമ്പോൾ ಅನೇಕ ತಡೆಗಳನ್ನು ಸೈತಾನ ತಂದು ಹಾಕ್ಬೋದು. നീ അതിൽ വീണു പോകരുത്. ಆದ್ರೆ ನೀನ್ ಅದ್ರಲ್ಲಿ ಬಿದ್ದೋಗ್ಬಾರ್ದು. പരിശുദ്ധാത്മാവ് വലിച്ചു കൊണ്ടുപോകുന്നവൻ ಪರಿಶುದ್ಧಾತ್ಮನು ಎಳೆದುಕೊಂಡು ಹೋಗುವಾಗ ദൈവം ചില ഉറവ തുറക്കും. ಅಲ್ಲಿ ದೇವರು ನಿನಗಾಗಿ ಕೆಲವು ಹೊರತೆಗಳನ್ನು ತೆರೀತಾರೆ. അവര് വിടുവിക്കപ്പെടും. ಅವರು ಬಿಡುಗಡೆಯಾಗುತ್ತಾರೆ. അവരിൽ ചില തുറന്നു വരും. ಅಲ್ಲಿ ಕೆಲವೆಲ್ಲ ತೆರೆಯಲ್ಪಡ್ತಾರೆ. ഒരു കാലത്ത് ಒಂದು ಕಾಲದಲ್ಲಿ പരിശുദ്ധാത്മാവ് ಪರಿಶುದ್ಧಾತ್ಮನು എന്നെ ഒരു ഉപവാസത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി ನನ್ನನ್ನು ಉಪವಾಸದೊಳಗೆ ಎಳೆದುಕೊಂಡು ಹೋದನು, ವಶೀಕರಿಸಿದನು. ഞാൻ എന്നെ അതിൽ നിന്ന് കൊണ്ടുപോകാതിരിക്കാൻ ನನ್ನನ್ನ ಅದರಿಂದ ಬೇರ್ಪಡಿಸ ಇರಲಿಕ್ಕೆ പിശാചിനിക്ക് ലൂസ് മോഷൻ ഇട്ടു. ಸೈತಾನ ನನಗೆ ಲೂಸ್ ಮೋಷನ್ ಹಾಕಿದನು, തടസ്സം ഇട്ടു. ಅನೇಕ ತಡೆಗಳನ್ನ ತಂದು ಹಾಕಿದನು. അളിയനിലൂടെ ಆದ್ರೆ ನನ್ನ ಭಾವನ ಮೂಲಕ എന്നെ വശീകരിച്ചു. ನನ್ನನ್ನು ದೇವರಾತ್ಮನು ಒಲಿಸಿಕೊಂಡನು, വല്ലാതെ വശീകരിച്ചു. ಬಹಳಷ್ಟು ಒಲಿಸಿಕೊಂಡನು. ഞാൻ അവിടെ എത്തി. ಹಾಗೆ ನಾನು ಆ ಉಪವಾಸ ಪ್ರಾರ್ಥನೆಗೆ ತಲುಪಿದೆ. പക്ഷേ ಆದ್ರೆ അവിടെ ഒരു ഉറവ കർത്താവ് തുറന്നു. ಅಲ್ಲೊಂದು ಬುಗ್ಗೆಯನ್ನು ದೇವರು ತೆರೆದನು. യേശു ഇറങ്ങി വന്നു. ಯೇಸು ಅಲ್ಲಿ ಇಳಿದು ಬಂದನು. എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ನನ್ನ ಮುಂದೆ ಬಂದು ನಿಂತು ಹೇಳಿದನು. എന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ನನ್ನ ಮುಂದೆ ಬಂದು ನಿಂತು ಹೇಳಿದನು. യേശു മാറോടെടുത്തു. ನನ್ನನ್ನ ಯೇಸು ಎದೆಗಪ್ಪಿಕೊಂಡನು, എന്നെ തഴുകി. ನನ್ನನ್ನ ಲಾಲಿಸಿದನು. അന്ന് തുറന്നതാണ് ಅವತ್ತು ತೆರೆದಿದ್ದಾಗಿದೆ, എന്റെ മേൽ പകർന്ന അഭിഷേകം. ಅವತ್ತು ತೆರೆದಿದ್ದಾಗಿದೆ ನನ್ನ ಮೇಲೆ ಸುರಿಯಲ್ಪಟ್ಟಂತ ಅಭಿಷೇಕ. ദൈവം
കാസർഗോഡ് എന്നെ ಕಾಸರಗೋಡಲ್ಲಿದ್ದ ನನ್ನನ್ನ പത്തനംതിട്ടയിൽ വിരുന്ന് പോയ ഞാൻ ಪತ್ತನಂತಿಟ್ಟಕ್ಕೆ ಔತಣಕ್ಕೆ ಹೋದ ನಾನು വിരുന്ന് പോയതല്ല, ನಾನು ಔತಣಕ್ಕೆ ಹೋಗಿದ್ದಲ್ಲ. കാസർഗോഡ് ಕಾಸರಗೋಡಿಂದ ആത്മാവിനെ വശീകരിച്ചത് ದೇವರ ಆತ್ಮನೇ ನನ್ನನ್ನು ಒಲಿಸಿದ್ದು. ഞാൻ അറിഞ്ഞില്ല. ನನಗದು ಗೊತ್ತಾಗ್ಲಿಲ್ಲ. പക്ഷെ ഉപവാസത്തിന് വന്ന് ഇരിക്കുമ്പോൾ ಆದ್ರೆ ಉಪವಾಸ ಕೂಟಕ್ಕೆ ಹೋಗಿ ಕೂತ್ಕೊಂಡಾಗ വലി നടക്കുകയാണ്. ನನ್ನೊಳಗಡೆ ಒಂದು ಎಳತ ಇದೆ. ഈ വിരുന്നിന് വന്നതല്ല. ಹಾಲೆಲೂಯಾ, ನೀನು ಔತಣಕ್ಕೆ ಬಂದಿದ್ದಲ್ಲ. ഹോശേയ 2:14 പ്രകാരം ಹೋಶೆ 2:14 ಪ್ರಕಾರ അതിനവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ನಾನು ನಿನ್ನ ಕರ್ಕೊಂಡು ಬಂದು ಕೂರಿಸಿದಾಗ ഉറവകൾ തുറക്കും. ಇಲ್ಲಿ ನಿನಗೋಸ್ಕರ ನಾನೊಂದು ಬುಕ್ಕೆ ತೆರಿತೇನೆ. അതാ ഞാൻ പറഞ്ഞത്. ಅದನ್ನಾಗಿದೆ ನಾನು ಹೇಳಿದ್ದು. ചിലയിടത്ത് ദൈവം ಕೆಲವು ಸ್ಥಳದಲ್ಲಿ ದೇವರು നിന്നെ കൊണ്ടുപോയിട്ട് ನಿನ್ನನ್ನು ಕರ್ಕೊಂಡೋಗಿ ചില ഉറവകളെ ദൈവം ಕೆಲವು തുറക്കും. ಬುಕ್ಕೆಗಳನ್ನು ದೇವರು ನಿನಗಾಗಿ ತೆರಿತಾರೆ. ചില ഉറവകളെ ദൈവം തുറക്കും. ಬುಕ್ಕೆಗಳನ್ನು ದೇವರು ನಿನಗಾಗಿ ತೆರಿತಾರೆ. ചില ഉറവകളെ ദൈവം തുറക്കും. ಬುಕ್ಕೆಗಳನ್ನು ದೇವರು ನಿನಗಾಗಿ ತೆರಿತಾರೆ. ചിലയിടത്ത് ദൈവം കൊണ്ടുപോകും. ಕೆಲವು ಸ್ಥಳಗಳಲ್ಲಿ ದೇವರು ಕರ್ಕೊಂಡು ಹೋಗ್ತಾರೆ. നിനക്ക് ഇഷ്ടമല്ലെന്ന് തോന്നും. ನಿನಗೆ ಇಷ್ಟ ಆಗದೆ ಇರಬಹುದು. പക്ഷെ നിന്റെ അകം ಆದ್ರೆ ನಿನ್ನ ಆಂತರ್ಯ പരിശുദ്ധന് ഭരിക്കുമ്പോൾ ಪರಿಶುದ್ಧಾತ್ಮ ಎಳೆಯುವಾಗ നിന്റെ ശരീരത്തിന് ഇഷ്ടത്തിന് ನಿನ್ನ ಶರೀರದ ಇಷ್ಟಕ್ಕೆ നീ വിട്ടുകൊടുക്കരുത്. ನೀನು ಬಿಟ್ಕೊಡ್ಬಾರ್ದು. ആത്മാവിന്റെ വലിയ അനുസരിച്ച് ದೇವರ ಆತ್ಮನ ಎಳತಕ್ಕೆ ತಕ್ಕಂತೆ നീ മുമ്പോട്ട് പോകാൻ ನೀನು തയ്യാറാകുന്നത് ಮುಂದೆ ಹೋಗೋದಕ್ಕೆ ಸಿದ್ಧವಾದ್ರೆ ഒരു ഉറവ ദൈവം നിനക്ക് ಒಂದು ഉറപ്പായി ಹೊರತೆಯನ್ನು ದೇವರು ನಿನಗೆ ದೃಢವಾಗಿ ತೆರೀತಾರೆ. ഈ ഉയർപ്പിന്റെ ധ്വനി ಈ ಪುನರುತ್ಥಾನದ ಧ್ವನಿ ചിലരെയൊക്കെ ಕೆಲವರನ್ನೆಲ್ಲ ആത്മാവ് വശീകരിക്കുന്നുണ്ട്. ದೇವರಾತ್ಮನು ಒಲಿಸಿಕೊಳ್ತಾ ಇದ್ರೆ പരിശുദ്ധ പകല് ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಹಗಲು പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു. ಪ್ರವಾದಿಸಿದ್ದಾರೆ. പ്രവചിക്കുന്നു. നിനക്കൊരു ജോലി കിട്ടും നല്ല പ്രവചിക്കുന്നു. ನಿನಗೊಂದು ಕೆಲಸ ಸಿಗುತ್ತೆ ಅಂತೆಲ್ಲ ಪ್ರವಾದಿಸಿರು. ಪರಿಶುದ್ಧಾತ್ಮನ ಇದ್ರೊಳಗಡೆ വലിച്ചുകൊണ്ടിരിക്കുന്നു. ಕೆಲವರನ್ನೆಲ್ಲ ಎಳಿತಾ ಇದ್ದಾನೆ. വശീകരിക്കുന്നു. ಕೆಲವರನ್ನೆಲ್ಲ ಒಲಿಸಿಕೊಳ್ತಿದ್ದಾನೆ. ആത്മീയമല്ലാത്തവന്റെ ಆತ್ಮಿಕನಲ್ಲದೆ ಇರುವ വാക്ക് കേട്ടിട്ട് ಮಾತು ಕೇಳಿ പുറകോട്ട് പോയാൽ ನೀನು ಹಿಂದೆ ಹೋದ್ರೆ നിനക്കാ നഷ്ടം. ನಿನಗಾಗಿದೆ ನಷ್ಟ. നിനക്കാ നഷ്ടം. ನಿನಗೇನೆ ನಷ್ಟ. നിനക്ക് തുറക്കുന്ന ഉറവ നീ അടയ്ക്കാൻ പോവുകയാണ്. ನಿನಗೆ ತೆರೆಯಬೇಕಾದ ಬುಗ್ಗೆಯನ್ನು ನೀನೇ ಮುಚ್ಚುತ್ತಾ ಇದ್ದಿ. നിന്റെ എത്ര വലിയ സ്നേഹിതന്മാരാണെങ്കിലും, ನಿನ್ನ ಎಷ್ಟು ದೊಡ್ಡ ಸ್ನೇಹಿತರಾಗಿದ್ರು, നിന്റെ എത്ര വലിയവരാണെങ്കിലും, ನಿನ್ನ ಎಷ್ಟು ದೊಡ್ಡವರಾಗಿದ್ರು, പരിശുദ്ധാത്മ വിരോധമായി ಪರಿಶುದ್ಧಾತ್ಮನ ವಿರೋಧವಾಗಿ ആരെങ്കിലും നിന്നെ ಯಾರಾದ್ರೂ ನಿನ್ನನ್ನ ഈ വലിക്ക് തടസ്സം നിൽക്കുന്നുവെങ്കിൽ, ಈ ಒಲಿಸಿಕೊಳ್ಳುವುದಕ್ಕೆ ತಡೆಯಾಗಿ ನಿಂತಿದ್ರೆ അതിലൂടെ ಅದರ ಮೂಲಕ ദൈവം നിനക്ക് തുറന്ന വഴി നീ അടക്കുക. ದೇವರು ನಿನಗಾಗಿ ತೆರೆದ ಮಾರ್ಗವನ್ನ ನೀನೇ ಮುಚ್ಚುತ್ತಾ ಇದ್ದಿ. മനസ്സിലാകട്ടെ? ദൈവത്തെ സ്തുതിക്കുന്നു. ಆಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೀನಿ. മനസ്സിലാകട്ടെ? ദൈവത്തെ സ്തുതിക്കുന്നു. ಆಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ മനുഷ്യൻ ಮಾಡ್ತೀನಿ. തന്നെ വലിച്ചുകൊണ്ടിരിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಎಳಿತಿದ್ದ, പ്രാർത്ഥനയിലേക്ക് വലിക്കുന്നു. ಪ್ರಾರ್ಥನೆಗೆ ಎಳಿತಿದ್ದಾನೆ. എന്റെ അപ്പം എന്ന് പറയുന്നു, ನನ್ನ ತಂದೆ ಬಂದು ಹೇಳ್ತಾನೆ, അമ്മ വന്ന് പറയുക, ಅಮ್ಮ ಬಂದು ಹೇಳ್ತಾಳೆ, ഭാര്യ വന്ന് പറയുന്നു, ಹೆಂಡತಿ ಬಂದು ಹೇಳ್ತಾಳೆ, എപ്പോഴും ഒരു ಓ പ്രാർത്ഥന ನೀ ಯಾವಾಗ್ಲೂ ಒಂದು ಪ್ರಾರ್ಥನೆ തടയാൻ വരികയാ, ತಡಿಯಕ್ ಬರ್ತಿದ್ದಾರೆ, തടയാൻ വരികയാ, ತಡಿಯಕ್ ಬರ್ತಿದ್ದಾರೆ, തടയാൻ വരികയാ. ತಡಿಯಕ್ ಬರ್ತಿದ್ದಾರೆ. തടയാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ತಡದ್ರೆ ನಾನ್ ಬಿಟ್ಕೊಡೋದಿಲ್ಲ. എന്നെ വലിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം. ನನ್ನನ್ನ ಎಳಿತಾ ಇರುವವನು ಯಾರೆಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತು. എന്നെ വലിക്കുന്നത് ನನ್ನನ್ನು ಎಳಿತಿರೋದು മരണത്തെ ജയിച്ച്, ಮರಣವನ್ನ ಜಯಿಸಿ, എനിക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ನನಗೋಸ್ಕರ ಮರಣವನ್ನ ಜಯಿಸಿ ഉയർത്തെഴുന്നേറ്റവൻ, ಪುನರುತ್ಥಾನನಾದವನು എനിക്ക് വേണ്ടി ನನಗೋಸ್ಕರ ഒരു വഴി തുറക്കാൻ, ಒಂದು ದಾರಿ ತೆರೆಯಲಿಕ್ಕೆ, എന്നെ വലിക്കുന്നതിനുള്ള ನನ್ನನ್ನು ಎಳೆಯುವಾಗ വിശ്വാസം, ಎಳೆಯುವಂತ ನಂಬಿಕೆ, തിരിച്ചറിവ് ತಿಳುವಳಿಕೆ എന്റെ അകത്തുള്ളത് കൊണ്ട് ನನ್ನೊಳಗಡೆ ಇರೋದ್ರಿಂದ അതിന് വിരോധമായി ಅದಕ್ಕೆ ವಿರೋಧವಾಗಿ എന്റെ മക്കള് പറഞ്ഞാലും, ನನ್ನ ಮಕ್ಕಳು ಹೇಳಿದ್ರು, ഭാര്യ പറഞ്ഞാലും, ಹೆಂಡತಿ ಹೇಳಿದ್ರು, ഞാൻ കേൾക്കത്തില്ല, ನಾನ್ ಕೇಳೋದಿಲ್ಲ, ഞാൻ കേൾക്കത്തില്ല. ನಾನ್ ಕೇಳೋದಿಲ್ಲ. ഇതെന്റെ വ്യക്തിപരമായ ഒരു വിഷയം. ಇದು ನನ್ನ ವೈಯಕ್ತಿಕ ವಿಷಯ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇത് തലം പേരെയാ, ಇದರ ಹಂತ ഇത് ಹೇಳ್ತಿದ್ದೆ. തലം പേരെയാ, ಇದರ ಹಂತ ಬೇರೆ, ഈ വലിയുടെ തലം പേരെയാ, ಈ ಎಳತದ ಹಂತ ಬೇರೆ, ഈ വലിയുടെ തലം പേരെയാ. ಈ ಒಲಿಸಿಕೊಳ್ಳುವಿಕೆಯ ಹಂತವೇ ಬೇರೆ. ഹല്ലേലൂയ. ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ನಾನ್ ಬಿಟ್ಕೊಡೋದಿಲ್ಲ. ഒരു സൗന്ദര്യത്തിന്റെ മുമ്പിൽ, ಯಾವ ಸೌಂದರ್ಯದ ಮುಂದೆಯೂ, ഒരു ലോകമോഹത്തിന്റെ മുമ്പിൽ ಯಾವ ಲೋಕ ಮೋಹದ ಮುಂದೆಯೂ എന്നെ യേശു വലിക്കുമ്പോൾ ನನ್ನನ್ನು ಯೇಸು ಎಳೆಯುವಾಗ എന്റെ ജീവിതം ഞാനിലേക്ക് ನನ್ನ വിട്ടുകൊടുക്കത്തില്ല. ಜೀವಿತ ನಾನು ಅದಕ್ಕೆ ಬಿಟ್ಕೊಡೋದಿಲ್ಲ. അത് ഞാനാ തീരുമാനിക്കുന്നത്. ಅದು ನಾನಾಗಿದ್ದು ತೀರ್ಮಾನ ಮಾಡೋದು. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എത്ര വേണ്ടപ്പെട്ടവർ ಎಷ್ಟು ಬೇಕಾದವರು എനിക്കുണ്ടെങ്കിലും ನನಗಿದ್ರು ഈ ദർശനത്തിൽ നിന്ന്, ಈ ದರ್ಶನದಿಂದ, ഈ ഉയർപ്പിന്റെ ಈ ധ്വനിയിൽ ಪುನರುತ್ಥಾನದ ಧ್ವನಿಯಿಂದ എന്തെല്ലാം അപവാദം പറഞ്ഞു ಏನೆಲ್ಲ ಅಪವಾದಗಳನ್ನು ನನಗೆ ವಿರುದ್ಧವಾಗಿ ಹಬ್ಬಿಸಿದ್ರು ഞാനത് അംഗീകരിക്കത്തില്ല. ನಾನು ಅದನ್ನ ಅಂಗೀಕರಿಸಲ್ಲ. എന്നെ വലിക്കുന്ന ആരാണെന്ന് ನನ್ನನ್ನು ಎಳಿತಿರೋದು ಯಾರು ಅಂತ എനിക്കറിയാം. ನನಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು. അത് പരിശുദ്ധാത്മാവാണ്. ಅದು ಪರಿಶುದ್ಧಾತ್ಮನಾಗಿದ್ದಾನೆ. അത് പരിശുദ്ധാത്മാവാണ്. ಪರಿಶುದ್ಧಾತ್ಮನಾಗಿದ್ದಾನೆ. യേശുവിന്റെ ശുശ്രൂഷ ಯೇಸುವಿನ ಸೇವೆ ഞാൻ തികക്കാതിരിക്കാൻ വേണ്ടി, ನಾನ್ ತಡೆ ಮಾಡದೆ ಇರಲಿಕ್ಕೆ, എനിക്ക് വേണ്ടപ്പെട്ട ನನಗೆ ಬೇಕಾದ ആരൊക്കെ എന്നെ പിന്തിരിപ്പിക്കാൻ ಯಾರೆಲ್ಲ ನನ್ನನ್ನು ಹಿಂಜರಿಯಲಿಕ್ಕೆ ಮಾಡಿದ್ರು ಕೂಡ തിരിയത്തില്ല. ನಾನು ಹಿಂದೆ ಹೋಗೋದಿಲ್ಲ. എന്നെ വലിക്കുന്നത് ನನ್ನನ್ನು ಎಳಿತಿರೋದು ആരാണെന്ന് ಯಾರೆಂಬುದಾಗಿ എനിക്ക് മനസ്സിലായി. ನನಗೆ അത് ಅರ್ಥವಾಯಿತು. വേറെ ആരുമല്ല, ಅದು ಬೇರೆ ಯಾರು ಅಲ್ಲ, നസറായനായ യേശു. ನಜರೇತಿನ ಯೇಸುವೇ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിക്കുന്നവനെ ಎಳೆಯುವವನನ್ನ പലരും തിരിക്കാൻ നോക്കും. ಅನೇಕರು ಅಲ್ಲಲ್ಲಿ ತಿರುಗಿಸಕ್ നീ ನೋಡ್ತಾರೆ. അതിൽ തോറ്റാൽ, ಹೋಲಿಸಲ್ಪಡುವವರನ್ನ ಅನೇಕರು ತಿರುಗಿಸಕ್ ನೋಡ್ತಾರೆ. ನೀ ಆದ್ರೆ ಅದ್ರಲ್ಲಿ ನೀನು ಅದರಲ್ಲಿ ಸೋತರೆ നിന്റെ ഉറവ നീ തന്നെ അടക്കുക. ನಿನ್ನ ಹೊರತೆ ನೀನೇ ಮುಚ್ಚುತ್ತಿ. പിശാചിനറിയാം ಸೈತಾನ ಗೊತ್ತು ആരെ കരങ്ങളെടുത്ത് വലിച്ചാൽ നീ ഒതുങ്ങുമെന്നുള്ളത്. ಯಾರನ್ನ ಕೈಗಳ ತಕೊಂಡು ನಿನ್ನನ್ನ ಎಳೆದ್ರೆ ನೀನು ಅಡಗಿಸಲ್ಪಡ್ತಿ ಅನ್ನೋ ಸೈತಾನ ಗೊತ್ತು. പരിശുദ്ധാത്മാവിന്റെ വലിയിൽ നിന്ന് ಈ ಪರಿಶುದ್ಧಾತ್ಮನ ಸೆಳೆತದಿಂದ ആരെ കരങ്ങളിൽ എടുത്താൽ ಯಾರನ್ನ ಕೈಗೆ ತಕೊಂಡ್ರೆ നീ അതിൽ നിന്ന് മാറുമെന്ന് ನೀನ್ ಅದರಿಂದ ಬೇರ್ಪಡ್ತಿ ಎಂಬುದಾಗಿ പിശാചിന് നല്ലവണ്ണം അറിയാം. ಸೈತಾನನಿಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು. അതാ ಆದ നിന്റെ ಕಾರಣವೇ ഏറ്റവും വേണ്ടപ്പെട്ടവർ ನಿನಗೆ ಬಹಳ ಬೇಕಾದವರು നിന്നെ പ്രാർത്ഥനയ്ക്ക് വിടാതാക്കുന്നത്. ನಿನ್ನನ್ನು ಪ್ರಾರ್ಥನೆಗೆ ಬಿಡದಂತೆ ಮಾಡೋದು.
മനസ്സിലാർക്കും ദൈവത്തെ ಅರ್ಥ സ്തുതിക്കുന്നു. ಆಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. മനസ്സിലാർക്കും ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುತ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ കാരണം ಮಾಡ್ತೇನೆ. വേറെ ആര് പറഞ്ഞാലും ಯಾಕಂದ್ರೆ ಬೇರೆ ಯಾರಾದ್ರೂ നീ ಹೇಳಿದ್ರು അംഗീകരിക്കത്തില്ല. ನೀನ್ ಅಂಗೀಕರಿಸಲ್ಲ. നിന്റെ അമ്മ പറഞ്ഞാൽ, ನಿನ್ ತಾಯಿ ಹೇಳಿದ್ರೆ, നിന്റെ അപ്പം പറഞ്ഞാൽ, ನಿನ್ ತಂದೆ ಹೇಳಿದ್ರೆ, നിന്റെ സഹോദരൻ ನಿನ್ പറഞ്ഞാൽ, ಸಹೋದರರು ಹೇಳಿದ್ರೆ, നിന്റെ മക്കള് ನಿನ್ പറഞ്ഞാൽ ಮಕ್ಕಳು ಹೇಳಿದ್ರೆ അത് നീ അംഗീകരിക്കും. ನೀನ್ ಅಂಗೀಕರಿಸ್ತಿ. കാരണം എന്നറിയാമോ? ಕಾರಣ ಏನ್ ಗೊತ್ತಾ? പിശാചിനറിയാം ಸೈತಾನನ್ ಗೊತ್ತು ഇവരെ കരങ്ങളെടുത്താലേ ಇವ್ರನ್ನ ಕೈಗಳು ತಗೊಂಡ್ರೆ ಮಾತ್ರನೇ യേശുവിന്റെ വലിയിൽ നിന്ന് ಯೇಸುವಿನ ಸೆಳೆತದಿಂದ നിന്നെ പുറകോട്ട് കൊണ്ടുവരാൻ ನಿಮ್ಮನ್ನ പറ്റുമെന്ന് ಹಿಂದೆ ತರಲಿಕ್ಕೆ ಆಗುವುದು ಎಂಬುದಾಗಿ. നടക്കത്തില്ല. ಅದು ನಡೆಯಲ್ಲ, നടക്കത്തില്ല. ನಡೆಯಲ್ಲ. യേശുവിന്റെ നാമത്തിൽ നടക്കത്തില്ല. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಡೆಯೋದಿಲ್ಲ. ആരെങ്കിലും വലിക്കുന്നുണ്ടോ? ಯಾರಾದ್ರೂ ಎಳಿತಿದ್ದಾರಾ? ആരെങ്കിലും വലിക്കുന്നുണ്ടോ? ಯಾರಾದ್ರೂ ಎಳಿತಿದ್ದಾರಾ? നിന്റെ പ്രാർത്ഥന ನಿನ್ನ ജീവിതത്തിൽ ಪ್ರಾರ್ಥನಾ ಜೀವಿತಕ್ಕೆ, യേശുവിന്റെ അടുക്കലേക്ക്, ಯೇಸುವಿನ ಬಳಿಗೆ, യേശുവിനോട് കൂടെ ಯೇಸುವಿನ ಜೊತೆಯಲ್ಲಿ വലിക്കുന്നുള്ള ನಿನ್ನನ್ನು ಎಳೆಯುತ್ತಿರುವ ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ, ಆ ಯೇಸು ನಿನ್ನನ್ನು ಎಳಿತಿದ್ದಾರೆ ಅನ್ನೋ ದೃಢತೆ ನಿನಗಿದ್ರೆ, ഇപ്പോഴത്തെ സാഹചര്യം ಇವಾಗಿನ ಸನ್ನಿವೇಶ നീ നോക്കരുത്. ನೀನ್ ನೋಡ್ಬೇಡ. നിന്നെ ചെറുത്ത് ദൈവം കൊണ്ടുപോകും. ನಿನ್ನನ್ನ ಕೆಲವು ಸ್ಥಳಗಳಿಗೆ ದೇವರು ತಗೊಂಡೋಗ್ತಾರೆ. ഈ വലി ಈ ಸೆಳೆತ അവസാനിക്കണമെങ്കിൽ ಕೊನೆ ಆಗ್ಬೇಕಂದ್ರೆ നിന്നെ ചെറുത്ത് ദൈവം എത്തിക്കും. ನಿನ್ನನ್ನ ಕೆಲವು ಸ್ಥಳಗಳಿಗೆ ದೇವರು നീ ತಲುಪಿಸ್ತಾರೆ. അറിയാത്ത സ്ഥാനമാനങ്ങളിൽ, ನೀನ್ ಅರಿಯದೇ ಇರುವ ಸ್ಥಾನಮಾನಗಳಿಗೆ, നീ അറിയാത്ത നിന്നെ മാനിക്കുന്ന ഇടങ്ങളിൽ, ನೀನ್ ಅರಿಯದೆ ನಿನ್ನನ್ನು ಮಾನಿಸುವಂತ ಹಂತಗಳಿಗೆ, 2:14 ಹೋಶೇಯ 2:14 പരിശുദ്ധാത്മ നിന്നെ വശീകരിക്കും. ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನನ್ನು ಹೋಲಿಸ್ತಾನೆ. എവിടെ കൊണ്ടുപോകും? ಎಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗ್ತಾನೆ? മരുഭൂമി കൊണ്ടുചെല്ലും. ಮರುಭೂಮಿ ಕರ್ಕೊಂಡು ಹೋಗ್ತಾನೆ. എന്നിട്ട് നിന്നോട് കൃത്യമായി സംസാരിക്കും. ನಂತರ ನಿನ್ನೊಡನೆ ಹೃದಯಂಗಮವಾಗಿ ಮಾತಾಡ್ತಾನೆ. അവിടെ വെച്ച് സംസാരിക്കും. ಅಲ್ಲಿ ಮಾತಾಡ್ತಾನೆ. അപ്പൊ ആദ്യം ഇവിടെ കൊണ്ടുപോകുന്നത് ಹಾಗಾದ್ರೆ ಮೊದಲು ಎಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗೋದು? മരുഭൂമിയിലേക്കാ കൊണ്ടുപോകുന്നത്. ಮರುಭೂಮಿಗಾಗಿದೆ മരുഭൂമി ಹೋಲಿಸ್ಕೊಂಡು ಕರ್ಕೊಂಡು ಹೋಗೋದು. കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ಮರುಭೂಮಿ ಕರ್ಕೊಂಡು ಹೋದಾಗ ಏನ್ ಸಂಭವಿಸುತ್ತೆ? ആരെ കൊണ്ടുപോയത്? ಯಾರಾಗಿದೆ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದು? പരിശുദ്ധാത്മാവ്. ಪರಿಶುದ್ಧಾತ್ಮನು. പരിശുദ്ധ ആദ്യം എവിടെ കൊണ്ടുപോകും? ಪರಿಶುದ್ಧಾತ್ಮನ್ ಮೊದಲು ಎಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗ್ತಾರೆ? മരുഭൂമി. ಮರುಭೂಮಿಗೆ. തെളിവ് ಅದಕ್ಕೆ ಪುರಾವೆ, മേഘസ്തംഭനവും ಅದಕ್ಕೆ ಸಾಕ್ಷಿ ಏನಂದ್ರೆ ಮೇಘಸ್ತಂಭ, അഗ്നിത്തൂണും ಅಗ್ನಿಸ್ತಂಭ. അവർ ആദ്യം എവിടെ കൊണ്ടുപോയി? ಆ ಮೇಘಸ್ತಂಭ ಅಗ್ನಿಸ್ತಂಭದ ಮಧ್ಯದಲ್ಲಿ ದೇವರು ಇಸ್ರಾಯೇಲ್ ಜನರ ಮೊದಲು ಎಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋದ್ರು? മരുഭൂമി കൊണ്ടുപോയി. ಮರುಭೂಮಿ ಕರ್ಕೊಂಡು ಹೋದ್ರು. യേശുവിന്റെ പരിശുദ്ധാത്മാവ് ಯೇಸುವಿನ ಪರಿಶುದ್ಧಾತ್ಮ എവിടെ കൊണ്ടുപോയി? ಎಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋದ್ರು? മരുഭൂമിയിൽ ಮರುಭೂಮಿ ಕರ್ಕೊಂಡು ಹೋದ್ರು. ഹല്ലേലൂയ. ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್. ഹോശേയ 2:14 ಹೋಶೇಯ 2:14 നിന്നെ യേശു വശീകരിക്കുന്നത് ಯೇಸು ನಿನ್ನನ್ನು ವಶೀಕರಿಸೋದು പരിശുദ്ധാത്മാവിലൂടെയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಮೂಲಕವಾಗಿದೆ. അയ്യോ, എന്തൊരു വശീകരണം! ಅದು ಎಂತಹ ಒಲಿಸಿಕೊಳ್ಳುವಿಕೆ! വശീകരണം! ಅದೆಂತಹ ಒಲಿಸಿಕೊಳ್ಳುವಿಕೆ! വശീകരണം! ಎಂತಹ ಒಲಿಸಿಕೊಳ್ಳುವಿಕೆ! വശീകരണം! ಎಂತಹ ವಶೀಕರಣ! ഹല്ലേലൂയ. പിശാചിന്റെ വശീകരണം നമുക്കറിയാം. ಸೈತಾನನ ವಶೀಕರಣ ನಮಗೆ ಗೊತ್ತು. അത് വെറും മോശമാണ്. ಅದು ಬಹಳ ಕೆಟ್ಟದ್ದು. ഹല്ലേലൂയ. അങ്ങനെ വശീകരിച്ച പലരും പല ಆ കുഴപ്പമുണ്ടാക്കും. ರೀತಿಯಲ್ಲಿ ವಶೀಕರಿಸಬೇಕಾಗಿದೆ. ಅನೇಕರು ಅನೇಕ ಸಮಸ್ಯೆಗಳಲ್ಲಿ ಹೋಗಿ ಸಿಕ್ಕಾಕೋತಿರೋದು. ഈ വശീകരണം അങ്ങനെയല്ല. ಆದ್ರೆ ಈ ವಶೀಕರಣ ಹಾಗಲ್ಲ. എന്തൊരു സന്തോഷമാ! ಆ ವಶೀಕರಣದಲ್ಲೇ ಎಂತ ಸಂತೋಷ! ഈ വശീകരണം എന്തൊരു ಈ സൗന്ദര്യം! ಒಲಿಸಿಕೊಳ್ಳುವಿಕೆಯಲ್ಲೇ ಎಂತ ಸೌಂದರ್ಯ! ഞാൻ കുടിക്കാൻ ചിലപ്പോ ഉണ്ടോ ഇല്ലേ അതല്ല അവിടെ വിഷയം. ತಿನ್ನಕ್ಕೂ ಕುಡಿಯೋಕ್ಕೂ ಇದೆಯೋ ಇಲ್ವೋ ಅನ್ನೋದಲ್ಲ ಅಲ್ಲಿ പക്ഷേ ವಿಷಯ. ഈ വശീകരണത്തിലുള്ള ആനന്ദം, ಈ ವಶೀಕರಣದಲ್ಲಿರುವಂತ ಆನಂದ പറഞ്ഞിരിക്കാൻ കിട്ടുന്ന ആനന്ദം, ಹೇಳಿ ತೀರ್ಸಕ್ಕಾಗದಿರುವಂತ ಆನಂದವಾಗಿದೆ. വശീകരണം ഞാൻ പറഞ്ഞുതരാം. ಆ ವಶೀಕರಣ ಅಂದ್ರೆ ಏನು ಅಥವಾ ಒಲಿಸಿಕೊಳ್ಳುವಿಕೆ ಅಂದ್ರೆ ಏನು ಅನ್ನೋದನ್ನ ನಾನು ಹೇಳ್ಕೊಡ್ತೇನೆ. ഇതൊരു കാന്തം നിങ്ങൾ വിചാരിക്കുക. ಫಾರ್ ಎಕ್ಸಾಂಪಲ್ ಅದೊಂದು ಅಯಸ್ಕಾಂತ ಅಂತ ನೀವು ತಿಳ್ಕೊಳ್ಳಿ. ಇದೊಂದು ಕಬ್ಬಿಣ. ಒಲಿಸಿಕೊಳ್ಳುವಿಕೆ ಅಂದ್ರೆ ಈ ಅಯಸ್ಕಾಂತ ಎಲ್ಲೋಗುತ್ತೋ ಸ್ವಯಂ ಚಾಲಿತವಾಗಿ ಅದ್ರ ಹಿಂದೆನೆ ಇದು ಹೋಗುತ್ತೆ. ಇದು ಹೋಗುತ್ತಲೇ ಇರುತ್ತೆ. ಇದು ಹೋಗುತ್ತಲೇ ಇರುತ್ತೆ. ಆದ್ರೆ ಇದು ಕಬ್ಬಿಣವಲ್ಲದೆ ಇದ್ರೂ ಹೋಗೋದಿಲ್ಲ. ಅದರ ಅರ್ಥ ಶಾರೀರಿಕ ವ್ಯಕ್ತಿ ಹೋಗಕ್ಕಾಗಲ್ಲ. ಶಾರೀರಿಕ ವ್ಯಕ್ತಿ ಹೋಗಲ್ಲ. ಆತ್ಮ ಮನುಷ್ಯ ಪರಿಶುದ್ಧಾತ್ಮನ ಮೂಲಕ ಪ್ರಯಾಣ ಮಾಡ್ತಾನೆ. ಆಮೆನ್. ಅದಕ್ಕಿರುವಂತ ಸಾಕ್ಷಿಯಲ್ಲಿದೆ. ರೋಮ 8:14 ಯಾರು ದೇವರ ಆತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುತ್ತಾರೋ ಅವರು ದೇವರ ಮಕ್ಕಳು. ഹല്ലേലൂയ. ಆಮೆನ್. ആ ദൈവാത്മ നടത്തപ്പെടുന്നതാണ്. ಆ ದೇವರಾತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುವವರಾಗಿದ್ದಾರೆ. ഞാൻ അവളെ വശീകരിച്ചു കൊണ്ടുപോകും. ನಾನು ಅವರನ್ನ ವಶೀಕರಿಸಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಹೇಳ್ತಿರೋದು. ആത്മാവിൽ നടത്തപ്പെടുന്നവൻ ದೇವರಾತ್ಮನಿಂದ ನಡೆಸಲ್ಪಡುವವನು ആത്മാവിനെ വശീകരിച്ചു കൊണ്ടുപോകുകയാണ്. ಅವನನ್ನಾಗಿದೆ ದೇವರಾತ್ಮ ವಶೀಕರಿಸಿ ತಗೊಂಡು ಹೋಗ್ತಿರೋದು. വശീകരിച്ചു കൊണ്ടിട്ട് എവിടെ നിർത്തുന്നത്? ವಶೀಕರಿಸಿ ತಗೊಂಡೋಗಿ എല്ലാಗಿದೆ ನಿಲ್ಸೋದು? മരുഭൂമിയിൽ. ಮರುಭೂಮಿಯಲ್ಲಿ. എന്തെങ്കിലും അവിടെ കാണാനുണ്ടോ? ಏನಾದ್ರೂ ಅಲ್ಲಿ ಕಾಣ್ಲಿಕ್ಕಿದೆಯಾ? സൈലസേ, ಸೈಲಸೇ, നീ ഇങ്ങനെ എന്നും പോയി പ്രാർത്ഥിക്കുന്ന വീടിന്റെ കാര്യം ആരോ നോക്കുന്ന മരുഭൂമിയല്ലേ ജീവിതം? ಅಲ್ಲಲ್ವೇ ನೀನ್ ಯಾವಾಗ್ಲೂ ಈ ರೀತಿ ಪ್ರಾರ್ಥನೆಗಾಗಿ ಹೋದ್ರೆ ಮನೆಯ ಪರಿಸ್ಥಿತಿಯನ್ನು ಮರುಭೂಮಿ ಅಲ್ವಾ? നീ വീട് നോക്കുന്നുണ്ടോ? ನೀನ್ ಮನೆ ನೋಡ್ಕೋತಿದ್ಯಾ? വീടിന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ಮನೆಯ ವಿಷಯ ಗಮನಿಸ್ತಾ ಇದೀಯಾ? പ്രാർത്ഥന പ്രാർത്ഥന ಯಾವಾಗ್ಲೂ ಪ್ರಾರ್ಥನೆ ಪ್ರಾರ್ಥನೆ. പ്രാർത്ഥനയ്ക്ക് പോകുന്നതല്ല. ಪ್ರಾರ್ಥನೆಗೆ ಹೋಗ್ತಿರೋದಲ್ಲ. ആത്മാവിനെ വശീകരിച്ചു കൊണ്ടുപോകുന്നതാ. ನಿಜವಾಗ್ಲೂ ನೀನು ಪ್ರಾರ್ಥನೆಗೆ ಹೋಗ್ತಿರೋದಲ್ಲ. ದೇವರಾತ್ಮ ನಿನ್ನನ್ನು ವಶೀಕರಿಸಿ ಕರ್ಕೊಂಡು ಹೋಗ್ತಿರೋದಾಗಿದೆ. ಮರುಭೂಮಿಯಲ್ಲಾಗಿದೆ. വീട്ടുകാർ നോക്കുമ്പോൾ ಮನೆಯವ್ರು ನೋಡುವಾಗ പണിക്ക് പോകുന്നില്ല. ಇವನ್ ಕೆಲ್ಸಕ್ಕೆ ಹೋಗ್ತಿಲ್ಲ. വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ಮನೆ ವಿಷಯ ನೋಡ್ಕೊಳ್ತಿಲ್ಲ. അവനത് പറ്റുന്നില്ല. ಅವನಿಗೇನು ಆಗ್ತಿಲ್ಲ. കാരണം ಆದ್ರೆ വശീകരണം നടന്നുകൊണ്ടിരിക്കും. ವಶೀಕರಣ ನಡೀತಾ ಇದೆ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പക്ഷേ ಆದ್ರೆ എന്നും മരുഭൂമിയല്ല. ಯಾವಾಗ್ಲೂ ಮರುಭೂಮಿ ಅಲ್ಲ. അവിടെ വെച്ച് ദൈവം കൃത്യമായി എന്നോട് സംസാരിക്കും. ಯಾವಾಗ್ಲೂ ಮರುಭೂಮಿ ಅಲ್ಲ. ಅಲ್ಲಿ ದೇವರು ನಿನ್ನೊಡನೆ ಸ್ಪಷ್ಟವಾಗಿ ಮಾತನಾಡ್ತಾನೆ. വീടുമുള്ളവർ ദൂത് സംസാരിക്കും. ನಿನ್ನ ಮನೆಯಲ್ಲಿರುವವರಿಗೆ ದೈವೋಕ್ತಿ ಮಾತನಾಡ್ತಾನೆ.
നിന്നിലൂടെ എന്ത് ചെയ്യാൻ പോകുന്നു സംസാരിക്കും. ನಿನ್ನ ಮೂಲಕ ಏನಾಗಿದೆ ಮಾತನಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿರೋದು ಅನ್ನೋದನ್ನ ದೇವರು ಮಾತಾಡ್ತಾನೆ. മരുഭൂമിയിലൂടെ നടന്ന മോശയോട് ദൈവം സംസാരിച്ചു. ಮರುಭೂಮಿಯಲ್ಲಿ ನಡೆದಂತ ಮೋಶೆಯೊಂದಿಗೆ ದೇವರು ಮಾತಾಡಿದರೆ ദൈവം ചിലതൊക്കെ സംസാരിച്ചു. ದೇವರು ಕೆಲವನ್ನ ഈ ಮಾತಾಡಿದ್ರು. മരുഭൂമി കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ಈ ಮರುಭೂಮಿಯಲ್ಲಿ ಮಾತಾಡೋ ಕಾರಣ ಏನು? കൊണ്ടുപോയതാരാ? ಕರ್ಕೊಂಡು ಹೋಗಿದ್ದೆ ಯಾರು? ആത്മാവ്. ದೇವರ അവിടെ ಆತ್ಮ. ചെന്താ സംസാരിക്കുന്നത്? ಅಲ್ಲಿ ಹೋಗಿ ಮಾತಾಡಿದ್ದೇನು? ദൈവത്തിന് കുറെ കാര്യം മനുഷ്യനോട് സംസാരിക്കാൻ. ದೇವರಿಗೆ ಅನೇಕ ವಿಷಯ ಮನುಷ್ಯನೊಂದಿಗೆ ಮಾತಾಡಕ್ಕಿದೆ. സംസാരിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നത്. ಅದನ್ನ ಮಾತಾಡ್ಲಿಕ್ಕಾಗಿದೆ ಅಲ್ಲಿ ಕರ್ಕೊಂಡು ಬಂದಿತ್ತು. ഒരു മുഖ്യമന്ത്രി നിന്നോട് സംസാരിക്കാൻ തയ്യാറാവും. ಒಂದು ಮುಖ್ಯಮಂತ್ರಿ ನಿನ್ ಸಂಗಡ ಮಾತಾಡಕ್ಕೆ ಸಿದ್ಧನಾಗ್ತಾನ. ഒരു എംഎൽഎ സംസാരിക്കാൻ ಒಬ್ಬ തയ്യാറാവും. MLA ಮಾತಾಡ್ಲಿಕ್ಕೆ ಸಿದ್ಧನಾಗ್ತಾನ. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ ಒಬ್ಬ തയ്യാറാവും. ಉನ್ನತ ಅಧಿಕಾರಿ ನಿನ್ ಜೊತೆ ಆ ರೀತಿ ಮಾತಾಡ್ಲಿಕ್ಕಾಗಿ സംസാരിക്കണമെങ്കിൽ ಇಷ್ಟಪಡ್ತಾನೆ. അവരെ പോലെ നീ ആകണം. ಅವ್ರು ಮಾತಾಡ್ಬೇಕಂದ್ರೆ ಅವರಂತೆ ನೀನ್ ಆಗಬೇಕು. പക്ഷേ ಆದ್ರೆ യേശുവിന് നമ്മോട് സംസാരിക്കാൻ ഇഷ്ടം. ಯೇಸುವಿಗೆ ನಮ್ ಸಂಗಡ ಮಾತಾಡ್ಲಿಕ್ಕೆ ಇಷ್ಟ. നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ನಿನ್ನೊಡನೆ ಮಾತಾಡ್ಲಿಕ್ಕೆ ಅವನು ಇಷ್ಟಪಡ್ತಿದ್ದ. അതിനാണ് മരുഭൂമി കൊണ്ടുവന്നത്. ಅದಕ್ಕಾಗಿದೆ ನಿನ್ನ ಮರುಭೂಮಿ ಕರ್ಕೊಂಡು ಬಂದಿದ್ದು. മരുഭൂമിയുടെ കടന്നു പോകുമ്പോഴല്ലേ ಮರುಭೂಮಿಯಲ್ಲಿ ಆದೋಗುವಾಗಲ್ವಾ ദൈവസ്ഥാനത്തെ കൂടുതൽ അനുഭവിച്ചത്. ದೇವರ ಸಾನ್ನಿಧ್ಯ ಹೆಚ್ಚಾಗಿ ನೀವು ಅನುಭವಿಸಿದ್ದು. ഒന്നുമില്ലാത്ത സ്ഥാനത്ത് വെച്ചല്ലേ ദൈവസ്ഥാനത്തെ ಏನು ಇಲ್ಲದ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಅಲ್ವಾ ದೇವರ ಸಾನ್ನಿಧ್ಯ ಹೆಚ್ಚಾಗಿ ദൈവ ನೀವು ശബ്ദം ಅನುಭವಿಸಿದ್ದು. കേട്ടത്. ದೇವರ ಶಬ್ದ ಕೇಳಿದ್ದು മനുഷ്യനോട് പറയേണ്ട കാര്യം ಮನುಷ್ಯನೊಂದಿಗೆ ಹೇಳ್ಬೇಕಾದ ವಿಷಯ. ദൈവം വളരെ ആഗ്രഹിക്കുന്നു. ದೇವರು ಬಹಳವಾಗಿ ഇവിടെ ಇಷ್ಟಪಡ್ತಿದ್ದ. വെച്ച് പറയത്തില്ല. ಇಲ್ಲೇ ಹೇಳಲ್ಲ. ആത്മാവിൽ വശീകരിക്കപ്പെടുന്ന ದೇವರಾತ್ಮನಿಂದ ಹೋಲಿಸಲ್ಪಡುವ മരുഭൂമിയുടെ അവസ്ഥയെ കൊണ്ടുവന്നിട്ട് ಮರುಭೂಮಿಯ ಪರಿಸ್ಥಿತಿ ಕರ್ಕೊಂಡು ಬಂದು യേശുവിന്റെ ഇഷ്ടം മുഴുവൻ ಯೇಸುವಿನ ಇಷ್ಟ ಪೂರ್ತಿ പറയേണ്ട കാര്യം മുഴുവൻ ಹೇಳ್ಬೇಕಾದ ವಿಷಯವೆಲ್ಲ അവിടെ വെച്ച് പറയും. ಅಲ್ಲಿ ಹೇಳ್ತಾನೆ. എനിക്ക് കുറെ കാര്യം പറയാനുണ്ട്. ನನಗೆ ಅನೇಕ ವಿಷಯ നിങ്ങളോട് ಹೇಳಕ್ಕಿದೆ. പറയാനുണ്ട്. ನಿಮ್ ಸಂಗಡ ಹೇಳಕ್ಕಿದೆ. അതിനെന്ത് ചെയ്യുന്നറിയാമೋ? ಅದಕ್ಕಾಗಿ ಅವನ್ ಏನ್ ಮಾಡ್ತಾನೆ? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരണം. ಒಂದೋ ನಾನ್ ನಿಮ್ ಬಳಿಗೆ ಬರ್ಬೇಕು, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ വരണം. ಇಲ್ಲದೆ ಇದ್ರೆ ನಾನಿರೋ ಸ್ಥಳಕ್ಕೆ ನೀವು ಬರ್ಬೇಕು. പക്ഷേ ಆದ್ರೆ ഇത് എന്ത് ചെയ്യുന്നറിയാമോ? ಇದೇನ್ ಮಾಡ್ತಿರೋ ಗೊತ್ತಾ? ആത്മാവ് വശീകരിച്ച് യേശു കൊടുത്ത് കൊണ്ടുപോകും. ದೇವರಾತ್ಮನು ಒಲಿಸಿ ಯೇಸುವಿನ ಬಳಿಗೆ ನಮ್ಮ അവിടെ ಕರೆದೊಯ್ತಿದ್ದ. വെച്ച് സംസാരിക്കുക. ನಂತರ ಅಲ್ಲಿ ನಮ್ಮ ಸಂಗಡ ദൈവം ಮಾತಾಡ್ತಿದ್ದ. ആരോടൊക്കെ സംസാരിക്കുന്നറിയാമോ? ದೇವರು ಯಾರ ಸಂಗಡ യെശയ്യാ ಮಾತಾಡಿದ್ರು ಗೊತ್ತಾ? പ്രവാചകന്റെ പുസ്തകം ಯೆಶಾಯನ ಬರೆದ ಪ್ರವಾದನೆ ഒന്നാമത്തെ വാക്യം. ಒಂದನೇ ವಾಕ್ಯ. ആകാശമേ കേൾക്കുക. ಆಕಾಶ ಮಂಡಲವೇ ಕೇಳು, ഭൂമിയെ ಭೂಮಿಯೇ ചെവി തരിക. ಭೂಮಂಡಲವೇ ಕಿವಿದರೆ. ഞാൻ മക്കളെ പോറ്റി ನಾನು വളർത്തി ಮಕ್ಕಳನ್ನ ಸಾಕಿ ಸಲಹಿದೆ. അവരെന്നോട് മത്സരിക്കുന്നു. ಅವ್ರು ನನ್ನ ಜೊತೆಯಲ್ಲಿ ಅವ್ರು ನನಗೆ ದ್ರೋಹ ಮಾಡಿದ್ರು. മനുഷ്യನು യേശു പറയുന്ന ശബ്ദം കേൾക്കാൻ, ಯೇಸು ಹೇಳಿದ ಶಬ್ದ ಕೇಳಲಿಕ್ಕೆ യേശു മനുഷ്യനോട് പറയാൻ ആഗ്രഹിച്ചു. ಯೇಸು ಮನುಷ್ಯನೊಂದಿಗೆ ಹಂಚ್ಕೊಳ್ಳಿಕ್ಕೆ ഒരു മനുഷ്യന് ಇಷ್ಟಪಟ್ಟನು. പോകാൻ തയ്യാറായില്ല. ಯಾವ ಮನುಷ್ಯನು ಹೋಗಕ್ಕೆ അപ്പോൾ ತಯಾರಾಗಿಲ್ಲ. ദൈവം സങ്കടം പറഞ്ഞു. ദൈവം സങ്കടം പറഞ്ഞു. ಆಗ ದೇವರು ತನ್ನ ಸಂಕಟ ಹೇಳಿದನು. യെശയ്യാ ಏಷಾಯ 1:1 ಒಂದನೇದೇ 1:2 അവിടെ ವಾಕ್ಯ എഴുതിയിരിക്കുന്നു. ಅಲ್ಲಿ ಬರ್ದಿದೆ, ആകാശമേ കേൾക്കുക. ಆಕಾಶ ಮಂಡಲವೇ ಕೇಳು, ഭൂമിയെ ചെവി തരിക. ಭೂಮಂಡಲವೇ ಆಲಿಸು. ഞാൻ മക്കളെ പോറ്റി വളർത്തി ನಾನು ನನ್ನ ಮಕ್ಕಳನ್ನ ಸಾಕಿ ಸಲಹಿದೆ. അവനോട് മത്സരിക്കും. ಅವ್ರು ನನಗೆ ದ್ರೋಹ ఎవరు ಮಾಡಿದ್ರು. മത്സരിച്ചു? ಎಲ್ಲಿ ದ್ರೋಹ ಮಾಡಿದ್ರು? ആത്മാവിന്റെ വശീകരണത്തിൽ ಆತ್ಮನ ಒಲಿಸಿಕೊಳ್ಳುವಿಕೆಯಲ್ಲಿ, ಒಲಿಸಿಕೊಳ್ಳುವಿಕೆಗೆ ಬರದ ಹಾಗೆ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് ಮನುಷ್ಯರ ಮಾತನ್ನು ಕೇಳಿ സാധാരണ മനുഷ്യനെ പോലെ ಸಾಧಾರಣ ಮನುಷ್ಯರಾಗಿ ഒരു ചടങ്ങ് ചെയ്യുന്നത് പോലെ ಒಂದು ವಾಡಿಕೆ ರೀತಿಯಲ್ಲಿ ആരാധിച്ചു പോകുന്നു. ಆರಾಧನೆ ಮಾಡ್ಕೊಂಡು ಹೋಗ್ತಿದ್ದಾರೆ. തന്നെയുമല്ല, ಅದು ಮಾತ್ರ ಅಲ್ಲ, ലോകത്തിന്റെ പല ഇമ്പങ്ങളിലും ಲೋಕದ ಅನೇಕ അവർ ಮೋಹಗಳಲ್ಲೂ പെട്ട് കിടക്കുന്നു. ಅವ್ರು ಸಿಕ್ಕಿಕೊಂಡಿದ್ದಾರೆ. യേശു ആഗ്രഹിക്കുന്നു, ಯೇಸು ಆಸೆ ಪಡ್ತಿದ್ದಾರೆ, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ಮಾತನಾಡ್ಲಿಕ್ಕೆ ಆಸೆ ഇങ്ങനെ ಪಡ್ತಿದ್ದಾರೆ. പോയാൽ ಹೀಗೆ ಹೋದರೆ സകല മനുഷ്യന്റെ ഗതി എന്താകും? ಎಲ್ಲಾ ಮನುಷ್ಯನ ಗತಿ അതിന് ಏನಾಗುತ್ತೆ? രക്ഷപ്പെടുവാൻ ಅದರಿಂದ ರಕ್ಷಿಸಲ್ಪಡ್ಲಿಕ್ಕೆ ഒരാളെ ദൈവം നോക്കുന്നു. ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ದೇವರು ನೋಡ್ತಿದ್ದಾರೆ. ഒരാളെ ദൈവം നോക്കുന്നു. ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ದೇವರು അവനെ ಹುಡುಕ್ತಿದ್ದಾರೆ. വശീകരിച്ച് ಅವನನ್ನು ವಶೀಕರಿಸಿ ദൈവം മരുഭൂമി കൊണ്ടുവന്നിട്ട് ದೇವರು ಮರುಭೂಮಿಯಲ್ಲಿ ಕರ್ಕೊಂಡು ಬಂದು അഭിഷേകം ചെയ്തു ಅಭಿಷೇಕ ಮಾಡಿ അവനിലൂടെ ഒരു ശുശ്രൂഷ പുറത്തു കൊണ്ടുവന്നിട്ട് ಅವನ ಮೂಲಕ ಸೇವೆಯನ್ನು ಹೊರತಂದು ദൈവം അനേകരെ വിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ದೇವರ ಅನೇಕರನ್ನ ಬಿಡುಗಡೆ ಮಾಡ್ಲಿಕ್ಕೆ അങ്ങനെ ಬಯಸಿದ್ದಾರೆ. മരുഭൂമിയിലൂടെ കടന്നിട്ടാണ്. അങ്ങനെ മരുഭൂമി ಆ ರೀತಿಯಲ್ಲಿ ಮರುಭೂಮಿಯಲ್ಲಿ ಹಾದು ಹೋಗ್ಬಿಟ್ಟಾಗಿದೆ. ശുശ്രൂഷ ദൈവം തന്നത്. ಈ ಸೇವೆನ ದೇವರು ಕೊಟ್ಟಿದ್ದು ഹൈസ്കൂളിന്റെ സർട്ടിഫിക്കറ്റിലല്ല, ಬೈಬಲ್ ಕಾಲೇಜ್ ಸರ್ಟಿಫಿಕೇಟ್ ಅಂತಲ್ಲ. ಈ ലോകത്തിലെ ಸೇವೆ ಆರಂಭವಾಗಿದ್ದು ഈ ലോകത്തിലെ ഓഡിഷൻ കൊണ്ടല്ല, ಈ ಲೋಕದ ಆರ್ಡಿನೇಷನ್ ಇಂದಲ್ಲ, ആത്മാവിന്റെ വശീകരണത്തിലൂടെ ದೇವರಾತ್ಮನ ಹೋಲಿಸಿಕೊಳ್ಳುವಿಕೆ ദൈവം ಮೂಲಕ സംസാരിച്ചതനുസരിച്ച്, ದೇವರು ಮಾತನಾಡಿದಕ್ಕೆ ತಕ್ಕಂತೆ, ദൈവം അഭിഷേകം ചെയ്തതനുസരിച്ച് ದೇವರ ಅಭಿಷೇಕ ಮಾಡಿದ್ದಕ್ಕೆ ഇപ്പോൾ ತಕ್ಕಂತೆ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ಇವಾಗ ಮಾಡ್ತಾ എന്നെ ಇರುವಂತದ್ದಾಗಿದೆ. കേൾക്കുന്ന ദൈവമേ ശ്രദ്ധിക്കുക. ನನ್ನ ಶಬ್ದಗಳು ದೇವರ ಮಕ್ಕಳೇ ಗಮನಿಸಿ. യശയ്യ 1:1 വായിച്ചാട്ടെ. ಓದೋಣ. ಯೆಶಾಯನ ಬರೆದ ಪ್ರವಾದನೆಗಿಂತ 1ನೇ ವಾಕ್ಯ 1 ಮತ್ತು 2ನೇ ವಾಕ್ಯಗಳನ್ನ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ಬೇಗನೆ ಓದೋಣ. ನಾನು ಓದ್ತೇನೆ. ಒಂದೇ ನಿಮಿಷ. ಅದರ 2ನೇ ವಾಕ್ಯ, ಆಕಾಶ ಮಂಡಲವೇ ಆಲಿಸು, ಭೂಮಂಡಲವೇ ಕೇಳು, ಯೆಹೋವನು ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. ನಾನು ಸಾಕಿ ಸಲಹಿದ ಮಕ್ಕಳೇ ನನಗೆ ದ್ರೋಹ ಮಾಡಿದ್ದಾರೆ. ഹല്ലേലൂയ. എത്ര പേര് ആത്മാവിനെ വശീകരിച്ച് മുമ്പോട്ട് വരുന്നു? ಎಷ್ಟು ಜನ ದೇವರಾತ್ಮನ ಹೋಲಿಸಿಕೊಳ್ಳುವಿಕೆಯಲ್ಲಿ ಮುಂದೆ എത്ര ಬರ್ತಿದ್ದಾರೆ? പേരിൽ ഇതുണ്ട്? ಎಷ್ಟು ಜನರಲ್ಲಿ ಇದಿದೆ? അല്ലാത്തവർ ഇത് അറിയുന്നില്ല, ಅಲ್ಲದೆ ಇರೋರು ಇದನ್ನು ತಿಳಿತಿಲ್ಲ. മത്സരിക്കുന്നു. ಅವರು ಯೆಹೋವನಿಗೆ ദ്രോಹ ಮಾಡ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. ആ സങ്കടം ಆ ಸಂಕಟ, വേറെ ആരും പറയാൻ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് ಈ ಸಂಕಟ ಕೇಳಲಿಕ್ಕೆ ಬೇರೆ ಯಾರು ಇಲ್ಲದೆ ಇರೋದ್ರಿಂದ ആകാശത്തെ വിളിച്ചിട്ട്, ಆಕಾಶವನ್ನ ಕರೆದು, ഭൂമിയെ വിളിച്ചിട്ട്, ಭೂಮಿಯನ್ನ ಕರೆದು മക്കളോടുള്ള സ്നേഹത്തിന്റെ വേദന കൊണ്ട് പറയുകയാണ്. ಮಕ್ಕಳ ಮೇಲಿನ ಪ್ರೀತಿಯ ವೇದನೆಯನ್ನ ದೇವರ ಆಕಾಶದ ಜೊತೆಯಲ್ಲೂ ಭೂಮಿ ಜೊತೆಯಲ್ಲೂ ಹೇಳ್ತಿದ್ದಾರೆ. എന്നാൽ ഹോശേയ 2:17 വായിച്ചു. ಆದ್ರೆ ಹೋಶೆ 2:14 ಓದಿದ್ವಿ. ആത്മാവിൽ വശീകരിക്കപ്പെട്ടു ದೇವರಾತ್ಮನಿಂದ നാം ಹೋಲಿಸಲ್ಪಟ್ಟು മുമ്പോട്ട് പോകുമ്പോൾ ನಮ್ಮ ಮುಂದೆ ಹೋಗುವಾಗ അവൻ ಭൂമിയെ വിളിക്കത്തില്ല, ಆತನ ಭೂಮಿಯನ್ನು ಕರೆಯಲ್ಲ, ആകാശത്തെ വിളിക്കത്തില്ല, ಅವನ ಆಕಾಶವನ್ನು ಕರೆಯಲ್ಲ, നമ്മളോട് സംസാരിക്കും. ಅವನ ನಮ್ಮ ಸಂಗಡವೇ ಮಾತಾಡ್ತಾನೆ. അല്ലല്ലോ, ഇതാ മരുഭൂമിയുടെ അവസ്ഥ.
ಇದಾಗಿದೆ ಮರುಭೂಮಿಯ മരുഭൂമി ಪರಿಸ್ಥಿತಿ. വരുന്നത് ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി, ಮರುಭೂಮಿ ಬರೋದೇ ದೇವರು ನಮ್ಮ ಜೊತೆ വേറെ ಮಾತಾಡ್ಲಿಕ್ಕೆ, ഒന്നിനുമല്ല. ಬೇರೆ ಯಾವುದಕ್ಕಾಗಿಯೂ ಅಲ್ಲ, നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. ನಮ್ಮ ಕಷ್ಟಪಡಿಸಲಿಕ್ಕಾಗಿ ಅಲ್ಲ. പക്ഷെ ആ ശബ്ദം കേട്ടിട്ട് ಆದ್ರೆ ಆ ಶಬ್ದ നീ ಕೇಳಿ അതിനായിട്ട് നിൽക്കുകയാണെങ്കിൽ ನೀನು ಅದಕ್ಕಾಗಿ ನಿಲ್ಲೋದಾದ್ರೆ 2:14 വായിച്ച പോലെ ಹೋಶೆ 2:14 ಓದಿದ അവിടെ ಪ್ರಕಾರ വെച്ച് ഞാൻ ചില വാതിൽ തുറക്കും. ಅಲ್ಲಿ ನಾನು ಕೆಲವು ದ್ವಾರಗಳನ್ನ ತೆರಿತೇನೆ, അവിടെ വെച്ച് ചില വാതിൽ തുറക്കും. ಅಲ್ಲಿ ಕೆಲವು ಬಾಗಿಲುಗಳನ್ನ ನಾನು ತೆರಿತೇನೆ. തോട്ടത്തിന്റെ വാതിൽ ഞാൻ അവിടെ തുറക്കും. ದ್ರಾಕ್ಷಿ ತೋಟದ ದ್ವಾರವನ್ನ ನಾನು ಅಲ್ಲಿ ತೆರಿತೇನೆ. താഴെ തുറക്കപ്പെടും. ಆ ಕೋರಿನ ತಗ್ಗಿನ ನಿರೀಕ್ಷೆಯ ದ್ವಾರ ಅಲ್ಲಿ ತೆರೆಯಲ್ಪಡುತ್ತದೆ. പ്രത്യാശയുടെ വാതിൽ ഞാൻ അവിടെ തുറക്കും. ನಿರೀಕ್ಷೆಯ ದ್ವಾರವನ್ನ ನಾನು ಅಲ್ಲಿ ತೆರಿತೇನೆ. ഹല്ലേലൂയ. ആരുടെങ്കിലുമൊക്കെ ജീവിതത്തിൽ ಯಾರ್ದಾದ್ರೂ ಜೀವಿತದಲ್ಲಿ മരുഭൂമിയുടെ അവസ്ഥ ഇപ്പോഴാണെങ്കിൽ ಮರುಭೂಮಿಯ ಪರಿಸ್ಥಿತಿ ಇವಾಗಿದ್ರೆ ആ തുറന്നിട്ടില്ല, അത് ಅದಿನ್ನು ತೆರೆದಿಲ್ಲ. തുറക്കുമ്പോൾ ಅದು ತೆರೆಯುವಾಗ നീ ഒരു അത്ഭുതമായിട്ട് മാറും. ನೀನೊಂದು ಅದ್ಭುತವಾಗಿ ಮಾರ್ಪಡುತ್ತೆ. അനേകര് നിന്നെ ಅನೇಕರು ನಿನ್ನನ್ನ പോകണ്ടെന്ന് പറഞ്ഞവർ, ಹೋಗ್ಬೇಡ ಎಂಬುದಾಗಿ ಹೇಳಿದವರು, തടഞ്ഞവർ, ಮರುಭೂಮಿಗೆ ಹೋಗ್ಬೇಡ ಅಂತ ತರದವರು, നിന്നെ നിന്ദിച്ചവർ, ನಿನ್ನ ನಿಂದಿಸಿದವರು, അവർ നിന്റെ അടുക്കൽ ಅವ್ರು ನಿನ್ನ ಬಳಿಗೆ ಓಡ್ ಬರ್ತಾರೆ. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. ನನಗಾಗಿಯೂ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? നിന്നിലുള്ള നന്മ അനുഭവിക്കുക. ನಿನ್ನಲ್ಲಿರುವ ಆಶೀರ್ವಾದ ಅನುಭವಿಸಲಿಕ್ಕೆ അവർ അവിടെ വരും. ಅವರಲ್ಲಿ ಓಡ್ ആ ಬರ್ತಾರೆ. തലത്ത് ചില വാതിലുകൾ ಆ ಹಂತದಲ್ಲಿ ಕೆಲವು ಬಾಗಿಲುಗಳನ್ನು ದೇವರು ತೆರೀತಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. ആ തലത്ത് തുറക്കും. ಆ ಹಂತದಲ್ಲಿ ತೆರೀತಾರೆ. നിന്നിലല്ലോ നിത്യ ജീവ ഉറവ. ನಿನ್ನ ಬಳಿಯಲ್ಲಿ ಜೀವದ ಬುಗ್ಗೆ ಉಂಟಲ್ಲ, ആ ഉറവ തരാൻ വേണ്ടിയാണ് ಆ ಬುಗ್ಗೆಯನ್ನು ಕೊಡ್ಲಿಕ್ಕೋಸ್ಕರನೇ അവര് വശീകരിക്കും. ದೇವರ ಆತ್ಮನಿಂದ ಹೋಲಿಸಿ, ഹല്ലേലൂയ. ഞാൻ അതാ പറയുന്നത്, കൊണ്ടുപോയി ദൈവം മാനിക്കും. ನಾನು ಅದನ್ನೇ ಹೇಳಿದ್ದು, ನಮ್ಮನ್ನು ತೆಗೆದುಕೊಂಡು ಹೋಗಿ ದೇವರು ಮಾನಿಸ್ತಾರೆ. കൊണ്ടുപോയി ദൈവം അനുഗ്രഹിക്കും. ನಮ್ಮನ್ನ ತೆಗೆದುಕೊಂಡು ಹೋಗಿ ದೇವರು ദൈവം ഒരു ಮಾನಿಸ್ತಾರೆ. വ്യക്തിയെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു. ದೇವರೊಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಆಶೀರ್ವದಿಸಲಿಕ್ಕಾಗಿ ಬಯಸಿದ್ರೆ ആത്മാവിൽ വശീകരിക്കും. ದೇವರ ಆತ್ಮನಿಂದ ಹೋಲಿಸಿ കൊണ്ട് എന്ന് അനുഗ്രഹിക്കും. ಕರ್ಕೊಂಡು ಹೋಗಿ ದೇವರ ಮನ ಅನುಗ್ರಹಿಸ್ತಾರೆ. ഹല്ലേലൂയ. ഇന്ന് പകൽ എല്ലാവർക്കും ഒരു നിമിഷം ಈ എണീറ്റ് ಹಗಲು ವೇಳೆ ನಾವೆಲ್ಲರೂ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳೋಣ. ಓ ರಾಬಾಲ ಶಬ್ದೇರಿಯ. യഹോവ എന്റെ രക്ഷ, ಯೆಹೋವನ್ ನನಗೆ യഹോവ ರಕ್ಷಕನು, എന്റെ വെളിച്ചം, ಯೆಹೋವನ್ ನನ್ನ ಬೆಳಕು, യഹോവ എന്റെ ജീവന്റെ ബലം. ಯೆಹೋವನ್ ನನ್ನ ಜೀವಕ್ಕೆ ಆಧಾರ. ആരെ പേടിക്കും? ನಾನು ಯಾರಿಗೆ ಎದುರೇನು? ആ തല എവിടേക്ക് പോയി? ಆ ಹಂತ ಎಲ್ಲೋ ಇತ್ತು, ഏതെല്ലാം മേഖലയ്ക്ക് കടന്നുപോയി? ಯಾವ್ದೆಲ್ಲ ಹಂತಗಳಿಗೋಯ್ತು, ആരോടൊക്കെ ദൈവം സംസാരിച്ചു? ಯಾರೊಂದಿಗೆಲ್ಲ ದೇವರು ಮಾತಾಡಿದ್ರು. ഇന്ന് പകല് ಈ ಹಗಲು യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഹല്ലേലൂയ, രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ರಕ್ಷಿಸಲ್ಪಡೋದು ಹೇಗೆ? വശീകരണം നിന്റെ മേലുണ്ടാക്കി. ವಶೀಕರಣ ನಿನ್ ಮೇಲಿದ್ರೆ, ആത്മാവിന്റെ വശീകരണം, ಆತ್ಮನ ವಶೀಕರಣ, ആത്മാവിന്റെ വശീകരണം. ಆತ್ಮನ ವಶೀಕರಣ. ഒരു പെൺകുട്ടിയോട്, ಒಂದು ಹೆಣ್ಣು ಮಗಳಿಗೆ, ഒരു ആൺകുട്ടിക്ക് ಒಬ್ಬ ಗಂಡು ಮಗನಿಗೆ കൂടുതൽ സ്നേഹം തുടങ്ങണം. ಹೆಚ್ಚು ಪ್ರೀತಿ ಇದ್ರೆ, അവിടുന്ന് ഒരു വശീകരണം വരുന്നു. ಹೆಚ್ಚು ಪ್ರೀತಿ ಇದ್ರೆ ಅಲ್ಲಿಂದ ಒಂದು ಒಲಿಸಿಕೊಳ್ಳುವಿಕೆ ಬರ್ತಿದೆ. ഒരു ആൺകുട്ടിക്ക് ಒಬ್ಬ ಗಂಡು ഒരു ಮಗನಿಗೆ പെൺകുട്ടിയും ಒಂದು അതേപോലെ തിരിച്ചു ಒಂದು ಹೆಣ್ಣು ಮಗಳಿಗೂ ಅದೇ ರೀತಿಯಲ್ಲಿ ಬರ್ತಿದ್ರೆ അവിടുന്ന് ഒരു വശീകരണം ಅಲ್ಲೊಂದು വരുന്നു. ವಶೀಕರಣ ಬರ್ತಾ ಇದೆ. അത് നാശത്തിന്റെ ಅದು വശീകരണം, ನಾಶನದ ವಶೀಕರಣ, തകർച്ചയുടെ വശീകരണമാണ്. ನಾಶನದ ವಶೀಕರಣ. പക്ഷേ ಆದ್ರೆ ഈ വശീകരണം ಈ ವಶೀಕರಣ അകത്തിൽ വരുന്നതാണ്, ಒಳಗಡೆ ಬರೋದಾಗಿದೆ, ആത്മാവിൽ വരുന്നതാണ്. ಆತ್ಮದಲ್ಲಿ ഈ ಬರೋದಾಗಿದೆ. വശീകരണത്തിന്റെ ಈ വിട്ടുകൊടുക്കുക ವಶೀಕರಣಕ್ಕೆ ಬಿಟ್ಕೊಡೋದಾದ್ರೆ നാശത്തിനല്ല, ನಾಶನಕ್ಕಲ್ಲ, അനുഗ്രഹത്തിന്റെ ആരംഭത്തിലേക്ക് ನಿನ್ನ വരണം. ಅನುಗ್ರಹದ ಆರಂಭಕ್ಕೆ ಅದು വീട് ಕರೆತರುತ್ತದೆ. മൊത്തം വിടുവിക്കപ്പെടുന്ന ನಿನ್ನ ಮನೆ ಪೂರ್ತಿ ಬಿಡುಗಡೆ ಆಗುವ ರೀತಿಯಲ್ಲಿ, സ്ഥിതി മൊത്തം മാറാൻ പോകുന്ന ನಿನ್ನ ಸ್ಥಿತಿ ലെവലിലേക്ക് ಪೂರ್ಣವಾಗಿ ಬದಲಾಯಿಸತಕ್ಕ ഈ ರೀತಿಯಲ್ಲಿ വശീകരണം വരികയാണ്. ಈ ವಶೀಕರಣ ಬರುತ್ತಿದೆ. പ്രാർത്ഥിക്കാൻ വലിയുള്ള, ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ಸೆಳೆತವಿರುವ, ആരാധനയ്ക്ക് വലിയുള്ള, ಆರಾಧನೆ ಮಾಡ್ಲಿಕ್ಕೆ ಸೆಳೆತವಿರುವ, ആരാധനയ്ക്ക് പോകാൻ വലിയുള്ള, ಆರಾಧನೆಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಸೆಳೆತವಿರುವ, ദൈവവചന വായിക്കാൻ വലിയുള്ള, ದೇವರ ವಾಕ್ಯವನ್ನು ಓದುವುದಕ್ಕೆ ಸೆಳೆತವಿರುವ, സുവിശേഷം പറയാൻ വലിയുള്ള, ಸುವಾರ್ತೆ ಹೇಳುವುದಕ್ಕೆ ಸೆಳೆತವಿರುವ, ദൈവ ഇഷ്ടം മാത്രം ചെയ്യാൻ വലിയുള്ള ದೇವರ ಇಷ್ಟವನ್ನ ಮಾಡುವುದಕ್ಕೆ ಸೆಳೆತವಿರುವ ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ಯಾರಾದ್ರೂ ಇದ್ರೊಳಗಡೆ ಇದ್ರೆ നിന്റെ മേലൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ನಿನ್ನ ಮೇಲೆ ಒಂದು ದೊಡ್ಡ ದೇವರ ಕಾರ್ಯ ಪ್ರಕಟವಾಗ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಿದೆ. അങ്ങനെ സംഭവിക്കട്ടെ. ಅದು ಹಾಗೆ ಸಂಭವಿಸಲಿ. വലിയൊരു ശുശ്രൂഷ നിന്റെ മേൽ ഏൽപ്പിക്കാൻ ಒಂದು പോകുന്നു. ದೊಡ್ಡ ಸೇವೆಯನ್ನು ದೇವರು ನಿನ್ನ ಕೈಗೊಪ್ಪಿಸಲಿಕ್ಕೆ വലിയൊരു ಹೋಗುತ್ತಿದ್ದಾರೆ. ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടാൻ ದೊಡ್ಡ പോകുന്നു. ದೇವರ ಕಾರ್ಯ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಾರೆ. എല്ലാവരുടെ മേൽ ഇന്ന് പകൽ വിട്ടുകൊടുത്താൽ ಎಲ್ಲರ ಮೇಲೆ ಯಾಗಲು ವೇಳೆಯಲ್ಲಿ ಬಿಟ್ಟುಕೊಡ್ರಿ, ഏൽപ്പിച്ചു കൊടുക്കുക. ಒಪ್ಪಿಸಿಕೊಡ್ರಿ. പരിശുദ്ധാത്മാവേ, ಪರಿಶುದ್ಧಾತ್ಮನೇ, എന്നെ ഒന്ന് വലിക്കണമെന്ന് പറ. ನನ್ನನ್ನು ಎಳೆದುಕೋ ಎಂಬುದಾಗಿ ಹೇಳ್ರಿ. യേശുവിന്റെ അടുക്കലേക്ക് ಯೇಸುವಿನ ಬಳಿಗೆ എന്നെ ഒന്ന് വലിക്കണമേ. ದೇವರೇ ನನ್ನನ್ನು ಎಳೆದುಕೋ. ചിലപ്പോഴൊക്കെ വലിച്ചതാ, ಅನೇಕ ಬಾರಿ ನಿನ್ನನ್ನು ಎಳೆದಿದ್ದಿ, പക്ഷെ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് ಆದ್ರೆ ಮನುಷ್ಯರ ಮಾತನ್ನ ಕೇಳಿ ഞാൻ അതിന് ഇറങ്ങിയില്ല. ನಾನು ಅದಕ್ಕಾಗಿ ಬರ್ಲಿಲ್ಲ. ഇന്ന് പകൽ കർത്താവേ, ಆದ್ರೆ ಇವತ್ತು ಹಗಲು ಕರ್ತನೆ, എന്നോട് ക്ഷമിക്കണമേ, ನನ್ನನ್ನ ಕ್ಷಮಿಸು, എന്നോട് ക്ഷമിക്കണമേ, ನನ್ನನ್ನ ಕ್ಷಮಿಸು, എന്നെ വീണ്ടും വലിക്കണമേ. ನನ್ನನ್ನ ಪುನಃ ಎಳೆದುಕೋ. ഞാൻ അങ്ങനെ കരുത്തിലേക്ക് കടന്നു വരാം. ನಾನು ನಿನ್ನ ಬಳಿಗೆ ಬರುತ್ತೇನಪ್ಪ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എല്ലാ ഉള്ളങ്ങളും ಎಲ್ಲ ಅಂತರಗಳು ഇന്ന് പകല് ಈ ಹಗಲು യേശുവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. യേശുവിന്റെ കരങ്ങളിൽ ಬಿಟ್ಟುಕೊಡೋಣ. യേശുവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ಯೇಸುವಿನ ಕರಗಳಲ್ಲಿ ಬಿಟ್ಟುಕೊಡ್ರಿ. വലിക്കുന്നെങ്കിൽ, ಎಳೆದುಕೊಳ್ಳೋದಾದ್ರೆ, വലിക്കുന്നെങ്കിൽ ಎಳೆಯುವುದಾದ್ರೆ നീ യേശുവിന്റെ അടുക്കൽ ಈ പോയിക്കൊണ്ടിരിക്കുന്നു. ಯೇಸುವಿನ ಬಳಿಗೆ ನಾವು ಹೋಗುತ್ತಿದ್ದೇವೆ. വലിക്കുന്നില്ലെങ്കിൽ ಆದ್ರೆ ಆ ಎಳೆತವಿಲ್ಲದಿದ್ರೆ നീ എവിടെയോ സ്റ്റക്കായി കിടക്കുന്നു. ನೀನೆಲ್ಲ ಸ್ಟ್ರಕ್ ಆಗಿದ್ದಿ. ഇന്ന് പകൽ ಇವತ್ತು ಹಗಲು സ്റ്റക്കിൽ നിന്നാൽ, ಆ ಸ್ಟ್ರಕ್ ಅಲ್ಲೇ ಇದ್ರೆ, സ്റ്റക്കിൽ നീ നിന്നാൽ ಆ ಸ್ಟ್ರಕ್ ಅಲ್ಲೇ ನೀನ್ ನಿಂತ್ರೆ നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിനക്ക് വരാൻ ನಿನ್ನ പറ്റില്ല. ವಾಗ್ದಾನಕ್ಕೆ ನೀನು ಬರಕ್ಕಾಗೋದಿಲ್ಲ. എവിടെയൊക്കെ പിശാച് സ്റ്റക്കാക്കിട്ടിരിക്കുന്നു. ಎಲ್ಲೋ ಸೈತಾನ ನಿನ್ನ ಸ್ಟ್ರಕ್ ಮಾಡಿ ನಿಲ್ಸಿದ್ದಾನೆ. യേശുവോട് ക്ഷമ പറ. ಯೇಸುವಿಗೆ ಕ್ಷಮೆ ಹೇಳು. ആരുടെയൊക്കെ വാക്കുകൾ ಯಾರ್ದಾದ್ರೂ ಮಾತುಗಳು സ്റ്റക്കായി പോയി, ನೀ ಸ್ಟ್ರಕ್ ಆಗೋದೆ, എന്നെ മുമ്പോട്ട് കൊണ്ടുവരണമേ. ನನ್ನನ್ನು ಮುಂದೆ ಕರ್ಕೊಂಡು ಬಾ. പരിശുദ്ധാത്മാവിനെ വലിക്കണമേ. ಪರಿಶುದ್ಧಾತ್ಮನೇ ನನ್ನನ್ನು ಎಳೆದುಕೋ. യേശുവിന്റെ അടുക്കലേക്ക് ಯೇಸುವಿನ ಬಳಿಗೆ എന്നെ ഒന്ന് വലിക്കണമേ. ನನ್ನನ್ನು ಎಳೆದುಕೋ. എന്നെ ഒന്ന് വലിക്കണപ്പാ. ನನ್ನನ್ನು ಎಳೆದುಕೊಳ್ಳಪ್ಪ. യേശുവിന്റെ അടുക്കൽ ഒന്ന് വലിക്കണപ്പാ. ಯೇಸುವಿನ ಬಳಿಗೆ ನನ್ನನ್ನು ಎಳೆದುಕೋ. ഇന്ന് പകല് വലിക്കണപ്പാ. ಇವತ್ತು ಹಗಲು യേശുവിനെ വലിക്കണപ്പാ. ಯೇಸುವಿನ ಬಳಿಗೆ ನನ್ನನ್ನು ಎಳೆದುಕೋ. യേശുവിനെ വലിക്കട്ടെ. ಯೇಸು ನನ್ನನ್ನು ಎಳೆಯಲಿ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ആ സാന്നിധ്യത്തിന്റെ ശക്തി, ಆ ಸಾನ್ನಿಧ್ಯದ ಶಕ್ತಿ ഇപ്പോൾ നിന്റെ മക്കളെ വലിക്കട്ടെ. ಈಗಲೇ ವ್ಯಾಪರಿಸಲಿ. ഞങ്ങൾ ഓരോരുത്തരും വലിക്കട്ടെ കർത്താവേ. ಓ
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ വശീകരണം ഇന്ന് പകൽ നിരക്കുന്ന വെളിപ്പെടുന്ന കർത്താവേ, പരിശുദ്ധന്റെ വലിയൊരു വശീകരണം തന്നെ. Holy, holy, holy. ಓ ಎಳೆದುಕೊಳ್ಳಯ್ಯ, ಓಡಿ ಬರುವೆನು ನಾ. ಓ ಎಳೆದುಕೊಳ್ಳಯ್ಯ, ಓಡಿ ಬರುವೆನು ನಾ. ನನ್ನ ಎಳೆದುಕೊಳ್ಳಯ್ಯ, ಓಡಿ ಬರುವೆನು ನಾ. ಓ ಎಳೆದುಕೊಳ್ಳಯ್ಯ, ಓಡಿ ಬರುವೆನು ನಾ. ಓ ಅಯ್ಯ, ಪ್ರೀತಿಯ ಸವಿಯುವೆನು, ಒಳಗೆ ನಡೆಸಯ್ಯ. ಪ್ರೀತಿಯ ಸವಿಯುವೆನು, ಎಳೆದುಕೊಳ್ಳಯ್ಯ, ಓಡಿ ಬರುವೆನು ನಾ. ಓ ರಗಲ ಬಲ ಬಲ ಬಲವನ ಸೇರಲೆರ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 ೆ
എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തൻ നാമത്തിൽ ಈಗಲೇ ಶರೀರಗಳಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಸೌಖ್ಯವಾಗಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊಟ್ಟೆಗಳು ಸೌಖ್ಯವಾಗಲಿ, ಶರೀರ ಸೌಖ್ಯವಾಗಲಿ, ಎಲುಬುಗಳು ಸೌಖ್ಯವಾಗಲಿ, ಅದ್ಭುತ ಬಿಡುಗಡೆ ಈಗಲೇ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಶರೀರ ಬಿಡುಗಡೆ ಆಗಲಿ. ಈ ಸೇವೆಯಲ್ಲಿ ನಿಮ್ಮ ಆಂತರ್ಯ ಯಾರನ್ನಾದ್ರೂ ನಿಮ್ಮ ಅಂತರಾಳವನ್ನ ದೇವರಾತ್ಮನ ಎಳಿತಿದ್ದಾನ, ಇದು ಸರಿಯಾದದ್ದು ಎಂಬುದಾಗಿ ನಿಮ್ಮ ಮನಸ್ಸಾಕ್ಷಿಯಲ್ಲಿ ಪ್ರೇರಿಸ್ತಿದೆಯಾ? ಆಗಿರೋದಾದ್ರೆ ಯಾರ ಮಾತಿಗೂ ನೀವು ಬಿಟ್ಕೊಡ್ಬೇಡಿ. ಆ ಸೆಳೆತಕ್ಕೆ ತಕ್ಕಂತೆ ನೀವು ಯೇಸುವಿನ ಬಳಿ ಬನ್ರಿ. ಹಾಗಿದ್ರೆ ಮಾತ್ರವೇ ಒಂದು ಬಿಡುಗಡೆ ನಿಮ್ಮಲ್ಲಿ ಆರಂಭವಾಗುವುದು. ಆಮೆನ್. ಪರಿಶುದ್ಧಾತ್ಮನಾಗಿದೆ ನಿಮ್ಮನ್ನು ಎಳಿತಿರುವುದು. ಎಲ್ಲದಕ್ಕಿಂತ ಆಚೆ ಉಳ್ಳದಾಗಿದೆ ಈ ಸೆಳೆತ. ಬಹಳ ಒಳ್ಳೆದಕ್ಕೆ ನಿಮ್ಮನ್ನು ಕರ್ಕೊಂಡು ಹೋಗುವಂತ ಸೆಳೆತವಾಗಿದೆ. ದೇವರ ಆಸೆ ಪಡುವ ಆ ಗುರಿಗೆ ನಿಮ್ಮನ್ನು ಕರ್ಕೊಂಡು ಹೋಗುವಂತ ಸೆಳೆತವಾಗಿದೆ ಅದು. ಯಾರಿಗಾದ್ರೂ ಆತರ ಸೆಳೆತವಿದ್ದರೆ ಈ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ಯಾರ್ದಾದ್ರೂ ಅಂತರಾಳದಲ್ಲಿ ಯೇಸುವಿನ ಕಡೆಗೆ ಎಳಿತಾ ಇದ್ರೆ ನೀವು ರಕ್ಷಿಸಲ್ಪಟ್ಟು ಬಹಳ ದೊಡ್ಡ ಬಿಡುಗಡೆ ನಡೆದಿದೆ. ಆಂತರಿಕ ಸೌಖ್ಯಗಳಲ್ಲಿ ನಡೀತಿದೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೊಡ್ಡ ಬದಲಾವಣೆಗಳು ನಿಮ್ಮ ಒಳಗಡೆ ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇದೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೇವರಾತ್ಮ ನನಗೆ ಹೇಳ್ತಿದ್ದ ಎಲಿಯನ್ ಪ್ರಾರ್ಥಿಸುವ
ಒಂದು ನಿರೀಕ್ಷೆ, ഒരു കൈപ്പത്തി പൊങ്ങുന്ന പോലെ ಒಂದು ಅಂಗೈಯಷ್ಟು ಮೋಡ ಬಂದ ಹಾಗೆ ആരോഗ്യം അനുഭവിക്കുന്നു. ಯಾರೋ ಇದರೊಳಗಡೆ ಅನುಭವಿಸಿದ್ದೀರಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ പ്രതീക്ഷ ഉണ്ടെന്ന് ആരും അനുഭവിക്കുന്നു. ಒಂದು ನಿರೀಕ್ಷೆ ಇದೆ ಅನ್ನೋದನ್ನ ಯಾರೋ ಕಾಣುತ್ತಿದ್ದೀರಿ ಮತ್ತು ಅನುಭವಿಸಿದ್ದೀರಿ. വലിയൊരു മാറ്റം കർത്താവേ. ಒಂದು ದೊಡ್ಡ ಬದಲಾವಣೆ ഇതുവരെ ഇല്ലാത്ത ഒരു സമാധാനം ಇವತ್ತಿನವರೆಗೂ ಇಲ್ಲದೇ ಇರೋ ಸಮಾಧಾನ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ഈ ನಾಮದಲ್ಲಿ മക്കളുടെ മേലേക്ക് ಈ ಮಕ್ಕಳ ಮೇಲೆ ഇപ്പോൾ പകരണമപ്പാ. ಈಗಲೇ ಹರಡಲ್ಪಡಲಿ, ഇപ്പോൾ പകരണമപ്പാ. ಈಗಲೇ ಸುರಿಯಲಿ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഹല്ലേലൂയ. കാലുകൾ സൗഖ്യമാകട്ടെ. ಕಾಲುಗಳು ಸೌಖ್ಯವಾಗಲಿ. കാലുകൾ ಕಾಲುಗಳು യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇപ്പോൾ ಈಗಲೇ സൗഖ്യമാകുക. ಸೌಖ್ಯವಾಗಲಿ. കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകട്ടെ. ಕಣ್ಣುಗಳಿಗೆ ದೃಷ್ಟಿ ಉಂಟಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കണ്ണിന് കാഴ്ച ഉണ്ടാകട്ടെ. ಕಣ್ಣಿಗೆ ದೃಷ್ಟಿ ಉಂಟಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ചെവി ഓപ്പൺ ആകട്ടെ. ಕಿವಿಗಳು ತೆರೆಯಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ സകല ബോഡികളും ಎಲ್ಲಾ ಶರೀರಗಳು യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ രോഗശാന്തിയിൽ വിടുവിക്കപ്പെടട്ടെ. ರೋಗ ಸೌಖ್ಯದೊಂದಿಗೆ ಬಿಡುಗಡೆ ಆಗಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അത്ഭുതങ്ങൾ ശരീരങ്ങൾ അനുഭവിക്കട്ടെ. ಅದ್ಭುತಗಳು ಶರೀರದಲ್ಲಿ ಅನುಭವಿಸಿ. ആന്തരിക സൗഖ്യങ്ങൾ ಆಂತರಿಕ ಸೌಖ್ಯಗಳು പവർഫുൾ ആയി ಶಕ್ತಿಯೊಂದಿಗೆ, ആത്മാവിന്റെ ശക്തിയിൽ ದೇವರಾತ್ಮನ ಬಲದೊಂದಿಗೆ സൗഖ്യം പ്രാപിക്കട്ടെ. ಸೌಖ್ಯವಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രമാകട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸ್ವತಂತ್ರರಾಗಲಿ. ആമേൻ. ಆಮೆನ್. എല്ലാവർക്കും കരമത്തി കർത്താവിനെ സ്തുതിക്കാം. ಎಲ್ಲರೂ ಕರಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ.